سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الذي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات صدق الله مولانا العظيم. الإيمان يماني والحكمة يمانية صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ സ്നേഹ നിറഞ്ഞ പണ്ഡിതന്മാരെ, നാട്ടിലെ കാരണവന്മാരെ, ഈമാനുള്ള സഹോദര സഹോദരിമാരെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ SKSSFൻ്റെ പ്രവർത്തകന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു ഏറ്റെടുക്കുകയും പോരായ്മകൾ അല്ലാഹു പരിഹരിച്ചു തരികയും നമ്മൾ ആരുടെ പേരിലാണോ ഇവിടെ ഒരുമിച്ച് വരിക അവരുടെ കൂടെ നമ്മൾക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും മൗത്തായി പോയവർക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യട്ടെ. വളരെ മുബാറക്കായ ഒരു മജ്‌ലിസാണ് ഇവിടെ നടക്കുന്നത് എന്ന് സ്വാഗത ഉദ്ഘാടന ആശംസ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ വരെ സംസാരിക്കൽ കറാഹത്താണ്. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളെ മദ്ഹ് പറഞ്ഞാൽ ആ കറാഹത്ത് ഒഴിവാകുമെന്നതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മെഹബൂബീങ്ങളെ മദ്ഹ് പറയാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അത് മനുഷ്യൻ ചെയ്യുന്ന അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. നാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദിക്റു സ്വാലിഹീന കഫാറ, ദോഷങ്ങളെ വല്ലാതെ പൊറുപ്പിക്കുന്ന കാര്യമാണ് സ്വാലിഹീങ്ങളെ ചരിത്രം പറയലും സ്മരിക്കലും. അംബിയാക്കളെ സ്മരിക്കൽ ഇബാദത്തുൻ, ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളെ സ്മരിക്കൽ അത് ഇബാദത്താണെങ്കിൽ ദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ചരിത്രം പറയലും അവരെ അനുസ്മരിക്കലും അവരെ മദ്ഹ് പറയലും മനുഷ്യൻ ചെയ്യുന്ന വലിയ വലിയ തെറ്റുകളൊക്കെ പൊറിപ്പിച്ച് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഇത് കാണാം. മൺമറഞ്ഞു പോയ ആളുകളെ സ്മരിച്ചാൽ അത് തെറ്റാകുമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർ അത്ര കൂടുതൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാത്തവരാണ്, ഖുർആൻ അറിയാത്തവരാണ്. ഖുർആൻ എടുത്തു നോക്കിയാൽ അതിൽ അമ്പിയാക്കന്മാരെ പേരിൽ അവർ സ്മരിച്ചുകൊണ്ട് സൂറകൾ കാണാം. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് നൂഹ്, സൂറത്ത് യൂസുഫ്. എന്തിനാ അങ്ങനെ പേര് വെച്ചത്? അത് തെറ്റാണെങ്കിൽ അള്ളാഹു അങ്ങനെ പേര് വെക്കുമോ? അല്ലെങ്കിൽ ഇവന്മാർ അടിച്ചിറക്കുന്ന മുസാഫിൽ ആ പേര് വെട്ടണം, സൂറത്തിൻ്റെ പേരൊക്കെ വെട്ടണം, നാമങ്ങളൊക്കെ വെട്ടണം, അല്ലെങ്കിൽ പിന്നെ ഇത് അംഗീകരിക്കണം.
ഹജ്ജിനൊരാൾ പോവുകയാണെങ്കിൽ ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ബീബി ഹാജറ, ഇവരെ ചരിത്രങ്ങളാണ്. സഫ മർവ, അത് ഹാജറ ബീബിയുടെ സ്മരണയാണ് സഫ മർവ. അവിടുത്തെ നടത്തവും അവിടുത്തെ വളരെ നടത്തങ്ങളൊക്കെ ബീബി ഹാജർ എങ്ങനെ നടന്നുവോ അതേപോലെ നടക്കാനാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ഇങ്ങനെ പറയുന്ന ആളുകൾ ഹജ്ജും ഉംറയും ചെയ്യാൻ പാടില്ല, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അവർ വിശ്വാസപ്രകാരം മരിച്ചുപോയ ആരെയും സ്മരിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഹജ്ജ് സുന്നികൾക്ക് മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അംബിയാ മുർസലീങ്ങൾ സ്മരിക്കൽ അത് ഇബാദത്തുൻ, അത് ആരാധനയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. സ്വാലിഹീങ്ങളാണെങ്കിലോ അവർ സ്മരിക്കൽ ദോഷം പൊറുപ്പിക്കും. അവരുടെ പേരിലും ഔലിയാക്കളുടെ പേരിലും സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രമാണ് അതിൽ പറയുന്നത്. 7 യുവാക്കളുടെ ചരിത്രം, അള്ളാഹുവിന് വേണ്ടി എല്ലാം അർപ്പിച്ചതായ വെറും തവക്കുലിൻ്റെ അഹ്ലികാരായ 7ഓളം വരുന്ന മഹാന്മാരുടെ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫിന് പേര് വെക്കാൻ കാരണം. അപ്പോൾ മഹാന്മാരെ സ്മരിക്കൽ അത് ദോഷം പൊറുപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് ഈ മാസത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ വലിയ വമ്പന്മാരായ അള്ളാഹുവിൻ്റെ മെഹബൂബികൾ ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി ബഹുമാനപ്പെട്ടവർ വഫാത്തായത് ഈ റബീഉൽ ആഖിർ മാസത്തിലാണ്. അതുപോലെ റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാത്തിദ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സൂഫി വര്യന്മാരെ റഈസായിരുന്നു. ആ മഹാൻ വഫാത്തായതും ഈ റബീഉൽ ആഖിർ മാസത്തിൽ 2-നാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞത്. റബീഉൽ ആഖിർ 4-നാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ ആഖിർ 4-നാണ്. അതിൻ്റെ പുറമെ മഹാനായ സൂഫി വര്യൻ നമ്മുടെയൊക്കെ എല്ലാവർക്കും പരിചയമുള്ള മഹാനായ അത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നമ്മോട് പറഞ്ഞതും ഈ റബീഉൽ ആഖിർ മാസത്തിലാണ്. അപ്പോൾ ഈ മാസത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കൂടൽ വളരെ മുബാറക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇത് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. ഈ മജ്ലിസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പടച്ച തമ്പുരാനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യുന്ന ഏറ്റവും പുണ്യമേറിയ മജ്ലിസിലാണ് അള്ളാഹു. ഈ മജ്ലിസ് പിരിയുന്നതിനിടയ്ക്ക് തമ്പുരാനെ ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറുന്ന മജ്ലിസാക്കി ഈ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ആവശ്യങ്ങൾ നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങൾ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. റഹ്മാനെ, നിൻ്റെ മെഹബൂബിങ്ങളെന്ന് ലോകം മുഴുവനും ഏകകണ്ഠമായി സമ്മതിച്ചിരിക്കുന്ന മഹാന്മാരെയാണ് ഞങ്ങളിവിടെ സ്മരിക്കുന്നത്. നിൻ്റെ ഇഷ്ടപ്പെട്ട മഹാന്മാർ, ആ മഹാന്മാരെ മദ്ഹ് പറയുന്ന ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരികയും ദോഷങ്ങളൊക്കെ നീ പുറത്തു തരികയും ഞങ്ങളുടെ രോഗികൾ പലരുമുണ്ട്, രോഗങ്ങൾ നീ ഷിഫയാക്കി തരികയും ഞങ്ങൾ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കി തരികയും ചെയ്യണേ തമ്പുരാനെ. ബഹുമാനികളെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഞാൻ ഇന്നലെ അന്തമാൻ ദ്വീപിലായിരുന്നു മിനിഞ്ഞാന്നത്തെ പ്രോഗ്രാം. അവിടെ അന്തമാൻ ദ്വീപിലെ 21ഓളം വരുന്ന മുസ്ലിം മഹല്ലുകൾ ശംസുൽ ഉലമയുടെ ഉറൂസ് എല്ലാ വർഷവും എന്നെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ ഞാൻ അവിടുന്ന് വന്നതാണ്. ഞാനങ്ങനെ ഫോണിൽ കബീർ ഉസ്താദ് വിളിച്ചപ്പോൾ അങ്ങ് ഏറ്റതാണ്. ശംസുൽ ഉലമൻ്റെ ഉറൂസാണല്ലോ, മഹാനവറുകൾ മദ്ഹ് പറയലാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് ഏറ്റതും ഇവിടെ വന്നു ചേർന്നതും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. മർമ്മപ്രധാനമായി നമ്മൾ വെച്ചിരിക്കുന്നത് ശംസുൽ ഉലമ ഉറൂസാണ്. അതിന് കാരണം എന്താ? മഹാനവറുകളാണ് ഉറൂസ് എന്ന് പറയുന്ന സംവിധാനം പലരുടെയും എതിർപ്പുകളുണ്ടായിട്ടും ഈ രാജ്യത്ത് ആ ഉറൂസ് എന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ശൈഖുനാ ശംസുൽ ഉലമയാണ്. കാരണം തൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ മഖബറകളൊക്കെ ചവിട്ടിപ്പൊളിക്കണം, മാലമൗലൂദുകൾ ചുട്ടുകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഉൽപ്പന്നക്കളായ ആളുകൾ ഇവിടെ ഉടലെടുത്തപ്പോഴാണ് അങ്ങനെ ചവിട്ടണ്ട, പൊളിക്കണ്ട, കരിക്കണ്ട മാലകൾ അത് സത്യസമ്പൂർണ്ണമാണ്. ഖുർആൻ്റെ വെളിച്ചത്തിൽ മാലമൗലൂദുകളെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ് ഇവിടെ കരിക്കാൻ സമ്മതിക്കാതിരുന്നത്. മഹാനവറുകളാണ്.
മഖബറുകളൊക്കെ ചവിട്ടിപ്പൊളിക്കണം, മഹാന്മാരെ ഖബറുകളൊക്കെ ചവിട്ടിപ്പൊളിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആളുകൾ വന്നപ്പോൾ അവരെ നിലക്ക് നിർത്തി ഇവിടുത്തെ മക്കാമുകൾ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരെ മക്കാമുകളൊക്കെ ഇവിടെ നിലനിർത്തിയതിൻ്റെ പിന്നിലും ഉറൂസുകൾ വളരെ വിവരമായി ഈ രാജ്യത്ത് ഈ പണ്ട് നടന്നിരുന്ന ഉറൂസുകൾ കെട്ടടങ്ങിപ്പോയ നിലച്ചുപോയിരുന്ന ഉറൂസുകളൊക്കെ ഇവിടെ പുനഃസ്ഥാപിച്ചതുമാരാ മഹാനായ ശൈഖുന ശംസുൽ അസീസ് മഹാനവറുകളാണ്. നിങ്ങളിൽ പലർക്കും അത് ശംസുല്ലമയുടെ ഉറൂസാണെന്ന് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ വഫാത്തായിട്ട് 23 കൊല്ലമായി. 23ാമത്തെ ആണ്ട് ഉറൂസിലാണ് നാം ഉള്ളത്. എന്നാൽ എത്ര പേര് അതിൻ്റെ ശേഷം മരിച്ചു, എത്ര മഹാന്മാർ അതിന് മുമ്പ് മരിച്ചു. അവരൊന്നും ഉറൂസുകൾ പ്രത്യേകം ശാഖാതലത്തിലൊന്നും ആരും കൊണ്ടാടുന്നില്ല, എല്ലാവരും സ്മരിക്കാറുണ്ട്. ഉറൂസുകൾ ലോകാടിസ്ഥാനത്തിൽ കൊണ്ടാടപ്പെടുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഉറൂസുകളാണ്. അതിൽ സുന്നത്തി ജമാഅത്തിൻ്റെ പുറത്തുള്ള ആളുകൾക്കും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ മഹാൻ്റെ ആണ്ട് കൊണ്ടാടണമെന്ന് തന്നെയാണ് എല്ലാവിധ ഈ കക്ഷികളുടെയും താല്പര്യം. അവരും മഹാനവറുകളെ പോയിത്തിക്കൊണ്ട് വഫാത്തിൻ്റെ ശേഷം നിരവധി ലേഖനങ്ങൾ എഴുതിയതായി ഇവിടുത്തെ ദിനപത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവർ സാധാരണ മനുഷ്യനായിരുന്നില്ല. മഹാനവറുകൾ ഈ രാജ്യത്തെ അമ്പിയായിൻ്റെ വാരിധീയങ്ങളുടെ സുൽത്താനാണ്. അമ്പിയാക്കന്മാർ വാരിധീയങ്ങൾ അന്തർഗാമികളായ ഉലമാക്കന്മാരുടെ ശംസായിരുന്നു മഹാൻ. ഉലമാ എന്ന് പറഞ്ഞാൽ എല്ലാ ആര്യമല്ല. അമ്പിയായിൻ്റെ വാരിധീയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ ഇൽമുള്ള ആളുകൾക്കാണ് യഥാർത്ഥ ആര്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും പഠിക്കുമ്പോഴേക്ക് ആര്യമെന്ന് പറയൂല കേട്ടോ. ആ നിലക്കുള്ള വാരിധീയങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സൂര്യനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനെ ഈ ലോകത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് നിയോഗിച്ചയച്ചത്. അദ്ദേഹം കേരളക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പയുടെ കൂടെ വലിയ പണ്ഡിതനായ നിലയ്ക്ക് യമനിലെ തെരീബിൽ നിന്ന് ഈ രാജ്യത്തേക്ക് പായക്കപ്പലിൽ മാറ്റി ഈ രാജ്യത്തേക്ക് ഹിജറ വന്ന ആളാണ്. എന്തിനു വേണ്ടിയാണ് ആ മഹാന്മാരായ സാദാത്യങ്ങൾ ശംസുൽ ഉലമയുടെ ഉപ്പാപ്പയെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന എന്തിനു വേണ്ടിയാ? മറ്റൊന്നുമല്ല, ഈ രാജ്യത്ത് ദീൻ നിലനിൽക്കണം. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഖൈറുല്ലാ എന്ന് അറബികൾ വിളിച്ച രാജ്യമാണ് ഈ രാജ്യം. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ വേരോട്ടമുണ്ടായ രാജ്യമാണ് ഈ രാജ്യം. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ജിന്നുകൾ, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സൈന്യങ്ങൾ ഈ രാജ്യത്ത് വന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ബേപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ച പ്രവാചകനായിരുന്നു. നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സൈന്യങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമുമായി, അറേബ്യൻ രാജ്യവുമായും ഇസ്ലാമുമായും വലിയ പഴയകാല ബന്ധമുള്ള രാജ്യമാണ് ഈ കേരളം. അതുകൊണ്ട് ഈ രാജ്യത്ത് വന്ന മഹാന്മാർ മുഴുവൻ ഈ രാജ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞു ഖൈറുല്ലാ. അത് ലോപിച്ചിട്ടാണ് കേരളമായി മാറിയത്. ഈ രാജ്യത്തിനെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വളരെയധികം സ്മരിച്ച രാജ്യമാണ് ഈ കേരളം എന്ന് പറയുന്നത്. തൻ്റെ സ്വഹാബിമാർ ധാരാളം ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെ വന്ന 11ഓളം വരുന്ന മഹാന്മാരും ഈ രാജ്യത്തേക്ക് ദീനീ പ്രബോധനത്തിന് വേണ്ടി പായക്കപ്പലിൽ വന്ന ആളുകളാണ്. മഹാന്മാരായ 7ഓളം വരുന്ന സ്വഹാബികൾ കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് നിലാവുമുറ്റം എന്നാണ്. സ്വഹാബീകന്നുജൂം, എൻ്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഹാബത്ത് കിടക്കുന്ന സ്ഥലത്ത് ലൈറ്റിന് ആവശ്യമില്ല. നിലാവുമുറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് സ്വഹാബത്ത് 7ഓളം വരുന്ന സ്വഹാബത്തിൻ്റെ മക്കബറയുണ്ട്. കണ്ണൂർ ജില്ലയിലാണ്. അവിടെ രാത്രി ഇലക്ട്രിക് ലൈൻ അവിടേക്ക് ഭരിച്ചിട്ടില്ല. അവിടെ ബൾബ് കത്തിക്കാറില്ല, ട്യൂബ് കത്തിക്കാറില്ല. എല്ലാ രാവിലും അവിടെ പ്രകാശമാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നത് മഹാന്മാരായ നക്ഷത്ര തുല്യരായ സ്വഹാബത്താണ്.
അപ്പോൾ സഹാബത്ത് ഒരുപാട് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കൊയിലാണ്ടിക്കടുത്ത പാറപ്പള്ളിയിൽ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ സഹാബി ഉണ്ടെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ബദരീങ്ങളിൽപ്പെട്ട ഒരു മഹാനായ സഹാബി നമ്മുടെ കോഴിക്കോട് പഴയ പള്ളിയുടെ മുമ്പാകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് മുഗദാറി എന്ന് പറയുന്നൊരു സ്ഥലം കാണാം, ബീച്ചിലാണ്. ആ സ്ഥലത്ത് മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ ആ നാട്ടിലില്ല. അവിടെ മുഗൈറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു താമസിച്ച വീടിനാണ് മുഗൈറത്ത് ദാറ് എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഹിജ്റ 5-ാം വർഷം നിർമ്മിച്ച പള്ളി കേരളത്തിലുണ്ട്. കണ്ണൂർ മാട്ടായി പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ ഹിജ്റ 5-ാം വർഷം നിർമ്മിച്ച പള്ളിയാണെന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമുമായി ഒരുപാട് ബന്ധമുള്ള രാജ്യമാണ് ഈ രാജ്യം. ഈ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്ന ഒരു സഹാബി ശബരിമലയിൽ പോയി കിടന്നുറങ്ങുകയാണ്. അവിടെ ഒരു പള്ളി കാണും. എന്തിനാണ് അവർ മുസ്ലിം പള്ളി? എന്തിനാ? അവിടെ നമ്മുടെ ഹൈന്ദവ സമുദായം, നമ്മുടെ വല്യപ്പന്മാരായ, നമ്മുടെ അമ്മാമന്മാരായ ഹൈന്ദവ സഹോദരന്മാർ നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രങ്ങളായ ഈ രാജ്യത്ത് അവർ ശബരിമലയിലേക്ക് പോകുമ്പോൾ വാവരെ എന്ന് വിളിച്ചിട്ട് അവർ പോവാറുണ്ട്. ആരാണ് വാവർ? വാവർ വലിയുല്ലാഹിയാണ്, സഹാബിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തിന് ചില മഹിമയും പൊലിമയുമുണ്ട്. ഈ രാജ്യത്തെ ഈമാൻ ശരിയായ ഈമാനാണെന്ന് പറഞ്ഞത് ഹബീബായ റസൂൽ തിരുമേനിയാണ്. അൽ ഈമാനു റിയാദിയുൻ എന്ന് പറഞ്ഞിട്ടില്ല. റിയാദ് സൗദിൻ്റെ കേന്ദ്രമല്ലേ, തലസ്ഥാനമല്ലേ അല്ലേ? വല്യ എന്ന് പറയുന്ന വലിയ പട്ടണമുള്ളത് റിയാദിലാണ്. പക്ഷെ ആ രാജ്യത്തേക്ക് അള്ളാഹിൻ്റെ ഹബീബ് പോയിട്ടില്ല. കാരണം അവിടെയാണ് പിന്നെ വഹാബിസത്തിൻ്റെ നേതാവ് താമസിച്ചത്, ജനിച്ചു വളർന്നത് സ്ഥലം ആ രാജ്യമാണ്. അവിടെ സംബന്ധിച്ച് അള്ളാഹു റസൂൽ ഒന്നും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞാൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയാ. കേട്ടോ, ഈമാൻ യമാനിയാണ്. അതായത് ഈമാനിൽ കലർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടം ഈ സമുദായത്തിൻ്റെ അവസാനത്തിൽ വരും. ആ സമയത്ത് നിങ്ങൾ വെപ്രാളപ്പെടണ്ട, പരിഭ്രാന്തരാവണ്ട, നിങ്ങൾ യമനിലേക്ക് നോക്കുക. അതുപോലെ തന്നെ ഹിക്മ, വിജ്ഞാനം, എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്തിൻ്റെ ലക്ഷണമായി, ഖിയാമത്തിന് അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു റസൂൽ പറയുന്നു, റൗദത്തുൽ ഉലൂമി എന്ന് പേരിട്ടുകൊണ്ട് അള്ളാഹിൻ്റെ ദീനിൽ മാറ്റങ്ങൾ വരുത്തി പഠിക്കുകയാണ് കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ബഹുഭാഷ പണ്ഡിതനാണ്. ആ മഹാനത്തെ പറയുകയുണ്ടായി, ഈ ഹദീസ് ശംസുൽ ഉലമയെ യമനിൽ നിന്ന് ഈ രാജ്യത്തേക്ക് കുടിയേറിപ്പാർത്ത ശംസുൽ ഉലമയുടെ കുടുംബത്തെ സ്മരിച്ചുകൊണ്ടാണോ, സൂചിപ്പിച്ചുകൊണ്ടാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം വഫാത്തിൻ്റെ ഒരു 4 ദിവസത്തിന് ശേഷമുണ്ടായ വലിയ പ്രഭാഷണത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചത് ഞാൻ കേട്ടത്. ഞാനായിരുന്നു അന്ന് അവിടുത്തെ അനുസ്മരണ പ്രഭാഷണം നടത്തിയിരുന്നത് കണ്ണൂർ ടൗൺ ഹാളിൽ. ചുരുക്കി പറഞ്ഞാൽ യമനും ഈ കേരളവുമായി വലിയ ബന്ധമുണ്ട്. ഇവിടുത്തെ മുഴുവൻ സംഘന്മാരും ഇവിടുന്ന് വന്നതാ, ഹദർമൗത്തിൽ നിന്ന് വന്നവരാ. ശിഹാബ് കബീലയാവട്ടെ, ബാഫയ്ക്ക് കബീലയാവട്ടെ, ഐദ്രൂസി കബി, ഏത് കബീലയാണെങ്കിലും അഹ്ലു ബൈത്തുകൾ മുഴുവനും യമനിൽ നിന്ന് വന്നവരാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ, ആ മഹാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിൻ്റെ പഴമ നിലനിർത്താൻ വേണ്ടി, പരിശുദ്ധ ദീനിൻ്റെ ശരിയായ അടയാളം ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിൽ മുസ്ലിമീങ്ങളെ ഈമാൻ ചിന്നിച്ചിതറി നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ച വലിയ ഒരു മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമുക്കതിൻ്റെ തെളിവുകൾ, ഈ രാജ്യത്ത് ഒരുപാട് അലാമത്തുകൾ, നാട്ടക്കുറുകൾ ഈ നാട്ടിലുണ്ട്. ഞാൻ അവിടേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഞാൻ 20 കൊല്ലമായി ശംസുൽ ഉലമ അനുസ്മരണത്തിന് പോകുന്നൊരു സ്ഥലമുണ്ട്. അവിടെ 20 കൊല്ലം ഇനിയും പറഞ്ഞു തീരാത്ത ചരിത്രങ്ങളാണ് ശംസുൽ ഉലമയുടെ ചരിത്രം. ഓരോ ദിവസവും ഉള്ള തൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ ബഹുമാനപ്പെട്ടവരുടെ അവസാന കാലഘട്ടത്തിൽ ഒരു 10, 13, 14 കൊല്ലം ശൈഖുനായടുത്ത് കിതാബ് ഓതാനും അങ്ങനെ അവിടുത്തെ ഒരാളായി. ബഹുമാനപ്പെട്ടവർക്ക് ഖാദിമിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും രോഗം വേണ്ടേ, കയ്യിനോ കാലിനോ ഒരു കടച്ചിലോ പിടുത്തൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു രോഗമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഖിദ്മത്തിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷേ മഹാനവറുകൾ എന്നെ അങ്ങനെ എന്തോ ഒരു ഇഷ്ടം, മഹാന്മാരായ അതിൻ്റെ മുമ്പുള്ള ഉസ്താദുമാരുടെ ദ്വാ ബറക്കത്ത്, അല്ലെ നമ്മുടെ വാപ്പാൻ്റെ ദ്വാ, ഇത് കാരണത്താൽ ബഹുമാനപ്പെട്ടവർ ആയിട്ടുള്ളൊരു സൗകര്യം
ദുനിയാവിൽ ആഖിറത്തിലും അള്ളാഹു ആ ബന്ധം നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ബഹുമാനികളെ, അപ്പം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമയുടെ ഓരോ ദിവസത്തെ ചരിത്രവും ഒരു പുസ്തകം എഴുതാൻ മാത്രമുണ്ടാവും. അത് പറഞ്ഞു തീർക്കൽ അത്ര എളുപ്പത്തിൽ കഴിയില്ല. ഒരാൾ വഫാത്തായാലും ഒരു സ്മരണയൊക്കെ അല്ലേ ഇറങ്ങാറുള്ളൂ. അതിനെത്ര കഷ്ടപ്പെടാറുണ്ട് ലേഖനം കിട്ടാൻ അല്ലേ. ഒരു മഹാൻ മരിച്ചാൽ ഇപ്പം ഇന്നലെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ സ്മരിക്കുന്ന ഒരു സ്മരണ കോഴിക്കോട് ജില്ല SMF ഇറക്കുന്നുണ്ട്. അതിന് ഒരു ലേഖനം വേണമെന്ന് എന്നെ വാട്സപ്പിൽ അയച്ചിരും. ഇങ്ങനെ ലേഖനത്തിന് ഇങ്ങനെ തേടും കുറേ കാലം. ശൈഖുനാ ശംസുലുലമയ്ക്ക് ഒന്നിലധികം സ്മരണികകൾ, ഒന്നിലധികം മൗലൂദുകൾ വലിയ വലിയ മഹാന്മാർ രചിച്ചു കഴിഞ്ഞു. ഇനിയും ചിലത് പണിപ്പുരയിലാണ്. ശംസുലുലമയെ സംബന്ധിച്ച് ഇന്നഹു ശംസുലുലമ എന്ന് പറഞ്ഞിട്ടൊരു അറബി ഗ്രന്ഥം തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ കേട്ടോ, ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ആ നിലക്കുള്ളൊരു മഹാനെ അല്പനേരം സ്മരിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കണം. അള്ളാഹു നമുക്ക് നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യട്ടെ. വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം ഒരു അരികിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ യമനിൽ നിന്ന് കേട്ട് കുടിയേറിപ്പാർത്ത ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ച ഖാദിരി തരീക്കത്തിൻ്റെ ഷെയ്ഖായിരുന്നതിൻ്റെ ഉപ്പ വാട്ടി മുസ്ലിയാർ കോഴിക്കോട് പുളിക്കൽ പള്ളിയിൽ 40 കൊല്ലം ഖാദിയായ ഖത്തീബായ ഉപ്പയുടെ 11 മക്കളിൽ മൂത്ത മകനാണ് ശൈഖുനാ ശംസുലുലമ. 7 ആമക്കളുണ്ട്. 7 ആളും വലിയ ബഹറായ അരിമികളും തരീക്കത്തിൻ്റെ ഷെയ്ഖന്മാരുമായിരുന്നു. ഒരാൾ മാത്രമല്ല, മൂത്ത മകൻ അബൂബക്കർ, രണ്ടാമത്തെ ആൾ ഉമർ, അലി, ഉസ്മാൻ, അബ്ദുള്ള, അഹ്മദ്, ഹസൻ, 7 പേർ. കെ ഹസൻ മുസ്ലിയാർ പാലക്കാട് ജന്നത്തുൽ ഉലൂം പ്രിൻസിപ്പാളായിരുന്ന, കാസർഗോഡ് ഖാദിയായിരുന്ന, സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡൻ്റായിരുന്ന മഹാനായ ശൈഖുനാ കെ ഹസൻ മുസ്ലിയാർ ശംസുലുലമയുടെ ശിഷ്യനും അനുജനുമാണ്. ഷെയ്ഖുൽ ഖാദിരി തരീക്കത്തിൻ്റെ ഷെയ്ഖായിരുന്ന കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി തങ്ങൾ ശംസുലുലമയുടെ അനുജനും ശിഷ്യനുമായിരുന്നു കേട്ടോ. ഖാദിരി തരീക്കത്തിൻ്റെ മറ്റൊരു ഷെയ്ഖായിരുന്ന മുറ്റിച്ചൂലിൽ മറവിട്ട് കിടക്കുന്ന മക്കാമുള്ള അഹമ്മദ് മുസ്ലിയാർ, അതും ഷെയ്ഖുനയുടെ ശിഷ്യനും അനുജനുമായിരുന്നു. ഇത് കോയട്ടി മുസ്ലിയാരുടെ മക്കളാണ്. അതിൽ മൂത്ത മകനാണ് അബൂബക്കർ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ തങ്ങൾ ഉദ്ഘാടനത്തിൽ കുട്ടിക്കാലത്ത് തന്നെ ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ആ നാട്ടുകാരുടെ കാരണവന്മാർ പറയാറുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഒരു അത്ഭുത ബാലനായിട്ടാണ് വളർച്ച. തരീക്കത്തിൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന മാതിരിയല്ല. ഇന്നിപ്പോൾ കാണും പച്ച വല്ലിട്ടാലൊക്കെ ഷെയ്ഖാവും. ആളുകൾ അതിൻ്റെ വൈത്താലെ കൂടി ചെയ്യും. ആളുകൾ ഷെയ്ഖന്മാരിലൊക്കെ സമസ്ത ജമിഅത്തുൽ ഉലമ ഔലിയാക്കന്മാരെ സംബന്ധിച്ചും ഷെയ്ഖന്മാരെ സംബന്ധിച്ചും ഇവിടെ സ്ഥിരപ്പെടുത്തി ജനങ്ങളുടെ മനസ്സിലൊരു ബഹുമാനം ഉണ്ടാക്കി. ഇത് ചൂഷണം ചെയ്യുന്ന കള്ളന്മാരുണ്ട് നാട്ടിൽ. അത് ചൂഷണം ചെയ്ത് കോഴി ആടൊക്കെ തിന്നാനുള്ള കള്ള ഷെയ്ഖന്മാരുണ്ട്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അത് മുരീദിൻ്റെ ഹൃദയം കാണാൻ കഴിവുള്ള ആൾക്കാണ് ഷെയ്ഖ് മുറബി എന്ന് പറയുക. ഇതാ മനസ്സിലാക്കണം. കണ്ട ഷെയ്ഖന്മാരെ പിന്നിൽ മുഴുവൻ ഓടരുത് കേട്ടോ. മുരീദിൻ്റെ ഖൽബ് കാണാൻ കഴിയണം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കേട്ടോ. ആ മഹാനാരാണ്? ആ മഹാൻ വഫാത്തായ മാസമാണല്ലോ ഈ മാസം. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് തങ്ങൾ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. 25 കൊല്ലം ലോകം മുഴുവനും വെറും ഇലാഹി ചിന്തയിലുമായി ഇബാദത്തിലായി. ഖുർആൻ ഹാഫിളാക്കിയതിന് ശേഷം പരിശുദ്ധ കിതാബുകൾ മുഴുവനും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വലിയ പണ്ഡിതനായി ദർസ് നടത്തിയതിന് ശേഷം അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നൊരു കൽപ്പന വന്നു നടക്കാൻ. 25 കൊല്ലത്തോളം ഖൽബത്തിലായി ജനങ്ങളുമായി ബന്ധമില്ലാതെ രാജ്യം മുഴുവനും കടലോരത്തിലൂടെ മലയോരങ്ങളിലൂടെ ഇബാദത്തിനായി മരങ്കോച്ചെന്ന് തണുപ്പിലൂടെ നടന്ന് നീങ്ങി സുജൂദിലായി ജീവിച്ചൊരു മഹാനായിരുന്നു ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കേട്ടോ. ആ മഹാൻ ഷെയ്ഖായത് വെറുതെ ഒരു മിന്നൽ വേഗത്തിൽ ഷെയ്ഖായതല്ല കേട്ടോ. കുട്ടിക്കാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും
വളരെ അതപോടുകൂടി ഇബാദത്തോടുകൂടി വളർന്ന് വലുതായ വലിയ മഹാനായിരുന്നു ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ വളരെ കഠിനാധ്വാനം ചെയ്ത് ഇബാദത്ത് ചെയ്ത് റബ്ബ് തആലയിലേക്ക് അടുത്ത മഹാനാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഗൗസുൽ പദവിയിലേക്കോ ശംസുൽ ഉലമയുടെ പദവിയിലേക്കോ എത്താൻ സാധിക്കുമെന്നത് മഹാവിഡ്ഢിത്തമാണ് കേട്ടോ. ഒരാൾ ഷെയ്ഖാണെന്ന് വന്നാൽ പറഞ്ഞു കേട്ടാൽ നിങ്ങൾ അയാളെ സംബന്ധിച്ച് നിങ്ങൾ ശരിയായ പഠനം നടത്തണം. പത്തിപ്പറ്റ ഉസ്താദ് ഷെയ്ഖായിരുന്നു, 1-2 തരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്നു. വെറുതെ അങ്ങ് ഷെയ്ഖായതല്ല, വളരെ ചെറുപ്പായത്തിൽ തന്നെ മഹാനായ മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരിൽ നിന്ന് തരീഖത്ത് വാങ്ങിയ ആളായിരുന്നു അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. പിന്നെ ആരുമായി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ വലിയൻ്റെ അടുക്കൽ നിന്ന് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇവരൊക്കെ പ്രസിദ്ധരായ തരീഖത്തിൻ്റെ മശായിഖന്മാരായിരുന്നു. ഇവരിൽ നിന്നൊക്കെ തരീഖത്തും വിരുദുകളും ഇജാസത്തുകളും വാങ്ങി അത് ജീവിതം നടപ്പിൽ വരുത്തിയ മഹാനായിരുന്നു അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. പക്ഷെ അവരെ വെച്ചിട്ട് വേറൊരു ഇതാകുന്നുണ്ട്, മുതലെടുക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ നീട്ടിപ്പറയുന്നില്ല. മഹാനായ ഷെയ്ഖ് ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ നാട് മുഴുവനും ചുറ്റി ഇബാദത്തിനായി ചുറ്റി വളരെയധികം പരീക്ഷണങ്ങൾ നേരിട്ടു. ഒരു സമയത്ത് ഒരു രാത്രിയിൽ അള്ളാഹു മഹാനായ ഗൗസുൽ ആദം തങ്ങൾ പരീക്ഷിക്കുകയാണ്. എന്താണ് പരീക്ഷണം? അമ്പിയാക്കന്മാരിൽ ധാരാളം അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരുപാട് പരീക്ഷണങ്ങൾ വിധേയമായിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ഒരൊറ്റ രാത്രി 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഓരൂരാ കുളിച്ചോവാർ. നമ്മളൊരാൾക്ക് ഒരു ജനാബത്തുണ്ടെങ്കിൽ സുബിയാത്തിന് കുളിക്കാൻ മടിയാ അല്ലേ? മഹാനവരുകളെ മരം കോച്ചൊന്ന് തുണപ്പിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് ബഹുമാനപ്പെട്ടവർക്ക് ഉറക്കം വന്നു. ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായി. പരീക്ഷണമാണ്. ഞെട്ടി ഉണർന്നു. ഉടനെ അവിടെയുള്ള ഏറ്റവും കൂടുതൽ തണുപ്പുള്ള വെള്ളമെടുത്ത് മഹാനവരുകൾ കുളിച്ചു. വേറെ നമ്മൾ പോലത്തെ ആളുകൾ കുളിച്ച് അപ്പം മരിച്ചു. ആ ജാതി തണുപ്പുള്ള വെള്ളമാണ്. ഹീറ്ററൊന്നുമില്ലല്ലോ, മലമുകളിലല്ലേ. വീണ്ടും ക്ഷീണം കൊണ്ട് മഹാനവരുകൾ ഉറങ്ങി. ഉറക്കം വരികയാണ്. വീണ്ടും സ്വപ്നസ്കലനം പെട്ടി ഞെട്ടി ഉണർന്നു. സുബിഹാകുമ്പോഴേക്ക് തഹജ്ജുദിൻ്റെ ടൈമാകുമ്പോഴേക്ക് 40 പ്രാവശ്യം അല്ലാഹു മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പരീക്ഷിക്കുകയാണ്. എന്താ പരീക്ഷണം? ജനാബത്തുണ്ടായി. ഉണർന്ന ഉടനെ കുളിക്കുന്നുണ്ടോ ഇല്ലേ? ഈ മാല പാടിയാൽ നമുക്കതൊരു പരീക്ഷണമാ. എന്താ നമ്മൾ പഠിക്കണതില്ല, പാഠം ഉൾക്കൊള്ളണം കേട്ടോ. ജനാബത്തോടുകൂടി കിടന്നുറങ്ങരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ജനാബത്തോട് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉളു ചെയ്തിട്ടെങ്കിലും കിടന്നുറങ്ങണമെന്നത് തിരുസുന്നത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പാഠമുണ്ട്. ഈ മാലയിലും പാട്ടിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. 40 പ്രാവശ്യം മഹാനവരുകൾ ജനാബത്തുണ്ടായി. ഒരൊറ്റ രാത്രി 40 വട്ടം കുളിച്ചു മഹാനായ വസല്ലങ്ങൾ. ഇങ്ങനെ പരീക്ഷണങ്ങളിൽ മുഴുവനും വിജയിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഓ മുഹ്യിദ്ദീൻ, നീ ബഗ്ദാദിൽ പോയിരിക്കണം കേട്ടോ. ഏകൽ കൂടാതെ ചെയ്യില്ല ഞാനൊന്നുമേ. അള്ളാഹിൻ്റെ കൽപ്പന കൂടാതെ ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് ശപഥം ചെയ്ത മഹാനാണ് ഗൗസുൽ ആദം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. ബഗ്ദാദിൽ പോയി ഇരുന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, തന്നിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൂടുകയാണ്. 1,00,000 പേരൊക്കെയാണ് മഹാനവരുകൾ കൊണ്ട് തൻ്റെ വഅദ് കൊണ്ട് ഹിദായത്തിലേക്ക് വന്നത്. 1,00,000 പേരാണ്. ഇന്നത്തെ പ്രസംഗം പോലെയല്ല. ഇന്നൊരു പ്രസംഗം കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഇസ്ലാമെന്ന് വൈവേച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 1,00,000 പേരാണ് ഹിദായത്തിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ നിലക്കുള്ള ചരിത്രമാണ്. തന്നെ കാണാൻ വേണ്ടി ലോകത്ത് അള്ളാഹു ഒരാളെ കബൂൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിൽ 23 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ശംസുൽ ഉലമയുടെ ഉറൂസ. അള്ളാഹു അന്ന് ജനിക്കാത്ത കുട്ടികളാണ് ഇന്നിവിടെ സ്വാഗതം പറഞ്ഞ ആളുകളൊക്കെ. ഇന്ന് സ്റ്റേജിലുള്ള ആളുകളൊക്കെ ആരാ? 23 കൊല്ലായില്ലേ? 23 കൊല്ലായി. വഫാത്ത് കഴിഞ്ഞിട്ട് 23 കൊല്ലായി. ഇപ്പോഴും കൽബിൽ അള്ളാഹു ഒരു അടിമയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ അടിമകളുടെ കൽബിലേക്ക് മഹബത്തിനിട്ട് കൊടുക്കും, മലായിക്കത്തിലേക്ക് ഇട്ട് കൊടുക്കും, ജിബ്രീൽ അലൈഹി ഇസ്ലാമിലേക്ക് ഇട്ട് കൊടുക്കും. ഓരോരുത്തരുടെ കൂടി 2 മലക്കുണ്ടാവും. ആ മലക്കിലേക്ക് ഈ മഹബത്തിനിട്ട് കൊടുക്കും, കബൂലിയത്തിന്. അവർ നമ്മളെ കൽബിലേക്ക് ഇട്ട് തരും. നിങ്ങളിപ്പോൾ എല്ലാവരും രാവിലെ മുതൽ കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഇവിടെ വളരെ അതപോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ കൽബിൽ മഹാനവരുകൾ മഹബത്തുണ്ടായതുകൊണ്ടാണല്ലോ. ആര് തന്നതാ മഹബത്ത്? അള്ളട്ട് തന്നതാ.
ഇതുപോലെ റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള മഹബത്ത് ലോകരാഷ്ട്രങ്ങളിലുള്ള മുസ്ലിമീങ്ങളിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ബഗ്ദാദിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. ഉറുമ്പ് ചാരിട്ട പോൽ, തേനീച്ച വെച്ച പോൽ. തേനീച്ച കൂട് വെക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ തേനീച്ചയല്ല, ആയിരക്കണക്കിൽ തേനീച്ചകളാണ് കാട്ടിലേക്ക് കൂട് കെട്ടാൻ പോകുന്നത്. ഇതുപോലെയായിരുന്നു ബഗ്ദാദിൻ്റെ തെരുവീതികളിലൂടെ ആയിരക്കണക്കിൽ തലപ്പാവുധാരികളായ മോമിനികൾ പണ്ഡിതന്മാർ ബഗ്ദാദിലേക്ക് ഒഴുകുകയായി. ഉറുമ്പുകൾ ചാരിട്ടൊഴുകുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലേ? ഒരു മധുരം നുകരാൻ വേണ്ടി ഉറുമ്പുകൾ ചാരിട്ടൊഴുകുന്നത് പോലെ ബഗ്ദാദിൻ്റെ തെരുവീതികളിലൂടെ മോമിനീങ്ങളായ ആളുകൾ റസൂലുള്ളാഹിന്റെ തിരുസന്നിധിയിലേക്ക് ഒഴുകുകയായിരുന്നു എന്ന് മുഹദ്ദിമാരിൽ കാണാം കേട്ടോ. മൂപ്പര് പദവി അല്ലാഹു തആല ഉയർത്തി. മൂപ്പര് പാടുകയാണ്, വാജിലസനി ഫീ ഖാബി ഖൗസൈനി സയ്യിദി അലാ ഹളറത്തി തഖദീസി ഫീ മജ്ലിസിൽ ഖുദ്സി. ഖാദി മുഹമ്മദ് തങ്ങൾ ഇത് മലയാളത്തിലേക്കാക്കി നമുക്ക് പാടിത്തരികയാണ്. ആകാശം ഭൂമിയും ഒന്നുമേ തട്ടാതെ അവരെ കാസരന്മൽ പോയിരുന്നോവാർ. അല്ലാഹു തആല ആകാശഭൂമിൻ്റെ ഇടയിൽ ഒരു കസേര നിർമ്മിച്ചിട്ട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അവിടെ പോയിരുന്നു. ഇങ്ങനെ ഉണ്ടാവുമോ? അത് അള്ളാൻ്റെ ദർജ വരുന്ന ആളുകൾക്കൊന്നുണ്ടോ? അല്ലാത്ത ആളുകൾ തന്നെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കല്ലേ. സൂര്യനും ചന്ദ്രനിലേക്കും ജനങ്ങൾ പോവല്ലേ. അത് വരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. റസൂലുള്ളാഹിനെ അല്ലാഹു തആല ഉലൈക യുജ്സൗനൽ ഖുർഫ എന്ന ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അള്ളാഹിൻ്റെ അടിമകളെ അള്ളാഹു വലിയ മണ്ഡപങ്ങൾ നൽകി ആദരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഉലൈക യുജ്സൗനൽ ഖുർഫ, ഖുർഫത്തിന് നൽകി ആദരിച്ചു. അവിടെ പോയി നോക്കുമ്പോൾ ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ. ഭൂമി ഒരു കോട്ടി പോലെ, കുട്ടികൾ കളിക്കുന്ന കോട്ടി പോലെ, കോഴിമുട്ട പോലെ എൻ കയ്യിലെന്നോവർ. ചുറ്റുഭാഗത്തേക്ക് നോക്കിയാൽ കാണും. അപ്പം അവിടുന്ന് ആര് വിളിച്ചാലും വല്ലേ നീലത്തെന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇവിടുന്ന് വിളിച്ചാലും യാ ഹുസ് യാ മഹീദ്ദീൻ എന്ന് വിളിച്ചാൽ വായ്പൂടുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനികളെ, പ്രിയപ്പെട്ട ഈമാനുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അതാണ് മൊയ്തീൻ ശൈഖ് തങ്ങൾ. വലിയ കഠിനാധ്വാനം, ഇൽമിൻ്റെ ബഹറും അല്ലാഹു റസൂലിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തിൽ ജനിച്ച മഹാനുമാണ് റസൂലുള്ളാഹി തങ്ങൾ. ആ മഹാൻ ലോകത്തുള്ള മുഴുവനത്തിനെയും കാണാനുള്ള കഴിവ് അല്ലാഹു തആല തനിക്ക് നൽകിയിരുന്നു. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അതാണ്. ഷെയ്ഖുന ശംസുൽ ഉലമ പറയാറുണ്ട്, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു മുരീദിനെ തൻ്റെ കൽബ് കാണാൻ ഷെയ്ഖിന് കഴിയണം. മുരീദിൻ്റെ കൽബ് മാത്രം കണ്ടാൽ പോരാ, വാപ്പാനെ സംബന്ധിച്ച് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ ലൗഹിലേക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയണം. ലൗഹില്ലാതെപ്പോഴും എൻ കണ്ണ് എന്നോവർ, എൻ്റെ കണ്ണെപ്പോഴും ലൗഹിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ശൈഖുന ശംസുൽ ഉലമയും ലൗഹ് നോക്കി സംസാരിക്കുന്ന ആളായിരുന്നു. ശൈഖുനാൻ്റെ ഉപ്പ കോയട്ടി മുസ്ലിയാരും ഷെയ്ഖുൽ ഖാദിരി തരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്നു. കൽബ് കണ്ടറിയാനുള്ള കഴിവുണ്ടായിരുന്നു അവർക്കൊക്കെ. ശൈഖുന ശംസുൽ ഉലമ ജാമിഅ നൂരിയയിലും നന്ദി ദാറുസ്സലാമിലൊക്കെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ സെലക്ഷൻ നടത്തൽ എങ്ങനെയാ? ഇൻ്റർവ്യൂ നടത്തൽ. കാല് മുതൽ തല വരെയും തല മുതൽ കാല് വരെയും ഒരൊറ്റ നോട്ടം നോക്കും. അതിൽ മനസ്സിലാക്കും ഇവനാരാണ്. ചിലരോട് പറയും നീ പുറത്തു പോ. മുൻ പരിചയമില്ലാത്ത ആളുകളൊക്കെ തന്നെയാണെങ്കിലും പഠിക്കാൻ വേണ്ടി 10-15 കൊല്ലം കിതാബ് ഓതിയതിന് ശേഷം ജാമിഅ നൂരിയയിലോ പേരൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്കോ നന്ദി ദാറുസ്സലാമിലേക്കോ പഠിക്കാൻ വരുന്ന പഠിതാക്കളായ പണ്ഡിതന്മാരെ 100-150 പേരെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ചിലരോട് ഇങ്ങനെ ഇങ്ങോട്ട് കടക്കാൻ പറയും, ചിലരോട് പുറത്തു പോകാൻ പറയും. ഇത്തരത്തിൽ അനുഭവമാണ്. ജാമിഅ നൂരിയയിൽ സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഒരാൾ ബോധം കെട്ട് വീണു. മഹാനായ കോട്ടുമൽ ഉസ്താദിനെ വിളിച്ചിട്ട് ശംസുൽ ഉലമ പറഞ്ഞു, കോട്ടുമല കണ്ടോ, ഇനി ഞാൻ ഇൻ്റർവ്യൂ നടത്തുന്നില്ല, ബോധം കെട്ടി കിടക്കുന്നത് കണ്ടോ. അങ്ങനെ പേടിയായിരുന്നു. ചിലർ മൂത്രമൊഴിക്കും, പേടിച്ചിട്ട് മൂത്രമൊഴിക്കും. സിംഹത്തിനെ പോലെ കണ്ടാ വെളുത്ത് തിളങ്ങുന്ന മുഖത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ പലർക്കും ഭയമായിരുന്നു, പലർക്കും പേടിയായിരുന്നു, പ്രത്യേകിച്ച് ഈമാനുള്ള ആളുകൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കൽബ് നോക്കി സംസാരിക്കാന്നുള്ളത് ഒരു സംഭവം ബാത്തിനിയായ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആരിഫികൾക്കുണ്ട്. അപ്പോൾ കോയട്ടി മുസ്ലിയാരുടെ മകനായി ജനിച്ച ഈ മോനെ സംബന്ധിച്ച് കോയട്ടി മുസ്ലിയാർക്കറിയാം എൻ്റെ മോനാരാണ്, ആരാകണം എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. അപ്പം
ഈ കുട്ടിക്ക് കുട്ടിപ്രായത്തിൽ തന്നെ ബുദ്ധി ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള കുട്ടിയായത് കുട്ടിക്ക് അലിഫ് ബ അപ്പം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാ എന്നിട്ട് അലിഫ് പഠിപ്പിച്ചു. പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടി പഠിക്കാൻ കൂട്ടി എഴുത്ത് പഠിപ്പിച്ചു, ഒക്കെ എഴുതാൻ പഠിച്ചു, ഓതാൻ പഠിച്ചു, ഖുർആൻ മനഃപ്പാടമാക്കി വിരുന്ന് പ്രായത്തിൽ തന്നെ കേട്ടോ. 8-10 വയസ്സാകുമ്പോഴേക്ക് അൽഫിയത്ത് ഇബ്നു മാലിക്കൊക്കെ മനഃപ്പാടമാക്കിയാണ്. ഇബ്നു മാലിക്കിൻ്റെ അൽഫിയ പഠിക്കാത്തവൻ ആരാ? നഹ്വിൻ്റെ ഇൽമില്ലാത്തവൻ ഹുത്തുഖിറ, ഓൻ നിസാരനാക്കപ്പെടും. നഹ്വിൻ്റെ കായിക അനുസരിച്ചിട്ട് കിതാബ് വായിക്കണം, ഇല്ലയോ പരിഹാസ്യനാവും കേട്ടോ. അപ്പോൾ അൽഫിയത്ത് ഇബ്നു മാലിക്ക് 1-ാമത്തെ ബെയ്ത്ത് മുതൽ 1000-ാമത്തെ ബെയ്ത്ത് വരെയും 1000-ാമത്തെ ബെയ്ത്ത് മുതൽ 1-ാമത്തെ ബെയ്ത്ത് വരെ മേപ്പെട്ടും കീപ്പെട്ടും മനഃപ്പാടം ചൊല്ലും. ആര്? ശംസുൽ. ഉപ്പാൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാ കേട്ടോ. പിന്നെ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും മുഖ്തസറുൽ മആനി, ശർഹ്, തഹ്ദീബ്, മന്തിഖ്, മആനി ഒക്കെ മഹാനായ ഉപ്പയിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ കിതാബ് മുത്താല ചെയ്യാനും ദർസ് നടത്താനും പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഹൈസ്കൂളിൽ പോകുന്നുണ്ട്, കോഴിക്കോട് ഹിമായത്ത് ഹൈസ്കൂളിൽ. ഹിമായത്ത് ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ റൂമിൽ രാത്രി 2 മണിക്ക് ഉപ്പ തഹജ്ജുദിന് നിസ്കരിക്കാതെ മോൻ തഹജ്ജുദിന് എഴുന്നേറ്റുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വാതിൽ തുറന്ന് നോക്കുമ്പോൾ മോൻ അവിടെ വായിക്കുകയാണ്. എന്താ വായിക്കുന്നത്? ബൈബിളാണ് വായിക്കുന്നത്. കുട്ടീൻ്റെ ബുദ്ധി കണ്ടപ്പോൾ സ്കൂളിലെ പാതിരി മാസ്റ്റർ 2 ബുക്ക് കൊടുത്തതാണ്. ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ന്യൂ ടെസ്റ്റമെൻറ്റ് 2 കോപ്പി കൊടുത്തതാണ്. ഈ അട്ടിയുണ്ട്, ഇംഗ്ലീഷിലാണ്. മോനെന്തായി വായിക്കുന്നത്? മാസ്റ്റർ തന്നതാണ്, ബൈബിളാണ്. മോൻ വായിച്ചു തോന്നണം, കുറച്ചും കൂടി ഇന്ന് തന്നെ നാളെ ക്ലാസ്സിന് വരുമ്പോൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ വായിച്ച് തീർക്കുകയാണ്. തീരാനായോ? 2-ാമത്തെ കോപ്പിയും വായിച്ച് തീരാനായി. നമ്മൾ വായിച്ച് തീർത്താൽ നാളെ സ്കൂളിൽ പോകണ്ടായി പുസ്തകം അവിടെ കൊടുത്തിങ്ങോട്ട് പോരേണ്ടത് ബൈബിളേ. കാരണം ഈ കുട്ടിക്ക് ഇംഗ്ലീഷിൽ ഈ കുട്ടി ഏറ്റവും വലിയ പണ്ഡിതനായി, വലിയ പണ്ഡിറ്റായി എന്ന് ബഹുമാനപ്പെട്ട ഒപ്പം മനസ്സിലാക്കാം. നേരത്തെ തങ്ങൾ പറഞ്ഞ ഉദ്ഘാടന ഭാഷണത്തിൽ അങ്ങനെ സ്കൂളിൽ പോകാതായി. മാഷ് തിരഞ്ഞു വന്ന് കുതിരവണ്ടിയിൽ, കോഴിക്കോട് ഹിമായത്ത് സ്കൂൾ ഹെഡ് മാസ്റ്റർ കുതിരവണ്ടിയിൽ പറമ്പക്കടവിലേക്ക് വരികയാണ്. കുതിരനെ പോയിൻ്റക്കര കെട്ടിക്കര തോണി കടന്നിട്ട് മഹാനായ കോട്ടിമുസിയാരെ വീട്ടുമുറ്റത്ത് കോഴിക്കോട് ഹിമായത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമായ നിങ്ങളുടെ അബൂബക്കർ മോനെ നിങ്ങൾ സ്കൂളിലേക്കണം, ഞങ്ങൾക്ക് അഭിമാനമാണ്. ആ കുട്ടി പഠിക്കാതിരുന്നാൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. അത്ര കണ്ട് നല്ല അച്ചടക്കമുള്ള, അദബുള്ള, നല്ല ശിക്ഷണമുള്ള, ഏറ്റവും വലിയ ബുദ്ധിമാനിയായ, ഓർമ്മശക്തിയായ കുട്ടിയാണ് ഉസ്താദെ നിങ്ങളെ മകൻ നിങ്ങൾ സ്കൂൾ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പ പറഞ്ഞു, ഭൗതികമായി എൻ്റെ കുട്ടി പഠിക്കാനുള്ളത് മുഴുവനും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അവനെ അല്ലാഹു തആലാൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവനെ എൻ്റെ വീട്ടിൽ നിന്നുള്ള പഠനം നിർത്തിയിട്ട് മടവൂരിൽ കുഞ്ഞുമായി മുസ്യാർ ദർസിലേക്ക് കൊണ്ട് ചേർക്കാൻ ആഗ്രഹിക്കുക. സി എം വലിയുള്ളാൻ്റെ ഉപ്പ, അത് ശംസുൽ ഉലമയുടെ കുടുംബമാണ്. മഹാനായ സി എം വലിയുള്ള എന്ന് പറയുന്ന മഹാനായ വലിയ മടവൂരിലെ മഹാനായ വലിയ ശംസുൽ ഉലമയുടെ അടുക്കൽ 5 കൊല്ലം കിതാബോധിയെ പഠിച്ച മുതഅല്ലിമും ശംസുൽ ഉലമയുടെ മുരീദുമാണ്. സി എം വലിയുള്ളാഹിയുടെ യഥാർത്ഥ ഷെയ്ഖാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ് വലിയുള്ളാഹിയുടെ പ്രധാനപ്പെട്ട ഗുരുനാഥനും ഷെയ്ഖും. തളിപ്പറമ്പ് കുമ്പത്തിൽ ഇസ്ലാം അറബി കോളേജിൽ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ അടുക്കൽ 100 ചില്ലാനം അരിമികൾ പഠിച്ചു. ആരാണ് ആ പണ്ഡിതന്മാർ? കെ കെ അബൂബക്കർ ഹസ്രത്ത്, ഉള്ള ആൾ കുഞ്ഞിക്കോയത്തങ്ങൾ എന്ന് പറയുന്ന കരുന്തിരുത്തി കുഞ്ഞിക്കോയത്തങ്ങൾ, അതുപോലെ തന്നെ ആലിക്കുട്ടി മുസ്ലിയാർ, കരുന്തിരുത്തി ആലിക്കുട്ടി മുസ്ലിയാർ പോലെയുള്ള കോയോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ഇ കെ അസം മുസ്ലിയാരെ പോലെയുള്ള 100 ചില്ലാനം അരിമകളുടെ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു വലിയുള്ളാഹി മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ, മടവൂരിൽ അന്തിയുറങ്ങുന്ന മഹാൻ. തൻ്റെ ഉപ്പ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ മകനെ അബൂബക്കർ മോനെ ആ ദർസിൽ കൊണ്ടുപോയി ചേർത്തി. ഒരാഴ്ച മാത്രമേ അവിടെ നിന്ന് പഠിച്ചുള്ളൂ. ആ കുട്ടികൾക്കൊക്കെ വളരെ പേടിയും അവിടെ പഠിച്ചിരുന്ന അരിമികൾക്കൊക്കെ വലിയ ബഹുമാനവും സ്നേഹവും ഉള്ള ഈ വിദ്യാർത്ഥി, മുടി മുളക്കാത്ത ഈ വിദ്യാർത്ഥി ഒരാഴ്ചക്കാലം മാത്രമേ അവിടെ താമസിച്ചുള്ളൂ. അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഉസ്താദ് മാത്രമല്ല, മഹാനവറുകൾ പറയാറുണ്ട്. ഷെയ്ഖുനാ ശംസുൽ ഉലമ എന്നോട് പറഞ്ഞാൽ ഓർക്കുകയാണ്, എനിക്ക് പെരുത്തുസ്താദുമാരില്ല, എൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദും ഷെയ്ഖും എൻ്റെ ഉപ്പ തന്നെ. അവിടെ അടിവരയുടെ ഉണ്ട് ഒരു
ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പ മരിക്കുന്നത് വരെ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് വീട്ടിൻ്റെ മുന്നിലൂടെ ഞാൻ കടന്നു ചെന്നിട്ടില്ല. അടുക്കളയിലൂടെയാണ് ഉപ്പാനെ കാണാൻ ചെല്ലുക. പിന്നിൽ നിന്നിട്ട് സലാം പറഞ്ഞ് സംസാരിക്കൂ. അതമിൻ്റെ ശക്തിയാണത്. വാപ്പ മരിക്കുന്നത് വരെ വീട്ടിൻ്റെ മുന്നിലൂടെ കൊലായിലൂടെ ഞാൻ കയറി ചെന്നിട്ടില്ല. പിന്നിലൂടെ ചെന്നിട്ട് വൈകി പോയിട്ട് സലാം പറയും. എൻ്റെ പ്രധാനപ്പെട്ട ഷെയ്ഖും എൻ്റെ ഉസ്താദും ഉപ്പ തന്നെ. അവിടെ എനിക്ക് പെരുത്ത് ഉസ്താദന്മാർ തോന്നേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ പോകാൻ പോകും. എവിടെയാ പോവുക? പോണടുത്തു നിന്നൊക്കെ എങ്ങനെ ദർശനം നടത്തിക്കൊണ്ടാണ് പോക്ക്. 12 കൊല്ലം ഞാൻ കിതാബ് മൊത്താലയ്ക്ക് വേണ്ടി, കിതാബ് മൊത്താല ചെയ്യാൻ വേണ്ടി ഉലകം ചുറ്റിയെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ട് 12 കൊല്ലം. എവിടെയാണ് അമൂല്യമായ ഗ്രന്ഥമോ നോക്കാൻ അവിടെ പോയിട്ട് അത് നോക്കി തീർന്നേരം അവിടെ പിന്നെ അവിടുന്ന് പോരും. താന്നൂർ ഇസ്ലാമുൽ ഉലൂമിൽ ദർശനം നടത്താൻ പോയത്, ദർശന് പോയതല്ല, അവിടെ പ്രിൻസിപ്പാളാൻ പോയതല്ല, അവിടെ അസ്ൽ റൗദ നോക്കാൻ വേണ്ടിയാണ് പോയത്. അത് നോക്കി പിന്നെ അവിടുത്തെ മാനേജറാക്കി. അന്യാധീനപ്പെട്ട സ്വത്തുക്കളൊക്കെ ഇസ്ലാമുൽ ഉലൂമിന് ശരിപ്പെടുത്തി കൊടുത്ത് അതിന് മാനേജ്മെൻറ്റ് കൂടിൻ്റെ പദവിയും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലൂം ഇസ്ലാമുൽ ഉലൂമിൽ പിരിഞ്ഞു പോരുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പം അന്നുള്ള പ്രധാനപ്പെട്ട ഉസ്താദുമാർ ആരൊക്കെയാണ്? ദ്വാക്ക് ഇജാബത്തുള്ള ഉസ്താദ് ആരാ? അവർ പൊരുത്തം വാങ്ങണം, അവർ ഇജാത്തും വാങ്ങണം. അതിന് വേണ്ടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അഹമ്മദ് കോയ ഷാലിയാത്തി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ്റെ അടുക്കൽ സഹീഹുൽ ബുഖാരി ഓതാൻ പോയി. 4 മദ്ഹബിലും 10 കൊടുത്തിരുന്ന മഹാനാണ് അഹമ്മദ് കോയ ഷാലിയാത്തി. ചാരിയത്ത് പോയി അവിടെ കിതാബ് ഓതാൻ വേണ്ടി ചേർന്നപ്പോൾ തന്നെ മഹാനവറുകൾ ഷെയ്ഖ് മുറബിയായിരുന്നു. മഹാനവറുകൾ ഈ മുരീദൻ ഈ ശിഷ്യനെ കണ്ടപ്പോൾ തന്നെ ഈ കുട്ടിൻ്റെ കൽബിലേക്കാണല്ലോ നോക്കുക. കുട്ടിനെ കണ്ടപ്പോൾ തന്നെ അത്ഭുതം. മോനെന്തിനാ വന്ന്? ഞാൻ ബുഖാരി ഓതാൻ വന്ന. ആഹാ, എന്നാ ബുഖാരി എടുക്കൊന്നുണ്ടോ ചോദ്യമുണ്ടാക്കി. ബുഖാരി ഓതി, ഒരു ബാബ് ഓതി, കിതാബുൽ ഇൽം ഇങ്ങോട്ട് വായിച്ചു കേട്ടോ. വായിച്ചിങ്ങോട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ 5 മതി എന്ന് പറഞ്ഞു. അങ്ങനെ അർത്ഥം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഓതണ്ട, മോൻ പോയിട്ട് ബുഖാരി ദർസ് നടത്തിക്കോ. ഒരൊറ്റ ദിവസമാണ് അവിടുത്തെ ദർസ്, അവിടുത്തെ ശിഷ്യത്വം. ഒറ്റ ദിവസം പഠനവും ഇജാദത്തും. നമ്മൾ 10-15 കൊല്ലം കിതാബ് ഓതി പിന്നെ സനദിന് വേണ്ടി കോളേജിൽ പോയി 2 കൊല്ലം പഠിച്ച് പിന്നെയാണല്ലോ സനദ് കിട്ടുന്നത്. ഇത് സനദ് അപ്പം കൊടുക്കാം. പൊന്നാനി മുദരിസായിരുന്ന പുതിയാപ്പളത്തറ മുസ്ലിയാർ, കുറ്റ്യാമൂലിയാർ പുതിയാപ്പളത്തറ മുസ്ലിയാർ എന്നാ പറയാം. ഷെയ്ഖാണ്, മഹാനായ പണ്ഡിതനാണ്, ആരിഫാണ്. അവിടെ തുഹ്ഫ ഓതാൻ പോയി. വലിയ ഫഖീഹും മുഫ്തിയായിരുന്നു മഹാനായ പുതിയാപ്പളത്തറ മുസ്ലിയാർ. അവിടെ പോയി തുഹ്ഫ ഓതാൻ ചെന്ന ചരിത്രമുണ്ട്. എന്താ ഒറ്റ ദിവസം കണ്ടപ്പോൾ തന്നെ, കുട്ടീനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, പഠിച്ചോനെ ഈ കുട്ടിക്ക് ഞങ്ങൾ ഓതി കൊടുത്താൽ ബുദ്ധിമുട്ടാവുമല്ലോ. കണ്യത്ത് ഉസ്താദ് ഒരിക്കൽ ഞെരുങ്ങിപ്പോയിട്ടുണ്ട്. കണ്യത്ത് ഉസ്താദിൻ്റെ അടുത്ത് 2 മാസം പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമാണ്. 2 ഘട്ടമായിട്ട് 2 മാസം. ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്തു? മൈബദി എന്ന് പറഞ്ഞ കിതാബ് ഓതി. ഉസ്താദ്മാർക്ക് എന്നെ ഇപ്പോൾ പരിചയമുണ്ടാവില്ല എന്താ മൈബദി എന്ന്. കോളേജുകളിൽ നിന്നൊക്കെ എടുക്കപ്പെട്ടു പോയി. വലിയ കടുപ്പുള്ള സ്ഥലത്ത് ഒരു ചോദ്യം കണ്യത്ത് ഉസ്താദിനോട് ചോദിച്ചതാണ്, മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷേ കണ്യത്ത് ഉസ്താദ് പെട്ടെന്ന് അവിടെ ഞെരുങ്ങിപ്പോയി. പുറത്ത് പോകുമ്പോൾ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പാണ്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കാമെന്നാ കണ്യത്ത് ഉസ്താദിൻ്റെ ശൈലി അതാണല്ലോ. മൂപ്പരെന്ത് ചെയ്യും? പെട്ടിയെടുത്ത് ഒരൊറ്റ പോരലാണ് പോവാന്ന് പറഞ്ഞില്ലേ. മൂപ്പര് ഇരുമ്പിൻ്റെ പെട്ടിയെടുത്ത് പോകുന്നത്. പിന്നെ ആ കണ്യത്ത് ഉസ്താദിന് ബേജാറായി. മൂപ്പര് ആളയച്ച് 2ാമത് വിളിപ്പിച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസത്തെ കഴിഞ്ഞ ശേഷം വീണ്ടും മാട്ടൂരിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഓതി കൊടുത്തു. വലിയ രസമാണ്. പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ കണ്യത്ത് ഉസ്താദ് അവിടുത്തെ സദർ മുദരിസായിരുന്നു മൂപ്പരെ പേര്. ശംസുൽ ഉലൂം പ്രിൻസിപ്പാളും. മൂപ്പര് ചോദിക്കും, ആരാണ് ഇതിൽ വലിയ ആളാരാ? ശംസുൽ ഉലൂമിനോട് തന്നെ ചോദിക്കൂ, പ്രിൻസിപ്പാളോ സദറോ സദർ മുദരിസോ വലിയ ആൾ? രണ്ടും ഒന്നിനാണ് അർത്ഥം. അപ്പോൾ അത് സദർ മുദരിസാന്ന് പറയാം. വലിയ സന്തോഷമാകാൻ കണ്യത്ത് ഉസ്താദിന്. പക്ഷേ ശംസുൽ ഉലൂം ദർസ് നടത്തുമ്പോൾ ബുഖാരിയും തോപ്പോൾ ഓതി കൊടുക്കുമ്പോൾ അവിടെ ജനൻ്റെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് ജനൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ശംസുൽ ഉലൂമിൻ്റെ ബയാന് കേട്ടിട്ട് ഇങ്ങനെ ചാടി കളിക്കും കണ്യത്ത് ഉസ്താദ്. അങ്ങനെ തന്നെ പറയും. ഞാൻ പറഞ്ഞൊന്നും മാറിയല്ലോ, അതിനേക്കാളും കൂടുതൽ നീ വിശദീകരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്ലാദഭരിതനാവും. കണ്യത്ത് ഉസ്താദ് പറയുന്നുണ്ട്, എൻ്റെ മുന്തിയ ശിഷ്യനാണ് ആര്? കെ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ പ്രധാന ശിഷ്യന്മാരാരാ? എൻ്റെ മുന്തിയ ശിഷ്യൻ കെ തന്നെ എന്നാ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാലേ ബഹുമാനപ്പെട്ടവർ പൊന്നാനി പിന്നെ ദർസിൽ ചൊല്ലി പഠിക്കാൻ വേണ്ടി അവിടെ ചെന്ന സമയത്ത് പുതിയാപ്പളത്തറ മുസ്ലിയാർ ഈ കുട്ടീൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഓതാൻ വന്നതാണാ? അങ്ങനെ ഓതൊക്കെ ഉണ്ടാക്കി അതുപോലൂടി അത്തേപ്പള്ളിയിൽ ഓതാൻ ചെന്നിരുന്നപ്പോൾ സമയത്ത് തുഫ വായിക്കാൻ പറഞ്ഞു. വായിച്ചു കൊടുത്തു. ഒരു പേജും കെട്ട് വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു, മോനെ ഞാൻ ഇതിനർത്ഥം വെച്ചാൽ മോൻ ദർശനം നടത്തിയാൽ മതി. അങ്ങനെ ഓതി കൊടുത്തു. തുഫക്ക് ഇജാത്ത് കൊടുത്തു. തുഫ അനുസരിച്ച് 10 കൊടുക്കാനും
ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുക്കാനും തുഹഫ മുഴുവൻ ദർസ് നടത്താനുള്ള ഇജാസത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതാ പറഞ്ഞ എനിക്ക് പെരുത്ത് ഉസ്താദന്മാരില്ലടോ. എന്നോട് പറഞ്ഞാൽ വേറെ ആരോടോ പറഞ്ഞോ എനിക്കറിയില്ല. എൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദും ഷെയ്ഖും എൻ്റെ ഒപ്പ തന്നെ. നോക്കുങ്ങൾ ഈ ശംസുലുമൻ്റെ കിതാബ് ഓതിയിട്ട് ശംസുലുമനെ ആക്ഷേപിച്ച മണ്ടന്മാരെ ഹംഖീങ്ങൾ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. 5 കൊല്ലം ഞാൻ പഠിച്ചിട്ട് അങ്ങോട്ട് എടുത്തപ്പാന്ന് പറഞ്ഞ ഹംഖീങ്ങളുടെ ഈ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തൊരു വിവരക്കേടാ. കുരുത്തക്കേട് കെട്ടി മരിച്ചുപോയി. അവരൊക്കെ കുരുത്തം കെട്ടി മരിച്ചുപോയി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരോട് വിരോധം പറയല്ല. നേരത്തെ പറഞ്ഞ പിളർപ്പല്ല, പുറത്താക്കിയതാ 5-6 6 പോയടാന്ന് പറഞ്ഞ് പുറത്താക്കി. അത് കേട്ടാ പിന്നെന്താ കാട്ടുന്നത്? പുറത്താക്കി. ഇപ്പം 1 ബാക്കിയുള്ളൂ. ബാക്കി മുഴുവനും മരിച്ചു. അവരെ പണി വെറും പിത്തനകൾ മാത്രം. അള്ളാഹു അവരെ തൊട്ട് ഈ സമുദായത്തിനെ കാത്തുരക്ഷിക്കട്ടെ കേട്ടോ. എന്താ അവർ പറഞ്ഞേ? 5 കൊല്ലം ഞാൻ പഠിച്ചിരുന്നില്ല, നാടെടുത്തോന്ന്. ബഹുമാനപ്പെട്ടവരിത് കേട്ടപ്പോൾ പറഞ്ഞു, ഞാനതിങ്ങോട്ട് വലിച്ചെടുത്തിന്. അപ്പോൾ അതുകൊണ്ട് അവർ ഉള്ളു ഹാളായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആൾ തന്നെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവേ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യണേ റബ്ബേ. ഉസ്താദ്മാർ പൊരുത്തം തരണേ തമ്പുരാനെ. ചുരുക്കി പറഞ്ഞാൽ ഈ പൊരുത്തത്തിൽ ഈ കുട്ടി അങ്ങോട്ട് വളർന്നു. ഓതുന്ന ദർസിൽ കറാമത്തുകൾ, ഓതി പഠിക്കുന്ന ദർസിൽ കറാമത്ത്. കടവത്തൂർ മമ്മൂസിയാർ എന്ന് പറഞ്ഞ മഹാനായ വരികിൻ്റെ എത്തി കിതാബ് എന്ന സമയത്ത് 100 ചില്ലാനം ഉസ്താദ്മാർ പഠിക്കുന്നുണ്ട്. കൂട്ടിലങ്ങാടി ബാപ്പുമുസിയാർ എന്ന് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവിടെ ഉണ്ടായൊരു സംഭവം കൂട്ടിലങ്ങാടി ബാപ്പുമുസിയാർ വിവരിക്കുകയുണ്ടായി. എന്തെന്നാ സംഭവം? അവിടെ മുമ്പ് വായിച്ചു ചോദിക്കോളൂ. കിതാബ് വായിച്ചോദ്യോ. ദർസിൽ തന്നെ വായിച്ചോന്ന ഒരു പരിപാടിയൊക്കെ പണ്ടുണ്ട്. ഇപ്പം ദർസൊക്കെ പൊളിഞ്ഞതേ. എന്താ വായിച്ചോത്തെന്ന് ആർക്കും അറിയില്ല. വായിച്ചോതി കൊടുക്കും. അസന്റേഷൻ വായിച്ചോതി കൊടുക്കുമ്പോൾ ആരൊക്കെയാണ് ഓതാൻ വരിക? പാറക്കടവിൽ മുദരിസ്, കാങ്ങാട്ടോർ എന്ന് പറയുന്ന നാദാപുരക്കാർ ബഹുമാനിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് ഓർ എന്ന് പറയും. കാങ്ങാട്ടോർ ശംസുലുലമൻ്റെ കടവത്തൂർ ദർസ് കേൾക്കാൻ വേണ്ടി പാറക്കടവിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറം നടന്നു വന്നിട്ട് ദർസ് ചൊല്ലി കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനത്തെ ദർസിൽ ധാരാളം മാലിമികൾ വന്നു ചേരും. അപ്പോൾ ആ ദർസിലുള്ള ഒരു സുന്ദരനായ സുമുഖനായ ഒരു തലപ്പാവ് ധരിച്ച താടിയൊക്കെ ഉള്ള ഒരു വലിയ മൊയിലാർ ആ കൂട്ടത്തിൽ ഓതാനിരിക്കും. അവിടുത്തെ ശിഷ്യന്മാരിൽ 100 ചില്ലാനും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മുത്തഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുത്തഅല്ലിമാണ്. പക്ഷെ ആൾ സദസ്സിലേക്ക് വന്നാൽ, ശംസുലുലമൻ്റെ ദർസിലേക്ക് വന്നാൽ ശംസുലുലമ കിതാബ് കൂട്ടി എഴുന്നേറ്റ് പോകും. അയാൾ വന്ന് സലാം പറഞ്ഞാൽ സലാം മടക്കൂല. അപ്പം ആളുകൾക്കൊക്കെ ഒരു വിഷമം. എന്താ ഓൻ ഇങ്ങോട്ട് നമ്മൾ സദസ്സിലേക്ക് വരണ്ട, നമ്മൾ ഓത്ത് മുടങ്ങല്ലേ, ഓൻ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ തൃക്കരിപ്പൂർക്കാരൻ അബ്ദുള്ള മുസ്ലിയാർ ചോദിക്കേണ്ടായി നിങ്ങളെന്താണ് ആ മൂല്യാർ വരുമ്പം മാത്രം എഴുന്നേറ്റ് പോകുന്നത്? അയാൾ സലാം പറഞ്ഞാൽ നിങ്ങൾ സലാം അടക്കുന്നില്ല, എന്താണ് ഇതിൻ്റെ കാരണം? ഞങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് മഹാനായ ഉസ്താദിനോട് തൃക്കരിപ്പൂർ അബ്ദുള്ള മുസ്ലിയാർ ചോദിക്കാനിടയായി. അപ്പോൾ മഹാനായ ശംസുലുലമ പറയുണ്ടായി, തൃക്കരിപ്പൂരെ നീ അവനെ സംബന്ധിച്ച് എന്നോട് മിണ്ടിപ്പോവണ്ട, ഞാനവൻ്റെ ഖൽബിൽ കുഫ്രിയത്ത് വാസനിക്കുകയാണ്. അവൻ്റെ സലാം ഞാൻ മടക്കൂല. അവൻ എൻ്റെ മജ്‌ലിസിൽ ഇരുന്നാൽ അള്ളാൻ്റെ അദാബ് ഇറങ്ങും. ആളുകൾ ഞെട്ടിത്തെറിച്ചു. മഹാനായ ശംസുലുലമ ബേലൂരിൽ പോയി അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഖാദിയാനിസം കേരളത്തിൽ വരുന്നത്. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പുതിയ നുബുവത്ത് മാധവുമായി ഇവിടെ രംഗത്ത് വന്നപ്പം കോഴിക്കോട്ടും കണ്ണൂരും അതിൻ്റെ പ്രാസംഗികന്മാർ വന്നു. കോഴിക്കോട്ട് ഖാദിയാനി കുഞ്ഞമ്മദാണ്, വലിയ പണ്ഡിതനാണ്. കണ്ണൂരിൽ ഈ ഖാദിയാനിൻ്റെ പ്രചാരകനായി കാഫറാണെന്ന് സംശയിച്ചാൽ കാഫറായി പോകും. ആ ജാതിയാണ് ഖാദിയാനിസം. ആ ഖാദിയാനിസത്തിൻ്റെ പ്രാസംഗികനായി വന്നത് കടവത്തൂരിലെ ശംസുലുലമ 8 കൊല്ലം മുമ്പ് ഞാൻ അവൻ്റെ കൽവിൽ കുഫ്രിയത്ത് വാസനിക്കുന്നു എന്ന ആളാണ് കണ്ണൂരിലെ വലിയ ഖാദിയാനിലെ പ്രഭാഷകനായി. മൂപ്പര് 8 കൊല്ലം മുമ്പ് തന്നെ മഹാനവറുകൾ കണ്ടു. കാരണം ഈ കുട്ടി അത്ഭുത ബാലനാണ്. ഇതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രം കൂടുതൽ പറയേണ്ടതില്ല. അങ്ങനെ ഒരു ആളങ്ങോട്ട് പഠിച്ചു വരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ബേലൂരിലേക്ക് പോകണം. ആർക്ക്? ശംസുലുലമക്ക് വയസ്സ് 17 ആയിട്ട്. ബേലൂരിലേക്കൊക്കെ ആ കാലത്ത് പോലെ 30-35 വയസ്സുള്ള ആളുകൾ.
15 20 കിതാബ് ഓതിയിട്ട് സനത് വാങ്ങാൻ അപൂർവ ആളുകളെ പോവുള്ളൂ. അവിടെ പോയി അവിടുന്ന് 2 കൊല്ലം ഓതി അവിടുന്ന് സനത് വാങ്ങി വരുന്ന ബാഖവി ആലിമീങ്ങൾ ബാഖിയാത്തു സാലിഹാത്തിലേക്ക് പോകുന്ന പതിവുണ്ട്. അതിന് ഒരുപാട് ഇൻ്റർവ്യൂ ഇവിടെ നടന്നിട്ടാണ് പോവുക. കോയാട്ടി മുസ്ലിയാർ തൻ്റെ മോനെ ബേലൂരിലേക്ക് മകൻ അതിയായ ആഗ്രഹം ബേലൂരിലേക്ക് പോകണം. അല്ല മോനെ എന്നോട് പുതിയാപ്പിള മുമ്പിൽ ഒരു ദർശനം നടത്തിക്കോന്ന് പറഞ്ഞില്ലേ, പോരപ്പാ എനിക്ക് അവിടെ ബേലൂർ പോകണം. നമുക്ക് ശാരിയാത്തി ഹദീസ് ദർശനം നടത്തിക്കോന്ന് പറഞ്ഞിട്ടില്ലേ, ഇജാസ് തന്നില്ലേ, പോരെ. അപ്പോൾ എനിക്ക് ബേലൂർ പോകണം. അവിടെ ബാനി ഹസരത്തുണ്ട്, അബ്ദുസമദ് ബാനി ഹസരത്തിനാൽ നിർമ്മിക്കപ്പെട്ടതായ ബാക്കിയാത്ത് സ്വാലിഹാത്ത്. അവിടെ അബ്ദുറഹീം ഹസരത്ത്, ലിയാവുദ്ദീൻ ഹസരത്ത്, അബ്ദുസമദ് ഹസരത്ത് പോലെയുള്ള ഷെയ്ഖാദം ഹസരത്തിനെ പോലെയുള്ള മഹാന്മാരായ അനഫി പണ്ഡിതന്മാരുണ്ട്. അവരത്ത് എനിക്ക് കിതാബ് ഓതിയിട്ട് പൊരുത്തം വാങ്ങണം ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പ ഈ മോനും കൂട്ടി ശാരിയാത്തിൻ്റെ അടുക്കൽ ചെന്നു. അന്ന് അങ്ങനെ ഇന്നത്തെ മാതിരി മുളത്തിൽ സനതുമില്ല. ഇന്നിപ്പോൾ ഒരു കൊല്ലം കിതാബ്, 2ാമത്തെ കൊല്ലം സനതുകൊണ്ട് തടഞ്ഞു പോകും ഹൈവേയിൽ. അതിന് മാത്രം സനത് കൊടുക്കുന്ന കോളേജുകളും. അത് ആരും എവിടെ പഠിച്ചു എന്നറിയില്ല. പെട്ടെന്ന് കാണാൻ ഒരു ബിരുദധാരിയായി ഇങ്ങോട്ട് രംഗത്ത് വരുന്നത്. അങ്ങനെയല്ല. അന്ന് പഴയകാലത്ത് ശംസുലമൻ്റെ കുട്ടിക്കാലത്ത് അഹമ്മദ് ഷാരിയാത്തിൻ്റെ മുമ്പൊക്കെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങപ്പാപ്പാൻ്റെ അടുത്താ പോലെ. മുല്ലക്കോയ തങ്ങപ്പാപ്പാൻ്റെ ശേഷം അഹമ്മദ് കോയ ഷാരിയാത്തിൻ്റെ ദർസ് പോവും. അവിടെ ഉസ്താദിൻ്റെ ഒരു പരിശോധന ഉണ്ട്. ശംസുലമൻ അവിടെ പരിശോധിക്കാൻ നല്ല കടുപ്പുള്ള കിതാബാണ് പരിശോധിക്കുക. ഖുലാസ എന്ന് പറഞ്ഞ കിതാബുണ്ട്. പഴയകാലത്തെ അലിമീങ്ങൾ കണക്കിന് ഏറ്റവും നല്ല താല്പര്യം എടുത്ത് ഓതുന്ന കിതാബാണ് ഖുലാസ. അതിലേറ്റവും കടുപ്പമേറിയ ഒരു കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടീനെ അബൂക്കർ മോനെ പരിശോധിക്കാൻ വേണ്ടി എഴുതി കൊടുത്തു. ഇതിൻ്റെ ആൻസർ ജവാബ് എഴുതുമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ മേശപ്പുറത്തേക്ക് ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ഈ പേപ്പർ നോക്കിയിട്ട് എന്ത് ചെയ്ത് അതിന് മറുപുറത്ത് അതിന് ആൻസർ എഴുതി. അമുഖശാലിയാത്തിക്ക് നേരത്തെ അറിയാം, ഞെട്ടിപ്പോയി. ഞാൻ വളരെ കൂടുതൽ നേരം ഇരുന്ന് കണക്ക് കൂട്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കണക്കാണ്. പെട്ടെന്ന് ജവാബ് ഉപ്പാനോട് പറഞ്ഞു, കോയാട്ടിമില്ലിയാരോട്, നിങ്ങൾ ഓനെ നല്ലൊരു ദർശ ഏൽപ്പിച്ചു കൊടുത്തു. ഓനെന്തിനാ ബേലൂർ പോണേ, അവനെന്തിനാ ബേലൂരിലാക്കുന്നേ? ആര്? അമുഖശാലിയാത്തി. ഈ കുട്ടി ഇപ്പാൻ്റെ തുണിക്കൊന്തൽ പിടിച്ച് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, പോകണം. അങ്ങനെ എന്നാൽ പോയിക്കോട്ടെ, അവൻ അവിടുത്തെ പൊരുത്തൊക്കെ വാങ്ങി വന്നോട്ടെ എന്ന് പറഞ്ഞ് ബേലൂരിലേക്ക് പോവുക. ബേലൂരിൽ ചെന്ന സമയത്ത് അവിടെ അവിടുത്തെ സെലക്ഷന് വന്ന ആലിമീങ്ങൾ വലിയ താടിയും തലപ്പാവുള്ള നീളക്കുപ്പായിട്ട ആളുകളാണ്. ഈ 17 വയസ്സായ ആൾ താടി മീശും മുളച്ചിട്ടില്ലല്ലോ. മൂപ്പർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ? അന്നൊക്കെ അങ്ങനെ. ഇന്ന് ഇരുമ്പുചോല ദർസിൽ കൈപ്പറ്റ വിരാട്ടി മുസ്ലിയാർ ദർസിൽ പോയി ചേർക്കാൻ വേണ്ടി എന്നെ കൈപ്പറ്റ കുഞ്ഞുമാമ മുസ്ലിയാർ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കുമ്പോൾ കൈപ്പറ്റ വീരാട്ടി വില്ലിയാർ പറഞ്ഞു, ഇവിടെ കുട്ടികളെടുക്കൂല. ഇന്നത്തെ മാതിരല്ല. അന്ന് ദർസിലെടുക്കണം തന്നെ ഒരു കുറച്ച് പ്രായം കിതാബ് കോതിയ ആളുകൾ വലിയ ദർസിലെടുക്കുള്ളൂ. മൂപ്പരാൾ ചെന്നപ്പോൾ ഒരു പൊന്നാനി തൊപ്പിയും ഒരു സ്ലാക്ക് ഷർട്ടും, ഇത്രേ പ്രായമുള്ളൂ. വലിയ ആലിമീങ്ങൾ ധരിക്കുന്ന തലപ്പാവൊന്നും ചെറിയ കുട്ടികൾ ധരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണല്ലോ. തലയെ കെട്ടിയുള്ള താടിക്കൊക്കെ ഒരു കണക്കുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ നീളുന്നതായതുകൊണ്ട് എല്ലാവരും നീട്ടിക്കൂടും കണക്കിലേറെ കേട്ടോ. തുണിഷാപ്പിൽ കയറിയാൽ തുണി കൂടുതൽ കിട്ടുകൊണ്ട് കുപ്പായത്തിൽ നീളും കൂടും ഇല്ലേ? ഗൾഫ് തുണിയൊക്കെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും കുപ്പായം പോൾക്ക് നിസ്കാര കുപ്പായ നല്ല തന്നെ, സുന്നത്തൊക്കെ തന്നെയാണ്. പക്ഷെ പണ്ഡിതൻ ധരിക്കുന്ന വേഷം പണ്ടാരി ധരിക്കരുത്. കോഴിക്കോട് മേനാട്ട് റോഡിലുള്ള സ്ഥാപനം അടുത്ത പണ്ടാരിമാരൊക്കെ നീളക്കുപ്പായ. ആദ്യം ചോറ്റുകുപ്പായ അടുപ്പിച്ചു. അപ്പോൾ ഓലും അടിക്കാൻ തുടങ്ങി. ഇനി ഓലിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി ഓലിപ്പം എന്ത് ചെയ്ത് നീളക്കുപ്പായ അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ പണ്ടാരിമാർക്കും നീളക്കുപ്പായ. യുഎയിലും ഗൾഫിലൊക്കെ പോയാൽ മീൻ മാർക്കറ്റിൽ എല്ലാ മീൻ കച്ചവടക്കാർക്കും നീളക്കുപ്പായ ഉണ്ടാവും. അതുപോലെ ആയിപ്പോവുക. അത് പാടില്ല. താടിക്കും തലയെക്കെട്ടിനും പണ്ഡിത വേഷത്തിനൊക്കെ ഒരു പ്രത്യേകമായ സ്വഭാവത്തിന് അളവൊക്കെ ഉണ്ട്. അത് ജാഹിലി ധരിക്കാൻ പാടില്ല. എന്തോ ആവട്ടെ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ ഈ വേഷത്തിലാണ് ചെന്നപ്പോൾ തന്നെ ഉസ്താദുമാർ ആരാണ് ആ കുട്ടീൻ്റെ പേരെന്താ അന്വേഷിച്ചു. വാർഡന്മാർ വിട്ട് അന്വേഷിച്ചു. അവിടെ അപേക്ഷ കൊടുത്ത അപേക്ഷയിൽ മുതവൽ ക്ലാസ്സിലേക്കാണ് അപേക്ഷ. ഇവർ ഉസ്താദുമാർ വിചാരിച്ചു 1ാം ക്ലാസ്സിലേക്കോ 2ാം ക്ലാസ്സിലേക്കോ ഇട്ടായിരിക്കുന്ന ഏതാണ് ഈ കുട്ടീനെ സെലക്ഷൻ ഇരുത്തണോ ഇരുത്തണ്ടേന്ന് ചർച്ച. ഉസ്താദുമാർ വലിയ ഉസ്താദുമാരാണ്. ചർച്ച ചെയ്ത് അവർ തീരുമാനിച്ച് അത് സെലക്ഷൻ എത്തേണ്ട പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അതിനാണ് വീരാട്ടിയിലെ ദർശൻ്റെ കഥ പറഞ്ഞത്. കുട്ടീനെ ചേർക്കണ്ടെന്ന് പറഞ്ഞു. അത് മാറ്റി വെച്ചു.
ആ ഫോം മാറ്റി വെച്ചു. കുട്ടീനെ വിളിച്ചു പറഞ്ഞു, മോൻ പോയിക്കോ, ഇവിടെ സെലക്ഷൻ ഇല്ല. അഡ്മിഷനില്ല എന്നല്ല, സെലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഇൻ്റർവ്യൂ എനിക്കില്ല. മുമ്പ് വിഷമിച്ചു. വളരെ താല്പര്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് എത്തിപ്പെട്ടതാണ്. പഠിച്ചം വരാനേ എനിക്കെന്തൊരു കഷ്ടപ്പാടാണ് പഠിച്ചവന്. ഇതുവരെ വന്നിട്ട് ബേലൂരൊക്കെ അക്കാലത്ത് എത്താൻ തന്നെ പണിയത്തലുണ്ട്. ഏതായാലും മൂപ്പര് പോരുമ്പോൾ ചോദിച്ചു, എനിക്കിവിടെ മുദരിസ് പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല, അതിന് ചാൻസ് ദർശനം നടത്താൻ ചാൻസ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഉസ്താദ്മാർ കണ്ണ് തള്ളിപ്പോയത്. എന്താ പഠിച്ചൻ ഈ കുട്ടി ചോദിക്കാൻ, ഈ മീശ മുളക്കാത്ത കുട്ടി ബേലൂർ ബാക്കിയാത്തിൽ ലോകപണ്ഡിതന്മാർ ദർശനത്തുന്ന മുദരിസ്മാർ ദർശനത്തുന്ന ഈ സ്ഥാപനത്തിൽ നൂറുകണക്കിന് വലിയ വലിയ ആലിമ്യങ്ങൾ ഓതിപ്പടിക്കുന്നത് ഈ കോളേജിൽ ബഖിയാത്ത് സാലിഹാത്തിൽ. എന്താണ് ഈ പയ്യൻ തമാശ പറയാണോ? ഏതായാലും ഇൻ്റർവ്യൂവിന് ഇരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും പരിശോധിച്ച് മൂപ്പർക്കുള്ള ആൻസർ പേപ്പർ മൂപ്പർ വളരെ പെട്ടെന്ന് എഴുതി തീർത്തു. അതാ കൊടുത്തു. ഉസ്താദ്മാരൊക്കെ ഞെട്ടി. ആൻസർ പേപ്പറൊക്കെ നോക്കുമ്പോൾ മാർക്ക് 100 മാർക്കിന് തന്നെ എഴുതിയാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു, 99 മാർക്ക് ഇട്ടു. 99 മാർക്കിട്ട് മൂപ്പർ ചോദിച്ചു, എൻ്റെ ഒരു മാർക്ക് എവിടെ, എൻ്റെ ഒരു മാർക്ക് എവിടെ പോയി? ഉസ്താദ്മാരാകെ വിയർത്തു. അവസാനം ഷെയ്ഖാദ് മസരത്ത് പറഞ്ഞു, ആകെ മാർക്ക് മോനെ 100. നീ 100 മാർക്കിന് എഴുതിയിരുന്നു, ഒരു മാർക്ക് ഞങ്ങൾ കുറച്ചത്. എന്നേക്കാൾ നന്നായി ഒരാൾ എഴുതുകയാണെങ്കിൽ ഞങ്ങൾ മാർക്കിന് എവിടേക്കാണ് പോവുക? അതുകൊണ്ടൊരു മാർക്ക് നിങ്ങൾ കുറച്ചൊന്നുമില്ല, 100 എഴുതാത്തത് കൊണ്ടല്ല. ഏതായാലും ഇവിടെ കൂടി ഇരുന്നിട്ട് ഹനഫിയാക്കളായ ഉസ്താദ്മാരാണ്. രണ്ടും രണ്ട് മദ്ഹബാണ്. ഇത് ഷാഫി മദ്ഹബാരനാണല്ലോ ആര് ഈ കുട്ടി. അവരൊക്കെ ഹനഫിയാക്കളും. ചെറുങ്ങനെ ഒരു അസ്വസ്ഥത ആർക്കും മദ്ഹബുകൾ തമ്മിലുണ്ടാവും. അങ്ങനെയാണല്ലോ സംഘടനകൾ തമ്മിലുള്ളതായി തന്നെ ഒരു ചെറിയൊരു മനസ്സിലൊരു ചിന്ത വന്നു, എന്തിനാ ഈ ഹനഫിയായി ഇത്ര വലിയ കുട്ടീനെ ഇവിടെ പഠിപ്പിക്കുന്നത്, പഠിക്കണ്ട, ഈ പോയിക്കോട്ടെ എന്ന്. അങ്ങനെ ഇവർ വിട്ട സമയത്ത് സുബ്ഹാനല്ലാഹ് മൂപ്പർ ദുഃഖം കടിച്ചിറക്കി ഷെയ്ഖ് ബാനി ഹസരത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് താൻ കൊണ്ടുപോയ ഇരുമ്പിൻ്റെ പെട്ടിയും പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുന്ന സമയത്ത് മൂപ്പർ ഗേറ്റുമേലൊരു ബെയ്ത്ത് എഴുതി വെച്ചു. അതൊരു വിഷശക്തിയുള്ള ബെയ്ത്തായിരുന്നു കേട്ടോ. വലിയ അറബിയിലെ ഏറ്റവും വലിയ സാഹിത്യകാരനാണ് മഹാൻ. അത്ര വലിയ സാഹിത്യകാരൻ മൂപ്പര കാലഘട്ടത്തിൽ ദുന്യാവിലുണ്ടായിട്ടുണ്ടാവില്ല. സുബ്ഹാന മൻ ഖലഖൽ അഹനാഫ മിൻ നജസി വശാഫിയ്യത മിൻ മാഇൻ വമിൻ തീനി. സുബ്ഹാനമൻ, അല്ലാഹുവേ നീ എത്ര ഉന്നതനാണ് പടച്ചതമ്പുരാനെ. ഒരല്ലാഹു വളരെ പരിശുദ്ധവാനാണ്. ലോകത്തെ സൃഷ്ടിച്ച് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച തമ്പുരാനെ പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനെ നീ എത്ര ഉന്നതനാണ് റബ്ബേ. ഖലഖ, അല്ലാഹു പടച്ചിട്ടുണ്ട്. അൽ ഹനാഫ, ഹനഫിയാക്കളെ പടച്ചിരിക്കുന്നു. മിൻ നജസി, നജസിൽ നിന്ന് ഹനഫിയാക്കളെ പടച്ചവനെ നീ എത്ര ഉന്നതനാണ്. എൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഞാനെന്ത് തെറ്റാ ചെയ്തത് റബ്ബേ. മഹാന്മാരായ ഔലിയാക്കന്മാരിൽ ആരാൽ സ്ഥാപിക്കപ്പെട്ട ബാഖിയാത്ത് സാലിഹാത്തിൽ പഠിച്ച് കുരുത്തും വാങ്ങാൻ വേണ്ടി സനത് വാങ്ങണമെന്നാക്കി അത്യാഗ്രഹത്തോടുകൂടിയാണല്ലോ തമ്പുരാനെ ഞാൻ നിൻ്റെ ഈ ബാഖിയാത്തിലേക്ക് വന്നിരിക്കുന്നത്. എനിക്കിവിടെ പഠിക്കാനുള്ള അവസരം എന്തുകൊണ്ട് നീ തരുന്നില്ല റബ്ബേ. ഏറ്റവും വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു ഗ്രന്ഥം എഴുതാൻ മാത്രം അർത്ഥവത്തായ ഏറ്റവും വലിയൊരു പദ്യമാണ് മാനവരുകൾ രചിച്ചുണ്ടാക്കിയത്. ഹനഫിയാക്കൾ ഹനഫി മദ്ഹബിൽ മനിയ നജസാൻ, ഷാഫി മദ്ഹബിൽ മനിയ നജസല്ല. വശാഫിഇയ്യത മിൻ മായിൻ വമിൻ തീനി. ഷാഫിയാക്കളെ അസ്ലെ അബുൽ ബസ്റാദ് നബി അലൈഹിസ്സലാമിനെ കളിമണ്ണിൽ നിന്നും തേനിൽ നിന്നും ഈ മനുഷ്യന്മാർ ആദം നബി അലൈഹിസ്സലാമിന് ശേഷമുള്ളവരെ മുഴുവനും ശുദ്ധിയുള്ള മനിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ച അല്ലാഹുവേ നീ എത്ര ഉന്നതനാണ്. അതിനർത്ഥം കേട്ടൊരു ശരിയായ ഒരു ബുദ്ധിമാനി, ഒരു ശരിയായ പണ്ഡിതൻ എഴുതാൻ തുടങ്ങിയാൽ ഒരു ഗന്ധം മോഡലുണ്ടാവും. ഹനഫിയാക്കളായ ഉസ്താദ്മാരും ആരോ വാടന്മാർ ഗേറ്റുമ്പോൾ ഈ ബെയ്ത്ത് എഴുതി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഷെയ്ഖാദ് മസരത്തിൻ്റെ കയ്യിലേക്ക് ഈ ബെയ്ത്ത് കിട്ടിയപ്പോൾ ആകെ തളർന്നുപോയി. ഇത് ആരെഴുതിയതാണ്? ആരാണിത് ഉണ്ടാക്കിയത്? ആര് ഇൻഷാ ചെയ്തു?
അവർ ഒരു കുട്ടി ഇവിടെ നാട് പോയിന്. ആ കുട്ടീൻ്റെ പിന്നാലെ വാർഡന്മാർ വിട്ട് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ ആരാ EK അബൂബക്കർ എന്ന് പറയുന്ന ഈ അത്ഭുത ബാലനാ. ഇവരാകെ ബെർച്ചുപോയി. കാരണം ഹനഫിയാക്കളെ കുത്തിക്കൊണ്ടുള്ള ബെയ്ത്താണ് എഴുതിയത്. പക്ഷെ മൂപ്പര് ലക്ഷ്യം നിയ്യത്തെന്താ? അവിടെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പഠിപ്പിച്ചു 2 കൊല്ലം അവിടെ പഠിപ്പിച്ചെന്ന് മാത്രമല്ല, അന്നത്തെ പരീക്ഷ എഴുതിയ എല്ലാ ആൻസർ പേപ്പറുകളും ഇപ്പം അവിടുത്തെ കുത്തുബ്ഖാനയിൽ സൂക്ഷിപ്പാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒരു ഗന്ധം മോഡലാണ്. പരീക്ഷൻ്റെ സമയത്ത് കുട്ടി മുസ്ലിയാർ നാടെവിടെ? നമ്മുടെ ഭാഗത്താണ്. വേലൂർ പ്രിൻസിപ്പാളായിരുന്നു കുട്ടി മുസ്ലിയാർ തൻ്റെ ശരീക്കായിരുന്നു വേലൂരിൽ. അവിടെ സെലക്ഷന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി സ്റ്റഡി ലീവ് കൊടുത്താൽ എല്ലാവരും നല്ലോണം രാവും പകലും കിതാബും നോക്കും, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി. എന്നാൽ മഹാനവറുകൾ സ്റ്റഡി ലീവ് ആയാൽ ഉടനെ തമിഴ്നാട്ടിലെല്ലാം മക്കാമ സിയാർത്തി ഏർവാടി നാവൂർ മുത്തപ്പാട്ട് അവിടെ പോയി കിടക്കും കേട്ടോ. പുണ്യ മസാറുകളിലൊക്കെ പോയി സിയാർത്ത് ചെയ്യും. പരീക്ഷ നിന്ന് രാവിലെ പരീക്ഷ ആളിലേക്ക് എത്തും. ഒരു കൊല്ലം ഫൈനൽ കാലത്ത് കുട്ടി മുസ്ലിയാരൊക്കെ വാശി പിടിച്ച് കിതാബ് നോക്കാൻ തുടങ്ങി. ഈ കൊല്ലം ഈക്കനെ സെക്കൻഡിലേക്ക് മാറ്റണം, ഫസ്റ്റ് റാങ്ക് ഈക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല. ഇവര് വാശി പഠിച്ചു എങ്ങനെ പഠിച്ചാലും പരീക്ഷ എഴുതിയാൽ ഈക്ക തന്നെ റാങ്ക് ഈക്കക്ക് തന്നെ എന്ന് ആരാ പറയുന്നത്? ബേരൂരിൻ്റെ ഒരു കാലത്ത് പ്രിൻസിപ്പാളായിരുന്ന കുട്ടി മുസ്ലിയാർ കേരളത്തിൽ ഒരുപാട് ആലിമീങ്ങൾ ഉസ്താദാണ് കേട്ടോ. ആ നിരക്ക് പഠിച്ചങ്ങോട്ട് വളർന്നു. അങ്ങനെ അവിടെ മുദരിസാക്കി. ആദ്യത്തെ മലയാളി പ്രൊഫസർ ബേരൂരിലെ 19 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 20ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ ബേരൂരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ, അവിടുത്തെ ഉസ്താദുമാർ ഹനഫി ഷാഫി മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ മഹാനായ ഷംസുൽ ഉലമക്ക് അനുവാദം നൽകി. കാലത്തുണ്ടായ ഒരു സംഭവം പറയും, നീണ്ടുപോകും. നിങ്ങളുടെ സമയത്തിനാണ് എനിക്കറിയാം, ഞാൻ സുബിയാന്ന് വരെ പറയും. പക്ഷെ നിങ്ങൾ എത്ര സമയം ഇരിക്കും എന്ന് എനിക്കറിയില്ല ഈ തണുപ്പത്ത് കേട്ടോ. അള്ളാഹു നമുക്ക് നാഫിയായ പ്രദാനം ചെയ്യട്ടെ. ആ കാലത്ത് അഹമ്മദ് കോയ ശാലിയാത്തി 4 മദ്ഹബിലും ഫത്വ കൊടുക്കും. ഇന്ത്യ മുഴുവനുള്ള ആളുകൾ ഫത്വ തേടി ചാലിയത്ത് വരാറുണ്ടായിരുന്നു. തമിഴന്മാർ വരും, ബോംബെക്കാർ വരും, എല്ലാ ഭാഷക്കാരും അവിടെ വരും. ബഹുഭാഷാ പണ്ഡിതനായ അഹമ്മദ് കോയ ശാലിയാത്തി ഫത്വ കൊടുക്കുമ്പോൾ ഒരു കോപ്പി വേലൂർക്ക് അയക്കും. എന്തിനാ? വേലൂരിലെ മുഫ്തീങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി കിട്ടാൻ. എൻ്റെ ഫത്വയ്ക്ക് ഞാൻ മാത്രമല്ല, ഇത് ബാക്കിയാത്തിൽ ഉസ്താദുമാരുടെ മുഫ്തീങ്ങളെയും കൂടി സൈനുണ്ട് എന്ന് അപ്പോൾ ഫത്വയ്ക്ക് ഒരു ശക്തി കിട്ടും. ഇന്ന് തോന്നിയമാതിരി ഫത്വ കൊടുക്കലല്ല, ഇന്ന് കിട്ടുന്ന ഫത്വാണ് കൊടുത്തുള്ളാണല്ലോ. അതിന് പിമ്പലമോ ഉദ്ധരണിയൊന്നും നോക്കുക എന്ന പതിവ് പലർക്കും ഇല്ല. സമസ്തൻ്റെ ഫത്വ കമ്മിറ്റി അല്ല പറഞ്ഞിട്ടോ, സമസ്തക്ക് ഫത്വ കമ്മിറ്റി ഒരു കമ്മിറ്റി തന്നെ ഉണ്ട്. അത് ആലോചിച്ച് പിന്നെയും ആലോചിച്ച് 100 ആലോചിച്ചതിന് ശേഷം ശരിയായ ഉദ്ധരണിയോടുകൂടിയാണ് സമസ്തൻ്റെ ഫത്വ. സമസ്ത ഒരു ഫത്വ കൊടുത്താൽ പിൻവലിച്ച ചരിത്രമില്ല. പലരും ഫത്വ കൊടുത്ത് പിറ്റേന്ന് തന്നെ പിൻവലിച്ച ചരിത്രം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതല്ല നമ്മൾ വിഷയം. അപ്പം മുഫ്തിമാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു ഫത്വൻ്റെ കോപ്പി അങ്ങോട്ട് അയക്കാറുണ്ട്. പക്ഷെ അവിടെ ഷാഫി ഹനഫി മദ്ഹബിലെ മുഫ്തിയാണ് ആര്? ശാരിയാത്തിൻ്റെ ശിഷ്യനായ 22 വയസ്സുള്ള EK അബൂബക്കർ മുസ്ലിയാർ. ശൈഖാദം ഹസരത്ത് ഫത്വക്ക് ഒപ്പിട്ടു, ദിയാവുദ്ദീൻ ഹസരത്ത്, അബ്ദുസമദ് ഹസരത്ത്, അബ്ദുറഹീം ഹസരത്തൊക്കെ ഒപ്പിട്ടു. കൂട്ടത്തിൽ ബേലൂരിലെ ഉസ്താദായ മഹാനായ ശൈഖുന ശംസുൽ ഉലമ അല്പം തിരുത്തലോടുകൂടി അതിൻ്റെ ഒരു സൈഡിൽ അല്പം തിരുത്തിട്ട് ഒപ്പിട്ടു. ശൈഖുനെ പറഞ്ഞ് ഞാൻ ഓർക്കുക, ശാലിയാത്തിക്ക് എന്നോട് വെറുപ്പായിരുന്നു. എന്താ? അവിടുത്തെ എല്ലാ മുഫ്തീങ്ങളും ഒപ്പിട്ടു തിരുത്തൽ കൂടാതെ. എൻ്റെ ശിഷ്യരായ EK എന്താണ് അല്പം തിരുത്തി ഒപ്പിട്ടത്? അപ്പോൾ ഒരു ദേഷ്യം ഉണ്ടാവല്ലോ, സ്വാഭാവികമായി. ആ കാലത്തെ കഥയൊക്കെ അപ്പോൾ പറയുന്നത്. ഇന്ന് കാലൊക്കെ പരിഷ്കരിച്ച് പോയി കേട്ടോ. അങ്ങനെ ആ മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി മനസ്സിലുള്ള ആ വെറുപ്പ് തീർത്തപ്പോഴോ ശാലിയത്തൊരു പ്രശ്നം ഉണ്ടായി. മഹല്ലുകൾ തമ്മിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അഹമ്മദ് കോയ ശാലിയാത്തി തിരഞ്ഞെടുത്തത് EK അബൂബക്കർ മുസ്ലിയാർ, തൻ്റെ ശിഷ്യനാണ്. ചെറുപ്പക്കാരനാണെങ്കിലും കേരളത്തിൽ മഹാനവരുകൾ അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന കാലമാണ്. അത്ഭുതമാനൻ. ശരി, കുത്തുബി മുഹമ്മദ് അല്ല, ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് മറ്റൊരാൾ കേട്ടോ. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചപ്പോൾ ഖുത്ബ നിർവഹിച്ചതാരാ? ഖത്തീബ് EK അബൂബക്കർ മുസ്ലിയാർ. ബാളെടുത്ത് കൊടുത്ത മല്ലാക്കാരോ? ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. നിങ്ങൾക്ക് പതിനറിയോ കൂട്ടരെ? പതി എന്ന് പറഞ്ഞാൽ ആരാ?
ഈറ്റപ്പുലിയായിരുന്നു പുലി ഈറ്റപ്പുലിയായിരുന്നു ആര്? പതി. ഒരു സാധാരണ പണ്ഡിതരല്ല. അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്ത വഹാബികളില്ല, ജമാഅത്തുകാരില്ല. എല്ലാവർക്കും പേടിയായിരുന്നു മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അല്ലാഹു മർക്കദ. മഹാനായ പതി വാളെടുത്ത് കൊടുത്ത് ശംസുൽ ഉലമ ഖുത്ബ ഓതിയിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. നമ്മൾ ആ വിഷയം പറയലല്ല നമ്മളെ ലക്ഷ്യം. അവിടെ ഭക്ഷണം ശാരിയാത്തിൻ്റെ കുത്തുബ് ഖാനയിലാണ്. നിറയെ കിതാബിൻ്റെ അളമറ, നടുവിൽ ഭക്ഷണം. അങ്ങനെയായിരുന്നു പണ്ട് കേട്ടോ. മൂപ്പര് താമസം അവിടെയാണ്. ആ ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പം മഹാനായ അഹമ്മദ് ശാരിയാത്ത് ഈ പ്രശ്നം എടുത്തിട്ടു. അല്ലേക്ക നീ എന്താണ് എൻ്റെ 10 പേര് പണ്ട് പേരൂരുന്ന് തീർത്തി ഒപ്പിടാൻ കാരണോ? ചാൻസ് കിട്ടുമ്പോൾ ചോദിച്ചതാ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ കിതാബ് ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. നേരെ മുമ്പിൽ കിതാബ് കാണുന്ന അളമറയിൽ ആ കിതാബ് എടുത്തു പേജ് തുറന്നിട്ട് വെച്ച് കൊടുത്തു അഹമ്മദ് ശാരിയാത്ത്. അൽഹംദുലില്ലാ, എനിക്ക് മനസ്സിലായി, പോട്ടെ. ഇനി അത് എൻ്റെ മനസ്സിൽ എന്നോടൊരു വെറുപ്പുണ്ടായിരുന്നു. അല്ല, അവിടുത്തെ മുഴുവൻ ആലിമീങ്ങളും ഉസ്താദുമാരും മുഫ്തിമാരും 10 ഒപ്പിട്ടിട്ട് ഈ തിരുത്തിയൊപ്പിട്ട് എനിക്കൊരു വെറുപ്പ് എൻ്റെ മനസ്സിൽ നിന്ന് നീങ്ങിയെന്ന് പറഞ്ഞു. ഇതിനോട് പറഞ്ഞതാരാ? മാനായ ശൈഖുന ശംസുൽ. ചിലപ്പോൾ അങ്ങനെ മൂപ്പര് സംസാരിക്കും. മൂപ്പർക്ക് പൊതുവെ സംസാരം കുറവാണ്. ആളുകളിങ്ങനെ സ്വീകരിക്കുന്ന സംസാരിക്കുന്ന ശൈലി മഹാനവറുകൾക്കില്ല. ഇത് രാത്രി 11 ശേഷം മൂപ്പര് മനസ്സും തോർക്ക് ദിക്റും ഔറാദൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു ഫറാഗിൻ്റെ സമയം ഉണ്ടാവും. രാത്രി കാലങ്ങളിലൊക്കെ യാത്രയിലൊക്കെ ഇങ്ങനെ ചില കഥകൾ പറയും. ആരും ഇല്ലെങ്കിലൊക്കെ കഥ പറയും. ആ കൂട്ടത്തിൽ പറഞ്ഞ കഥയാണ്. നോക്ക് നിങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് ബേലൂരിൽ മുദരിസാണ്. മഹാനായ ശംസുൽ ഉലമ ഒരിക്കൽ പറയുകയുണ്ടായി, കേരളത്തിൽ ഒരു സനത് കൊടുക്കുന്ന കോളേജ് അത്യാവശ്യമാണ്. കാരണം ബേലൂരിലേക്ക് ഇങ്ങനെ പോയി ആളുകൾ ആദ്യമേക്ക് പഠിക്കാൻ കഴിയുമോ? ആദ്യം ഇൻ്റർവ്യൂ മാത്രമല്ല, അവിടുത്തെ ഭക്ഷണം കേരളക്കാർക്ക് പറ്റുമോ? വളരെ പ്രയാസത്തോടെയാണ് ബേലൂർ പോലെ. അപ്പോൾ മൂപ്പര് പരിപാടി എന്തായാലോ, ബേലൂരിൽ വെച്ച് ഞാൻ കേരളത്തിൽ ഒരുപാട് സനത് നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രാപ്തരായ മഹാന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുത്തു. മാനവറുകൾ ബേലൂരിൽ നിന്ന് ചെയ്ത പണി അതാ. ആരാണ് ആ മഹാന്മാർ? മഹാനായ കോട്ടുമല ബുക്കുർ മുസ്ലിയാർ ബേലൂർ ബാക്കിയാത്തിലെ ശിഷ്യനാണ് കേട്ടോ. മഹാന്മാരായ ഒട്ടനവധി വെളിമുക്ക് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ബേലൂർ ശിഷ്യനാണ്. ഇങ്ങനെ ഓരോരു വലിയ വലിയ പ്രാപ്തനായ ഒരു ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ പേരാണ് KC അബൂബക്കർ മൗലവി, ജമാഅത്തെ ഇസ്ലാമിൻ്റെ മുൻ അമീർ. ശംസുൽ ഉലമയെ കാണുമ്പോൾ ബഹുമാനിക്കും. ശംസുൽ ഉലമയുടെ വീട്ടുപരിസരത്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഓഫീസ്. മഹാനായ ശംസുൽ ഉലമയുടെ കറാമത്ത് കൊണ്ട് മാധ്യമ ദിനപത്രം പ്രഭാതനം വാരികടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടയായ വെള്ളിമാട് കുന്നിൽ ആ നാട്ടുകാരനായ ഒരാളെയും ജമാഅത്താക്കാൻ സാധിച്ചില്ല. അതൊരു കറാമത്താണ് കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിൻ്റെ കോട്ടയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കും അതിന് ദേവ കോളേജ് അവിടെയാണ്, അതിന് മുഴുവൻ പത്രങ്ങളും ഫിത്നൻ്റെ കേന്ദ്രവും അവിടെയാണ്. NDF ഉണ്ടാക്കിയ ദേവ കോളേജിൽ നിന്നാണ് കേരളം മുഴുവനും ഫിത്നൻ്റെ ഏജൻസിയായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ചരിഞ്ഞ ഇസ്ലാമി. അതിൻ്റെ കേന്ദ്രത്തിലുള്ള KC അബൂബക്കർ മൗലവി മഹാനായ ശംസുൽ ഉലമയെ കണ്ടാൽ ബഹുമാനിക്കും. മഹാനായ ശംസുൽ ഉലമ ബസ് കയറാൻ നടന്നു പോകുമ്പോൾ KC അബൂബക്കർ മൗലവി വണ്ടി സൈഡാക്കി കൊടുക്കും. ശംസുൽ ഉലമ ബൈക്ക് തിരിഞ്ഞു നോക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ മദനി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹവും ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. വൈവേച്ചു വരുന്നതാ കാട്ടും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ബേലൂരിൽ വെച്ച് കേരളത്തിൽ ഒരുപാട് അറബി കോളേജുകളും സനത് സ്ഥാപനങ്ങളും നടത്താനുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ബേലൂരിൽ വെച്ച് വാർത്തെടുത്തു. അങ്ങനെയാണ് പിന്നെ ജാമിയ നൂരിയ ഇവിടെ തുടങ്ങുന്നത്. മഹാനായ ശംസുൽ ഉലമയുടെ 1ാമത്തെ പ്രിൻസിപ്പാളും ജനറൽ സെക്രട്ടറിയുമായി 2 പദവിയോടുകൂടി ഏറ്റെടുത്ത സ്ഥാപനമാണ് ജാമിയ നൂരിയ. ചുരുക്കി പറയട്ടെ, ബേലൂരിൽ ബസൂരി പിടിപെട്ട് മഹാനായ ശംസുൽ ഉലമ ബേലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. മാത്രമല്ല ആ സമയത്താണ് ഖാദിയാനിസത്തിൻ്റെ വിളയാട്ടം കേരളത്തിൽ. ഖാദിയാനി കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ ആൾ നിമിഷക്കവിയായിരുന്നു. അറബിയിലൊക്കെ ഇവിടുത്തെ ആലിമീങ്ങളെ സംബന്ധിച്ച് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ സംബന്ധിച്ചൊക്കെ മോശമായ പദ്യങ്ങളും ആ നിരക്കുള്ള പ്രഭാഷണങ്ങളും നടത്തിക്കൊണ്ട് ഖാദിയാനി കുഞ്ഞഹമ്മദ് കേരളത്തിൽ വിളയാടിയപ്പോൾ മഹാനായ ശംസുൽ ഉലമയാണ് അവരെ നിലക്ക് നിർത്താൻ
വേണ്ടി പ്രഭാഷണ രംഗത്ത് വന്നത് കേട്ടോ. കോഴിക്കോട്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഖാദിയാനി കുഞ്ഞഹമ്മദും ഒരു ഖണ്ഡന പ്രസംഗം നടക്കുകയാണ്. മധ്യസ്ഥനായി പതി നിശ്ചയിച്ചത് ശംസുൽ ഉലമയാണ്. ഒരൊറ്റ ചോദ്യത്തോടുകൂടി ഖാദിയാനി കുഞ്ഞഹമ്മദ് വിയർത്ത് ബോധരഹിതനായി പോയി. ഞാൻ ആ സംഭവത്തിലേക്ക് കടന്നു വരുന്നില്ല, ഒരു ദിവസം വേണ്ടി ഒരു പറയാൻ. ഖാദിയാനി കുഞ്ഞഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വീട് വിൽക്കാൻ കാരണം എന്താ? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. അദ്ദേഹം കണ്ണൂർ പഴങ്ങാടിയിൽ പോയി വീടെടുത്തു. മഹാനായ ശംസുൽ ഉലമ പോയിട്ട് കണ്ണൂരിലെ ജനങ്ങൾക്ക് ഹിദായത്തിന് വേണ്ടി മഹാനായ ശംസുൽ ഉലമ പഴങ്ങാടി പോയി ദർശേറ്റു. ഒരു മാസത്തെ ദർസ്. എന്തിനാ? ഒരു 30 ദിവസം പ്രസംഗിക്കണം, അതിനാണ് ദർശേറ്റു. ആരാണ് ഓതാൻ വരുന്ന കുട്ടികളാരാളുകൾ? അന്ന് വേലൂരിൽ നിന്ന് കിട്ടി വന്ന സമയമാണല്ലോ. പ്രത്യേകം കുട്ടികളൊന്നുമില്ല. അവിടെ നാട്ടുകാരായ കുട്ടികൾക്ക് 10 കിതാബ് ഓതി കൊടുക്കുക. 10 കിതാബ് മോശമുള്ള കിതാബൊന്നും അല്ല കേട്ടോ. കേരളത്തിൻ്റെ അനുഗ്രഹം 10 കിതാബും അതുപോലെ തന്നെ മങ്കൂസ് മൗലൂദാണ് മഹാനായ തിരുപ്പഞ്ചി ഉസ്താദ് പറയാറ്. കേരളത്തിൻ്റെ അനുഗ്രഹം വിജ്ഞാനത്തിൽ 10 കിതാബും ഈമാനിൽ സംരക്ഷിക്കാൻ മങ്കൂസ് മൗലൂദും. ഇതാണ് കേരളത്തിൻ്റെ അനുഗ്രഹം. അല്ലാഹു ആ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. തിരുപ്പഞ്ചി ഉസ്താദികൾ കേട്ടില്ലേ? തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ 10 കിതാബിന് ഒരു ലസാർ ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ ബേലൂരിലൊരു ശിഷ്യന് അവിടെ തൃക്കരിപ്പൂർക്കാരനൊരു ശിഷ്യൻ വന്നിട്ട് മഹാനായ ശംസുൽ ഉലമയുടെ മൂക്കത്ത് കഴിച്ച് ഇങ്ങനെ നിൽക്കും. ബാദിൻ്റെ അടുത്ത് ഇങ്ങനെ മൂക്കത്ത് കഴിച്ചു. കാരണം അവിടെ മൈബദിയും ഉല്ലാസനും കാവ്യം ഹംദുള്ളൊക്കെ ബേലൂർ ദർശനത്തെ ഒരു മൂലയാർ ഉസ്താദ് ഇവിടെ 10 കിതാബ് ദർശനത്താണ്. നമ്മൾ മുദ്രസ്മാരല്ലേ വലിയ ദർശനത്തിന് 10 കിതാബ് ദർശനം അതൊക്കെ മുകളിൽ പോയി ഓതിക്കൊള്ളാന്ന് പറയും. ഒരു അഹങ്കാരത്തിൻ്റെ വാക്കാണ്. മുകളിൽ ചെല്ലി 10 കിതാബൊന്നും ഞാൻ ഓതി തരൂല, മോളിലെ കുട്ടികളടുത്ത് പോയി ഒതുക്കോളി. എൻ്റെ അടുത്തൊക്കെ മഹാനായ ഉസ്താദ് കുഞ്ഞി മുസ്ലിയാർ, അബുൽ മുസ്ല കുഞ്ഞി മുസ്ലിയാർ, എൻ്റെയും മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പ്രധാന ഉസ്താദ് അബുൽ മുസ്ല കുഞ്ഞി മുസ്ലിയാർ ദർശനത്തുമ്പോൾ വാളക്കുളം പള്ളിയിൽ നിന്ന് പുതുപ്പറമ്പ് പള്ളിയിൽ നിന്ന് മരിച്ചൊരു മഹാനായ വലിയായൊരു പണ്ഡിതനുണ്ടായിരുന്നു. മഹാനവറുകൾ എൻ്റെ അടുത്ത് ഏൽപ്പിക്കും ദർസ്, മോള് ദർസ് ഇർഷാദ് മുർഷിദൊക്കെ ആ മോളിലാണ് ഏൽപ്പിക്കുക. അപ്പോൾ ശംസുൽ ഉലമൻ്റെ മുമ്പിൽ വന്ന് മൂക്കത്ത് കൈവച്ച് തൻ്റെ ശിഷ്യൻ ഇങ്ങനെ കൈവച്ചപ്പോൾ എന്താണ് അബ്ദുള്ള ഇങ്ങനെ മൂക്കത്ത് കൈവച്ചതെന്ന് വെച്ച്. ഒന്നല്ല, ഞങ്ങൾ ബേലൂർ ഞങ്ങൾ വലിയ വലിയ കിതാബ് പോയി തന്നു. ഇവിടെ ഞങ്ങൾ പയങ്ങാടി പള്ളിയിൽ ഈ 10 കിതാബ് ദർശനത്തിന് അത്ഭുതം കൊണ്ട് നോക്കിയെന്നതാണ് എന്ന് പറയും. എന്താണ് ഇത്? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ദർശനത്താൻ ഉണ്ടാക്കിയതല്ലേ 10 കിതാബ് എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അന്നത്തെ കുട്ടികളാരാ? ചെറിയ കിബിർ എന്ന് തന്നെ മൂപ്പർക്കില്ല. മഹാനായ ഷെയ്ഖുൽ ഖാദിരിയ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി തൻ്റെ അനുജൻ പറയാറുണ്ട്, ഇക്കാക്കൻ്റെ ദർജൻ്റെ കാരണം കിബിർ ഹസദ് എന്താ എൻ്റെ കാക്കക്ക് അറിയില്ല. കിബിർ ഉണ്ടെങ്കിൽ മനുഷ്യൻ താഴോട്ട് പോകും. കിബിർ അതുപോലെ തന്നെ ഹസദ് അസൂയ അഹങ്കാരി എൻ്റെ കാക്കക്ക് അറിയില്ല. അതുകൊണ്ടാണ് കാക്ക വലിയ ദർജയിലേക്ക് ഉയർന്നതെന്ന് മഹാനായ തൻ്റെ അനുജൻ ഉമറുൽ ഖാദിരി തങ്ങൾ പറയാറുണ്ടായിരുന്നു. ചുരുക്കി പറയട്ടെ, അവിടെ ദർശനം നടത്തിയത് ദർശനത്തിന് വേണ്ടിയല്ല. ഖാദിയാനി കുഞ്ഞഹമ്മദിൻ്റെ പിതര കുഫിരിയത്ത് കണ്ണൂർ ജില്ലയിലെ മുസ്ലിമീകളിലേക്ക് എത്തിക്കാതിരിക്കാൻ 1 മാസം അവിടെ ദർശനം നടത്തി, 1 മാസം അവിടെ വേദ പറഞ്ഞു. അതോടെ ഖാദിയാനികൾ ആരാണെന്ന് കണ്ണൂർ ജില്ലക്കാരായ മുസ്ലിങ്ങൾക്ക് മനസ്സിലായില്ല. ആയിരക്കണക്കിന് ആളുകളല്ലേ പയങ്ങാടിയിലേക്ക് ഒഴുകുന്നത്. അന്ന് തളിപ്പറമ്പിൽ കുബത്തുൽ ഇസ്ലാം അറബി മദ്രസ, അങ്ങനെ അന്ന് പേരങ്ങനെയാണ്. അതിൻ്റെ സെക്രട്ടറി അസീസ് മാഷൊക്കെ ഈ പ്രസംഗം കേൾക്കാൻ വരാറുണ്ട് 1 മാസം. അന്നൊക്കെ വേദ അങ്ങനെയാണ്, 1 മാസം 40 ദിവസമൊക്കെ. ഇന്നത്തെ മാതിരി ഇപ്പോൾ അരമണിക്കൂർ പറയുമ്പോഴേക്കും ഞാൻ ക്ഷീണിതനാണ്, എന്നെ ഒഴിവാക്കി വിടണം, പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്ന് ഞാൻ പറയാം. അന്നിന് അങ്ങനെയുണ്ടോ? മഞ്ചേരിയിൽ 40 ദിവസം ശംസുൽ ഉലമയുടെ പ്രഭാഷണമാണ്. കാരന്തൂരിൽ, ഇന്നത്തെ കാരന്തൂരാക്കിയത് ശംസുൽ ഉലമയുടെ 20 ദിവസത്തെ പ്രഭാഷണമാണ്. കിണാശ്ശേരിയിൽ 40 ദിവസം. അന്ന് അങ്ങനെയാ പ്രഭാഷണം. ആരാ പ്രസംഗിക്കുന്നത്? ചെറിയ മൂല്യരൊന്നുമല്ല, ശംസുൽ ഉലമയാണ് പ്രസംഗിക്കുന്നത്. എത്ര ദിവസം? ഇവിടെ വെറുതെ ഉണ്ടായതല്ല സുന്നത്ത് ജമാഅത്ത്. ഇവിടെ വഹാബിസത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിരുന്നു ആളുകൾ പണ്ട് കാലത്ത് തടിച്ചുകൂടിയിരുന്നത്. അവരാണ് ബഹുഭാഷാ പണ്ഡിതന്മാരായി ജനങ്ങൾ കണ്ടിരുന്നത്. നവോത്ഥാനത്തിൻ്റെ ആളുകൾ വഹാബികളായി ജനങ്ങൾ ധരിച്ചിരുന്നു. ആളുകൾക്ക് പേടിയായിരുന്നു. സുന്നി യോഗത്തിലേക്ക് വരാൻ പേടിയാണ്. ഒരു കഥ കേൾക്കണം. പൂനൂർ വാഗപ്പതിയാകാൻ കഴിഞ്ഞ് കോഴിക്കോട്ട് കാടേരി മുഹമ്മദ് മുസ്ലിയാർ വണ്ടി ഇറങ്ങിയപ്പോൾ, ബസ് ഇറങ്ങിയപ്പോൾ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിലെ പോർട്ടർമാർ കൂക്കി പിടിച്ചു. ഒരു തലക്കെട്ടിട്ട് കോഴിക്കോട്ട് നടക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സുന്നീസത്തിൻ്റെ സോൾ ഏജൻറ്റുമാരായ ചില ആളുകളുണ്ട്. അവരിതൊക്കെ മനസ്സിലാക്കണം. നമുക്കിതൊക്കെ അറിയാം, നമുക്കെല്ലാവർക്കും ഈ കഥകളൊക്കെ അറിയാം. എന്താ കാരണം? പൂരൂരിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും
മുജാഹിദീങ്ങളുമായ എടവണ്ണ അരുമ മൗലവിയായിട്ട് ഏറ്റുമുട്ടി വാദപ്രതിവാദം. പക്ഷെ ഒരു ചോദ്യം, ഒരു മറുപടി സുബിവാൻ കൊടുത്തു. എന്താ പ്രശ്നം? വയതാക്ക് മാറി കാണിച്ചു എന്നാ പതി പറഞ്ഞത്. ചോദ്യം ആദ്യം സുന്നികൾ ചോദിക്കണം, പിന്നീട് മുജാഹിദ് ചോദിക്കും. അങ്ങനെയായിരുന്നു മധ്യസ്ഥന്മാർ മുഖേനയുടെ വ്യവസ്ഥ ലംഘിച്ചിട്ട് എടവണ്ണ അരുമി മൗലവി ചോദ്യം ആദ്യം അങ്ങോട്ട് വിട്ടു. പതി പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ വ്യവസ്ഥ കരാറ് പാലിക്കണം. വയതാക്ക് മാറി കാണിക്കൽ മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങൾ മുനാഫിക്കങ്ങളാണ്. ഇതാണ് ചോദ്യം മറുപടിയും. ഇപ്പോൾ സ്റ്റേജിൽ ഒരു ചെറിയ പയ്യനുണ്ടാരാ, കറുത്ത മുടിയുള്ള, കറുത്ത താടിയുള്ള ഒരു വെളുത്ത തലപ്പാവ് ധരിച്ച വെളുത്ത മുഖമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് എന്ന് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വളരെ വാത്സല്യത്തോടുകൂടി തൻ്റെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയതാ. ഈ കുട്ടിയുടെ ബുദ്ധി മനസ്സിലാക്കിയിട്ട് പൂനൂര് സ്റ്റേജിലേക്ക് കൊണ്ടുപോയതാണ്. മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഒരേ ജവാബിൽ ഇങ്ങനെ നിന്നപ്പോൾ മൈക്ക് വാങ്ങാൻ വേണ്ടി മഹാനായ ശംസുൽ ഉലമ തുനിഞ്ഞു. മഹാനായ പതി മൈക്ക് വിട്ടുകൊടുത്തില്ല. മുനാഫിക്കീങ്ങളാണ് ഇവരെന്തുകൊണ്ട് വയതാക്ക് മാറ് കാണിച്ചു? വയതാക്ക് മാറ് കാണിക്കുന്നു ോട് സംസാരമില്ല, ജവാബില്ല. സുബിയാങ്കാട് കൊടുത്തു. മുജാഹിദീങ്ങൾ എന്താ പ്രചരിപ്പിച്ചത്? പതി തോറ്റു എന്നാണ്. സുന്നി പക്ഷം പരാജയപ്പെട്ടു, മുജാഹിദീങ്ങൾ വിജയിച്ചു, പതിക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല എന്നാണ് പ്രചാരണം. അത് കോഴിക്കോട്ടൊട്ടാകെ വാർത്തയായി. പിന്നെ അവർ നോട്ടീസ് ഇറക്കി. എന്താ അറിയോ? പിന്നെ സുബ്ഹാനല്ലാഹ് നോട്ടീസ്, ഇനി സമസ്തയിൽ വല്ല കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോന്നാണ്. സമസ്ത കുട്ടികൾ ബാക്കിയുണ്ടോ, മരിക്കാതെ ആരെങ്കിലും ഉണ്ടോ? പതി ചരിഞ്ഞു പോയി എന്നാണ് അവർ പറഞ്ഞത്. ആന ചരിയാന്നവൻ. ഇവർ ഞാൻ അന്വേഷിച്ചു. ഒരു പരിപാടി സ്ഥലത്ത് ആ നാടിനെ പറ്റി അന്വേഷിക്കണമല്ലോ. ഇവർക്ക് പൈസ ഒന്നും പിരിച്ചിട്ടില്ല. ഒരു ബർക്കത്തോട് നടക്കുമെന്ന് വിചാരിച്ചു. അതുപോലെ നല്ല പൈസ കൊടുക്കണ്ടോ? ബിസ്മില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്ത് സംഭാവന ചെയ്താൽ വലിയ ഗുണമുണ്ടാവും. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രാജ്യം മുഴുവനും ദാരിദ്ര്യത്തിലേക്ക് വരുന്നോ എന്ന് പേടിക്കേണ്ട ഒരു ഘട്ടം. അള്ളാഹു ആ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യും. ഗൾഫ് രാജ്യത്തൊക്കെയുള്ള നമ്മൾ കുട്ടികൾക്ക് ബേജാറിലാണ്. അവർക്ക് പകരം ഹൈറായ ഒരു വഴി അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യട്ടെ. സദഖ, അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഐശ്വര്യം. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നല്ല സംഖ്യ അതിൻ്റെ പുറമങ്ങൾ എന്നെ ഏൽപ്പിക്കണം. എന്തിന് ഈ പരിപാടി വിജയിക്കും. അടുത്ത കൊല്ലം പരിപാടി വെക്കണമെങ്കിൽ നല്ലോണം സഹായിക്കണം. ഒരു 100-500 വെക്കാണ്ട് ഇട്ടോളി ഒന്നും മടിച്ച് നിൽക്കേണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനികളെ, ചുരുക്കി പറയട്ടെ, ആ പാദപ്രവാദം കഴിഞ്ഞ് പോവാണ് കാടേരി മുഹമ്മദ് മുസ്ലിയാർ. കാടേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ വലിയ ഗണ്ണന പ്രാസംഗികനാ. കാടേരിനെ കേട്ടില്ലേ? ചെറിയ കുട്ടിക്കൊന്നും ഇപ്പോൾ കഥയൊന്നും അറിയില്ല. മഹാനായ കാടേരി അവിടുന്ന് പോകുമ്പോൾ കോഴിക്കോട്ട് ബസ് ഇറങ്ങിയപ്പോൾ കൂക്കി വിളിച്ചു ആളുകൾ. ഇന്ന് കോഴിക്കോട്ട് സുന്നിയൊക്കെ ഇങ്ങനെ നടക്കാം. രാത്രി പാതിരിക്ക് ഒരു പേടിയില്ല. സുന്നികൾ ഇസത്തിലാണ്. അങ്ങനെ പൂനൂര് വാദപ്രതിവാദം കഴിച്ചപ്പം കരന്തൻ എന്ന് പറയുന്ന ഒരാളുള്ളൊരു മുതലാളി, നന്മണ്ട, അതൊക്കെ മുതലാളിമാരെ കാലാണ്. കോഴിക്കോട് ഒരു കാറുള്ള ആൾ പൂനൂർ ഹുസൈനാജിക്ക് മാത്രമാണ്. പൂനൂർ ഹുസൈനാജി എന്ന് പറഞ്ഞാൽ 2000-3000 ഏക്കറുള്ള ആളാണ് കേട്ടോ. 1-2 ഏക്കർ എന്നല്ല, വലിയ സമ്പന്നനാണ്. അപ്പോൾ മൂപ്പർക്കൊരു മോശം. അങ്ങനെ തറവാട്ടുകാർ തമ്മിൽ, ഓരോ നാട്ടിലുള്ള മുതലാളിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുവള്ളി അധികാരി എന്ന ആൾ മരിച്ചുപോയി. അയാൾക്കൊരു വിഷമം. എന്താ ഇപ്പം ഇങ്ങനെ കരന്തൻ ഇങ്ങനെ നോട്ടീസ് ഇറക്കിയാൽ കാട്ടുക? സുന്നിക്കൊരു മോശമായല്ലോ, എന്താ ഇനി മാർഗം? നന്മണ്ടയിലേക്ക് ഗണ്ണനത്തിനുണ്ടോ എന്നാണ് കരന്തൻ്റെ ചോദ്യം. ശരി, തയ്യാർ. ആര്? മുതലാളിമാർ. അങ്ങനെ ഹുസൈൻ മുതലാളിയും അതുപോലെ തന്നെ കൊടുവള്ളി അധികാരി 2 പേരും കൂടി ആ സ്റ്റേജിൽ നിന്ന് മൈക്ക് വാങ്ങാൻ നോക്കി ആടാരാൻ നോക്കി. അങ്ങനെ അന്വേഷിച്ച് പോയി. അന്വേഷിച്ചും പറഞ്ഞു പറമ്പക്കടവിൽ ഈ കോയട്ടി മുസ്ലിയാരുടെ മകനാണ്, ഇ കെ അബൂക്കർ മുസ്ലിയാരാണ്. അവിടെ ചെന്നവർ കോയട്ടി മുസ്ലിയാർ പറഞ്ഞു, നിങ്ങളെ മോനെ ഞങ്ങൾ നന്മണ്ടയിലേക്കൊന്ന് ഗണ്ണന വാദപ്രതിവാദത്തിന് അയച്ചു തരണം. അപ്പം മഹാനായ ഉപ്പ പറഞ്ഞു, ഞാനെല്ലാം അവനെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ കോടതി വാദിക്കാനുള്ള വക്കീൽ ഭാഗമൊക്കെ പഠിച്ചതോനെ ഒറ്റക്കാണ്. അത് ഞാൻ പഠിപ്പിച്ചില്ല, എനിക്കറിയില്ല. ബാക്കി ഞാനൊക്കെ പഠിപ്പിച്ചു, ഗണ്ണനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ നിങ്ങൾ അവരെ പോയി വിളിച്ചോളി. അപ്പം എന്താ, മൂപ്പര് ഭാര്യ വീട്ടിലാണ് താമസം. ഏക മകളുടെ വലിയൊരു സമ്പന്നൻ്റെ മോളെയാണ് കോയട്ടി മുസ്ലിയാർ ഇ കെ അബൂക്കർ മുസ്ലിയാറാകുന്ന ഷെയ്ഖുനാക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. അത് അന്നത്തെ കരാറെന്താ, 6 മാസം ഭാര്യനെ ഇങ്ങോട്ട് തരണം. എന്തിനാ? അതും മര്യാദയും പഠിപ്പിക്കാൻ, പണ്ഡിത കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ. 6 മാസം കഴിഞ്ഞ് എൻ്റെ മോനെയും മോളെയും കൊണ്ടുപോയിക്കോന്നാണ് കരാർ. എന്താ ആവട്ടെ, 6 മാസം കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ താമസിക്കുന്ന കാലം അവിടെ ചെന്നു ആര്? മുതലാളിമാർ. ഞങ്ങളിങ്ങനെ ഒരു ഭക്ഷണത്തരത്തിൽ കലന്തൻ മുതലാളിൻ്റെ മുന്നിൽ ഒരു ബുദ്ധിമുട്ട് പെട്ടിട്ടുണ്ട്, നാണക്കേടാണ്. നിങ്ങളൊന്ന് ഞങ്ങളുടെ
നന്മണ്ടയിലേക്ക് മുജാഹിദീങ്ങളുമായി ഗണ്ണന പ്രസംഗത്തിന് വരണം, നിങ്ങൾ സമ്മതം തരണം. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ വരാം, പക്ഷേ സ്റ്റേജിൽ വേറെ ആരും പാടില്ല എന്ന് പറഞ്ഞു. അതെന്താ 18 വിളിച്ചിട്ടാ സ്വീപ്പാകല്ലോ, കിബറൊന്നല്ലത്. മൂപ്പര് അങ്ങനെ ചില സ്റ്റേജിൽ പറയാറുണ്ട്. എങ്ങനെ? മഞ്ചേരി സംവാദത്തിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ള വാദപ്രതിവാദത്തിൽ ക്ഷണിക്കാൻ വേണ്ടി മഞ്ചേരിക്കാരായ ആളുകൾ ഇസ്ഹാഖൂരികളൊക്കെയുള്ള നേതാക്കന്മാർ ഷംസുലുമന് വീട്ടിൽ ചെന്നപ്പം ഞാൻ വരാൻ, പക്ഷേ സ്റ്റേജിൽ മറ്റാരും പാടില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു കിബറിൻ്റെ വർത്തമാനം പറയുന്നത്? അടുത്ത ശിഷ്യന്മാരൊക്കെ ചോദിക്കല്ലോ. അപ്പം മുമ്പ് പറഞ്ഞു, അത് എനിക്കെന്തിനാണല്ലോ, എൻ്റെ സ്റ്റേജിൽ അള്ളാഹുവിൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ സ്റ്റേജിൽ. പിന്നെ ആ സ്റ്റേജിൽ എനിക്ക് മറ്റാരെയും ആവശ്യമില്ല. അങ്ങനെ നന്മണ്ട വാദവിവാദം 3 ദിവസത്തേക്ക് വ്യവസ്ഥ എഴുതി. ആദ്യം ആർക്കും ചോദിക്കാം. പൂനൂരത്തെ പ്രശ്നം നന്മണ്ടയിലില്ല. നന്മണ്ട എന്ന പ്രദേശം ഇപ്പം തന്നെ ഒരു ലേനത്താക്കപ്പെട്ട സ്ഥലമാണ്. സുന്നികൾ വളരെ കുറവാണത്. ആ രാജ്യം കോഴിക്കോട് ജില്ലയിൽ നന്മണ്ട സുന്നികൾക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു സ്ഥലമാണ് ഇപ്പോഴും. എന്തോ ആവട്ടെ, അവിടെ മൂപ്പര് വാദപ്രതിവാദത്തിന് ഏറ്റ സമയത്ത് സുബ്ഹാനല്ലാഹ് സുന്നി പക്ഷത്തേക്ക് മഹാനായ ശംസുലുലമ രാവിലെ തന്നെ അവിടെ ചെന്ന് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയാൻ വേണ്ടി, വേറെ ആരും സംഘടനയൊന്നും ഇല്ലല്ലോ, സംഘടന നേതാക്കന്മാരാരും ഇല്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ മുജാഹിദ് പക്ഷത്തിന് നല്ല ഇതുപോലത്തെ വലിയ സ്റ്റേജൊക്കെ കെട്ടിയിരുന്നു. ഞാനിവിടെ വന്ന് പറഞ്ഞു, വല്ലാത്തൊരു സ്റ്റേജ് ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ സ്റ്റേജാണ്. കുട്ടികൾ നല്ല അധ്വാനിച്ചവർക്ക് അള്ളാഹു പ്രതിഫലം നല്ലോണം നൽകട്ടെ കേട്ടോ. അതൊക്കെ ഒരു മനസ്സിലുള്ള ഈമാൻ പ്രകടമാകുന്ന സ്റ്റേജാണ് ഈ സ്റ്റേജ്. അവിടെ സ്റ്റേജ് കെട്ടിയില്ല മുജാഹിദ് പക്ഷത്തിന് സ്റ്റേജ്. ഒരു സുന്നി പക്ഷത്ത് നന്മണ്ടയിൽ സുന്നി പക്ഷത്തിന് സ്റ്റേജിന് കാലുകുത്താനാളില്ല. പഴയകാല ചരിത്രം പഠിക്കാൻ വേണ്ടിയാണ് ബഹുമാനികളെ ഞാൻ ഈ സംഗതി നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആർക്കും അവിടെ സ്റ്റേജിന് കുയ്കുത്താൻ ധൈര്യമില്ല. മഹാനായ ശൈഖുനാ ശംസുലുലമ തൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു, നിങ്ങളൊരു കുയ്പ്പാര കൊണ്ടുവരി, നിങ്ങൾ എവിടെയെങ്കിലും മുളയോ അതുപോലത്തെ ഓലകളൊക്കെ കൊണ്ടുവരാൻ കൽപ്പിച്ച് എല്ലാവരും പോയി അയൽ മഹലകളിലൊക്കെ പോയിട്ട് ഓലകളും അതുപോലെ തന്നെ മുളക്കഷ്ണങ്ങളും കൊണ്ടുവന്ന്, എന്നാൽ അവിടെ കുയ്ക്കാൻ ഒരു സുന്നി പ്രവർത്തകനില്ല, വികായ വളണ്ടിയർമാരില്ല, SSFകാരോ SKSFകാരോ അവിടെ ഇല്ല, ഒരാൾക്കും ധൈര്യമില്ല. മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഖന്ദക്ക് കുഴിക്കാൻ വേണ്ടി സഹാബത്ത് രംഗത്തിറങ്ങിയപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അതാ ഖന്ദക്ക് കുഴിക്കാൻ ഇറങ്ങിയില്ലേ. സഹാബത്ത് വിശന്നിട്ട് വയറൊട്ടിയിട്ട് കല്ല് വെച്ചിട്ട് വയറ്റത്ത് കെട്ടി കുഴിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് 2 കല്ല് വെച്ച് കെട്ടിയിട്ട് ഖന്ദക്ക് കുഴിച്ച ചരിത്രമാണ് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്തുണ്ടായത്. മഹാനായ ശംസുലുലമ പാര വാങ്ങിയിട്ട് കുഴി കുത്തുക. നന്മണ്ട മുതലാളി വന്നു, കനന്തൻ മുതലാളി വന്നിട്ട് ചരിത്ത് തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല മുതലാരെ നിങ്ങൾ എന്താണ് ഇവിടെ പണി? നിങ്ങൾക്ക് പണി എന്താ? ഞങ്ങളുടെ നാട്ടിൽ ഇത് സ്റ്റേജിന് കുയുത്താണ്. ഇതെന്തിനാണ് ഇവിടെ സ്റ്റേജ്? നിങ്ങളോട് ഗണ്ണിക്കാനാ. ആരാ ഗണ്ണനത്തിന് വരുന്നത്? ആ സ്റ്റേജ് കെട്ടണം എന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഈ ഗർജനം കൊണ്ട് കനന്തൻ മുതലാളി ഉയർത്തുകൾ മാറിയിരുന്നു. സ്റ്റേജൊക്കെ കെട്ടി ഭയങ്കര ആയിരക്കണക്കിന് ജനങ്ങൾ നന്മണ്ടയിലേക്ക് ഒഴുകുകയാണ്. സുന്നി പക്ഷത്തെ ഒരാൾ മാത്രം സ്വാഗതമില്ല, അധ്യക്ഷനില്ല, ഉദ്ഘാടകനില്ല, ആശംസയില്ല, നന്ദിയില്ല, ഒറ്റ ആൾ. മുജാഹിദ് പക്ഷത്തെ ഇടവണ്ണ അലവി മൗലവി, പറപ്പൂര് മൗലവി, MCC മൗലവി ഇവരൊക്കെ ഉണ്ട്. ഈ വലിയ പരിതക്കാരനാണ് MCC മൗലവി. ഇടവണ്ണ അലവി മൗലവി എന്നൊക്കെ പള്ളി ദിവസം കിതാബ് ഓതി പഠിച്ചൊരു മൗലാരാണ്. വഹാബിയായി പോയി മാത്രം. എന്തോ ആവട്ടെ, അയാൾ നല്ല കിതാബിൻ്റെ ഉദ്ധരണിയൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യത്തെ ആരാ ചോദിക്കുന്നത് ചോദിച്ചു. ഞങ്ങളാ ചോദിക്കുക, എന്നാ ചോദിച്ചോളി പറഞ്ഞു. അവരെന്ത് ചെയ്ത് ഒറ്റ ചോദ്യം, ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ശൈഖെ കാക്കണേ എന്നിങ്ങനെ സുന്നികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസക്ക് ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? സുന്നികൾ പാടിപ്പറത്തുന്ന മുഹിദ്ദീമാരൊക്കെ ഖുർആനിൽ വല്ല തെളിവും ഉദ്ധരിക്കാൻ സാധിക്കുമോ? അരമണിക്കൂർ ചോദ്യം, അരമണിക്കൂർ ജവാബ്, അങ്ങനെ വ്യവസ്ഥ.
ശരി. ശൈഖുനാ ശംസുലുലമ പറഞ്ഞു, എന്ത് ചെയ്തു? അരമണിക്കൂറിൽ 10 മണിക്കൂർ ഫാത്തിഹ ഓതിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള തൻ്റെ ഉസ്താദ്മാർ മശായിഖ്മാരിലേക്കൊക്കെ ഹദിയ ചെയ്തിട്ടുള്ള തവസ്സുൽ ചെയ്തിട്ടുള്ള ഒരു ദുആ. തവസ്സുലും ഇസ്തിആശയും ശിർക്കാന്നാണ് അവർ പറയുന്നത്. മൊയ്തീൻ ശൈഖിനൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ദുആ. രണ്ടാമത്തെ 10 മിനിറ്റ് അവർ അരമണിക്കൂർ ഇടവണ്ണ അലവി മൗലവിൻ്റെ പ്രസംഗം മൂപ്പരിങ്ങോട്ട് എഴുതിയെടുത്തിരുന്നു. ഹർഫംബി ഹർഫ് 10 മിനിറ്റ് മറുപടി, 10 മിനിറ്റ് മൊഹിദീമാല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നിട്ട് ഓതിയിട്ട് മൊഹിദീമാലാണ് സ്ഥിരപ്പെടുത്തി. അപ്പോൾ തന്നെ ഇടവണ്ണ മൗലവി വെള്ളം ചോദിച്ചു. അപ്പോൾ സോഡ അങ്ങനെ പൊട്ടിക്കാൻ മുജാഹിദീങ്ങൾ തയ്യാറാണ്. കാന്തൻ മുതലാളി സോഡ പൊട്ടിക്കുന്നു, അലമൊഴി മൗലവി കുടിക്കുന്നു. രണ്ടാമത്തെ അരമണിക്കൂർ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ഇങ്ങനെ പതരാ. ഇത് കണ്ടപ്പോൾ സുന്നി പക്ഷത്തുള്ള ആളുകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുക. അവർ വെള്ളം സോഡ കുപ്പിയായിട്ട് ശംസുലുലമയുടെ സ്റ്റേജിലേക്ക് വന്നു. മൂപ്പര് ബെത്തില മുറുക്കിയിട്ട് അടുത്തോട്ട് ഇങ്ങനെ തുപ്പുന്നുണ്ട്. ചുവന്ന കളറിൽ തുപ്പലിങ്ങനെ വരുന്നുണ്ട്. സോഡ ചോദിച്ച മൂപ്പര് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. മൗലവിയോ വെള്ളം ഇങ്ങനെ കുടിക്കുന്നു. ആളുകൾ അപ്പം തന്നെ പറഞ്ഞു, ഒന്നാമത്തെ അരമണിക്കൂർ കൊണ്ട് തന്നെ ആയിരക്കണക്കിൽ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി, കെ അബൂബക്കർ മുസ്ലിയാർ സുന്നി പക്ഷത്ത് വിജയം ഉറച്ചുപോയി. അന്നത്തെ ഗണ്ണന പ്രസംഗം വാദപ്രതിവാദം അന്നത്തെ രാത്രി അവസാനിക്കലോടുകൂടി തന്നെ വളരെ വിഷമത്തോടുകൂടി വന്ന നേതാക്കന്മാർ മുഴുവനും സന്തോഷത്തോടുകൂടി പോയി കിടന്നുറങ്ങി. 3 ദിവസത്തേക്ക് നിശ്ചയിച്ച രണ്ടാമത്തെ ദിവസം ഇടവണ്ണ അലവി മൗലവി നന്മണ്ടയിലേക്ക് തന്നെ വന്നില്ല. രണ്ടാം ദിവസം സ്റ്റേജിൽ വന്നതാരാ? പരിഹാസ്യപ്രാസംഗികനായ പറപ്പൂർ മൗലവിയാണ്. അയാൾ ആളുകളെങ്ങനെ കളിയാക്കും. അങ്ങനെ കാലത്തുണ്ടല്ലോ കളിയാക്കുന്ന ആളുകൾ. ശംസുലുലമനൊക്കെ കളിയാക്കിയ ആളുകളുണ്ട്. പേരോട്ട തിരമെന്ന് തന്നെ ഒരാണ്ടായി. ശംസുലുലമനെ പരിഹസിക്കുന്ന ഒരു ഗുരുകുരുത്തം കെട്ടവനാണ്. അണ്ടോണം മൊയ്തീൻ മുസ്ലിയാർ എന്നൊരാളുണ്ടായിനി, സമസ്ത പുറത്താക്കിയ ആള്. ശംസുലുലമൻ്റെ വീട്ടിൽ പഠിക്കൽ വന്നിട്ട് 3 മണിക്കൂർ പ്രസംഗിച്ച ഗുരുത്തം കെട്ടവനാ. പിറ്റേത്താഴ്ച മരിച്ചുപോയി. കുരുത്തക്കടമുണ്ട്. ശംസുലുലമൻ അതേ ശൈലിയിൽ പരിഹസിച്ച് പ്രസംഗിക്കുന്ന ആളാളുകൾക്ക് ഹേ ഹേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പ്രസംഗിക്കും. എന്തൊരു കുരുത്തക്കട! നാണം കെട്ടവർ. അള്ളാഹു അവർ ശല്യം ഭൂമിയിൽ നിന്ന് ഒഴിവാക്കി തരട്ടെ. അള്ളാഹു അത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമാർക്കും വേണ്ട. പൊളിഞ്ഞ് പാപ്പറാവുക. ശംസുലുലമൻ്റെ കറാമത്തുണ്ടെങ്കിൽ സമസ്തയല്ലാതെ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല ഭാവിയിൽ. അള്ളാഹു കാണാൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. നമുക്ക് ആയാത്തുണ്ടെങ്കിൽ കാണാം. പരിഹാസ്യ പ്രസംഗികനാണ് ആര്? ഈ പറപ്പൂർ മൗലവി. അയാൾ ആദ്യത്തെ അരമണിക്കൂർ തന്നെ ചോദിക്കുന്നതാരോ, ഈ കേബുക്ക് മുസ്ലിയാരെ നിങ്ങൾക്ക് ബെത്തിലറിയോ? ബെത്തിൽ 2 തരമുണ്ട്. പതിവെത്തില, കണ്ണിവെത്തില. പതിവെറ്റില, കണ്ണിവെറ്റില. അതിൽ പതിവെറ്റില മോശമാണ്, കണ്ണിവെറ്റില മുന്തിയ വെറ്റിലാണെന്നാണ് ഇയാൾ ആദ്യം ഒരു പരിഹാസത്തോടുള്ള ഒരു പ്രസംഗത്തോട്. സുബ്ഹാനല്ലാഹ്. ആളുകൾ ഇങ്ങനെ ബേജാറായി. ഈക്ക് എന്താ മറുപടി പറയാം? മൂപ്പര് പറഞ്ഞു ഒരു 10 മിനിറ്റ് ദ്വാ. 10 മിനിറ്റ് ദ്വാരന്നതിന് ശേഷം ആദ്യത്തെ 10 മിനിറ്റ് ജവാബിൻ്റെ 10 മിനിറ്റ് ഉണ്ടല്ലോ, ആദ്യം തന്നെ മഹാനായ ശംസുലുലമ പറഞ്ഞു, പറപ്പൂർ മൗലവി നിങ്ങൾക്ക് കൂറാൻ അറിയോ? പറക്കാത്ത കൂര 2 കൂറുണ്ട്. അതിൽ പറക്കൂറ കുരുത്തം കെട്ട കൂറയാണ്, പറക്കാത്ത കൂറ പാവം കൂറയാണ്. പിന്നെ അപ്പുറത്തെ കഥ പറയണോ? ഉരുളക്കുപ്പേരിയായിട്ട് മറുപടിയായിട്ട് പറഞ്ഞു, മൊയ്തീമാരം കെട്ടി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഇന്നലെ ഓതിയതിന് ആ വ്യാഖ്യാനം ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞു, ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലെയാണ് മൊയ്തീമാരെങ്കിൽ ഞങ്ങൾക്ക് മൊയ്തീമാരയോട് വിരോധമില്ല. അതാണ് വാദപ്രവാദം. അവസാന കാലത്ത് വാദപ്രവാദം കാളുകൂട്ടായി. മഹാനായ ശംസുലുലമ കൊണ്ട് പറഞ്ഞു കാളുകൂട്ട് നിർത്തിവെക്കണം. അപ്പോഴേക്ക് ഈ മറ്റേ ആൾക്കാരുണ്ട്, 2 മൊയ്തീൻ്റെ ആളുകൾ ഓരോ ഈക്ക് മുജാഹിദായിപ്പോയി വാദപ്രവാദം കാളുകൂട്ടാന്ന് പറഞ്ഞു. ഇന്നത്തെ ഈ മുഖാമുഖം എന്ന് പറഞ്ഞാൽ ഒരു മുഖം ഉണ്ടാവുള്ളൂ. മുഖാമുഖം എന്നാണ് പോസ്റ്റർ ഉണ്ടാകുക, ഒരൊറ്റ മുഖം ഉണ്ടാവും. അതിന് മുഖാമുഖം എന്ന് പറയും. പൊള്ളല്ലത്. അപ്പുറത്ത് സ്റ്റേജ് കെട്ടടാ, ഇപ്പുറത്ത് മറുപടി അറിയാം. പറയാൻ പറ്റിയ കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ട്. ശംസുലുലമൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം കാളുകൂട്ടി നിർത്തിയേക്കണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാലേ അന്നത്തോടുകൂടി ആ ഖണ്ഡന പ്രസംഗം നിർത്തിവെച്ചു. കാരണം സുന്നി ആശയം കോഴിക്കോട് ജില്ലയിൽ അരക്കുട്ടുറപ്പിച്ച്, കേരളത്തിൽ അരക്കുട്ടുറപ്പിച്ചതാരാ? മഹാനായ ശൈഖുനാ ശംസുലുലമ തങ്ങളാണ്. അല്ലാഹു മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ പയങ്ങാടിയിലുള്ള
ഗണ്ണപ്രസംഗത്തോടുകൂടി കാദിയാനി ചരിഞ്ഞു പോയി. അങ്ങനെയാണ് മഹാനവറുകൾ തളിപ്പറമ്പിലേക്ക് മുദരിസായി ക്ഷണിക്കുന്നത്. അവിടേക്ക് വന്ന അസീസ് മാസ്റ്റർ തളിപ്പറമ്പ് കുവ്വത്തുൽ ഇസ്ലാം അറബി കോളേജിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവിടെ പോയി മുദരിസായി ഫാമിലി അടക്കം തളിപ്പറമ്പിൽ താമസിച്ചു. മഹാനായ ശംസുൽ ഉലമ അവിടുത്തെ ശിഷ്യന്മാരാണ് ജാമിയ നൂരിയയിലെ പ്രിൻസിപ്പളായിരുന്ന കെ അബൂബക്കർ ഹസ്രത്ത് കേട്ടോ. ഉള്ളാൾ സയ്യിദ് മദനി കോളേജിലെ പ്രിൻസിപ്പാളായി മരിച്ചുപോയ കരുന്തിരുത്തി കുഞ്ഞിക്കോയ തങ്ങൾ, കോഴിയോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, CM വലിയുള്ളാഹി, EK ഹസൻ മുസ്ലിയാർ കേട്ടോ. ഇവരൊക്കെ ആ കാലത്തെ ശിഷ്യന്മാരാണ്. അവിടെ 100-ലേറെ വരുന്ന അലിമീങ്ങൾ അവർ ഓതിപ്പടിച്ചു. അങ്ങനെ മഹാനവറുകൾ അവിടുന്ന് അവിടുന്ന് പിരിഞ്ഞ സമയത്ത് മുമ്പ് കരുന്തിരുത്തി ദർശിച്ചു. ആ സമയത്താണ് കാദിയാനികളുമായുള്ള തിരുപ്പഞ്ചിയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, കീശ്ശേരി അടുത്ത്, അവിടെ ഇന്ത്യനിൽ എന്ന് പറഞ്ഞ മുത്തനൂർ എന്ന സ്ഥലത്ത് ഒരു കാദിയാനി മൊല്ലാക്ക ചത്തു. മഹാനായ ശംസുൽ കാദിയാനി മരിച്ചാൽ മുസ്ലിമീങ്ങളെ മറമാടിനോടത്ത് മറമാടാൻ പാടില്ല എന്ന് ശൈഖുന പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാദിയാനി മൊല്ലാക്ക ചത്തപ്പോൾ നാട്ടുകാരെന്ത് ചെയ്തവരോ ആ വിടപെടെ മറവ് ചെയ്യാൻ പറ്റില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, കേസായി. മയ്യത്തെ കൂടി പൊതിഞ്ഞിട്ട് പള്ളിന് മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ആളുകൾ കുടുങ്ങിയില്ലേ. കേസ് വന്നു, സമസ്തക്കെതിരെ കേസ് വന്നു. കക്ഷി ചേരാൻ ആരില്ല. ശംസുൽ ഉലമ പറഞ്ഞു ഞാൻ കക്ഷി ചേരാം. അപ്പോൾ ഒരു കരുവന്തിരുത്തി ദർശിച്ചിട്ട് മഞ്ചേരി കോടതിയിലേക്ക് വരാൻ വേണ്ടി. ചെറിയ ചരിത്രമൊന്നല്ല. അങ്ങനെ രാവിലെ മധുരടാത്ത ചായയും ചക്കര കേങ്ങും, ഇവിടെ എന്താ പറയുക, ചക്കര കേങ്ങെന്നല്ലേ പറയാം, ചക്കര കേങ്ങും കഴി അന്നത്തെ ഭക്ഷണതാ. രാവിലെ സുബീന് മുമ്പ് ദർശനം തുടങ്ങി, ഒരു വൈകുന്നേരമാണ് വരെ വേണ്ട ദർശനമൊക്കെ 7 മണിയാകുമ്പോഴേക്ക് ദർശനം നടത്തി. അവിടുന്ന് ചായയും കുടിച്ചിട്ട് ഫറൂഖിലേക്ക് നടന്ന് അവിടുന്ന് മഞ്ചേരി ബസ് കയറി. മഞ്ചേരിയിൽ കോടതിയിൽ കേസ് വാദിക്കാൻ മഹാനായ ശംസുൽ ഉലമ വന്നു. വക്കീലായിട്ട് വാദിക്കാമായിരുന്നു അന്ന്. മഹാനവറുകൾ വാദിക്കാൻ വേണ്ടി മഞ്ചേരി വന്നു. മൊത്തം നന്മണ്ടയിൽ തോറ്റ അലവി മൗലവിയും MCC മൗലവിയും ഒക്കെ ഉണ്ടല്ലോ, അവർ ഈ കാദിയാനിയുടെ ഭാഗത്ത് കക്ഷി ചേർന്ന കുരുത്തം കെട്ടവർ. കോടതിയിൽ ഈ ശംസുൽ ഉലമനെ ഒന്ന് തറപറ്റിക്കണം, സമസ്തനെ ഒന്ന് ഇക്കിളിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിയിട്ട് നേരിട്ട് കേസ് നടത്താൻ ധൈര്യമില്ലാത്തവർ കാദിയാനിയുടെ കൂടെ ഈ മൊല്ലാക്കച്ചത്ത കാദിയാനിക്ക് അനുകൂലമായി കേസ് വാദിക്കാൻ വന്നു. ആര്? ഇടവണ്ണ അരബി മൗലവി, MCC മൗലവിയൊക്കെ. അവിടെ ആ സമയത്ത് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഒരിക്കലും മഹാനവറുകൾക്ക് മൂത്രയിക്കാൻ കോടതിന് പുറത്തു പോകാൻ നേരമില്ല. വക്കീൽമാർക്ക് മൂത്രയിക്കാൻ കോടതി സൗകര്യം ഉണ്ടാവും. പക്ഷേ എതിർ സുന്നി പക്ഷത്ത് മൂത്രയിക്കാൻ സ്ഥലം ഉണ്ടായില്ല. മൂപ്പര് വെള്ളം ശേഖരിച്ചിട്ട് മഞ്ചേരി കോടതി വളപ്പിലും ഒരു മറവിൽ നിന്ന് മതിൻ്റെ അടുത്ത് മൂത്രയിച്ചു വൃത്തിയാക്കി കോടതിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു ഹർജി, എന്താ, പ്രതിഭാഗം വക്കീൽ EK അബൂബക്കർ മുസ്ലിയാർ കോടതി വളപ്പിൽ മൂത്രം ഒഴിച്ചു. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അപ്പം ആരാ എഴുതി കൊടുത്തെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എതിര് ഭാഗത്തുള്ള ഗുമസ്തൻ, കാദിയാനിൻ്റെ ഗുമസ്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. ജഡ്ജി ഈ കാര്യം നിങ്ങൾ മൂത്രം ഒഴിച്ചോ ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവൻ മൂത്രം ഒഴിച്ചത് കണ്ടു, ഞാൻ മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞു. ജഡ്ജി പെട്ടെന്ന് ഇയാളോട് ചോദിച്ചു പോയി, പൊട്ടൻ ജഡ്ജി, ഈ മൂത്രം ഒഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾക്ക് ജഡ്ജിക്ക് സംഗതി തിരിഞ്ഞില്ല. ഏതായാലും അത് മേശപ്പുറത്ത് നിന്ന് റെക്കാർഡ് മാറ്റി പോരുമ്പോൾ MCC മൗലവി ചോദിച്ചു, അല്ലേക്ക് നിങ്ങളാ പറഞ്ഞ് പൊള്ളല്ലേ, ഓനാളെ മൂത്രയിച്ച് കണ്ടു എന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? ഞാൻ പോലും പറഞ്ഞിട്ടില്ല. ഇവൻ കണ്ടോ മൂത്രം ഒഴിച്ചത് കണ്ടു. ആര്? ഞാൻ മൂത്രയിച്ചവൻ കണ്ടു എന്നാ. ഇവൻ തക്കതീം ചെയ്തു, ഞാൻ മൂത്രം ഒഴിച്ചു, അത് ഇവൻ കണ്ടു എന്നാ. അതിന് മന്ദിക്കൻ്റെ കിതാബ് ഓതൻ്റെ പൊട്ടൻ. ജഡ്ജി ഓതിയിട്ടില്ല, ഈ MCC മൗലവി ഓതിയിട്ടില്ല. ഇവൻ മൂത്രം ഒഴിച്ചത് കണ്ടു, ഞാൻ മൂത്രം ഒഴിച്ചു, ഞാൻ പൊള്ളു പറഞ്ഞിട്ടില്ല. കണ്ടോ? എന്നാൽ ഓനാണ് അവിടെ അന്യായം എഴുതി കൊടുത്തതെന്നുള്ളത് അത് ശംസുൽ അറിയോ? ഇല്ല, ഓൻ്റെ മുഖത്ത് വയ്ക്കാൻ മുപ്പർക്ക് തീരി ഇവനാ എഴുതി കൊടുത്തതെന്ന്. ആ നിലക്കുള്ള വലിയ കേസൊന്നും അവസാനം ആ കേസിന് വിധി എന്താ വന്ന് അറിയോ? അവിടെ കാദിയാനി ഭാഗത്തുനിന്ന് മുജാഹിദീങ്ങളായ ആളുകളൊക്കെ കൂടി അവിടെ ജഡ്ജിൻ്റെ മുമ്പിൽ സമർപ്പിച്ചെന്താ അറിയോ? ഞങ്ങളും ഷാഫി മദ്ഹബിലെ സുന്നികളാണ്. ആരാണ് ഇവർ അറിയോ? ഷാഫി അങ്ങനെ ഒരു മദ്ഹബ് വേണ്ട, എല്ലാവർക്കും ഇത്തിഹാദ് ചെയ്യാം, എല്ലാവർക്കും ഖുർആൻ ഗവേഷണം നടത്താം, മദ്ഹബിൻ്റെ ആവശ്യമില്ല, ഷാഫി ഇമാമിൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞ മരമണ്ടൂസമാർ
അവസാനം പറഞ്ഞു ഞങ്ങൾ ഷാഫി സുന്നികളാണ്, എന്നാൽ പിന്നെ വിഷയം അവസാനിച്ചു എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ആ സമയത്താണ് ഇവിടെ ഒരു സനത് നൽകുന്ന സ്ഥാപനം ഉണ്ടാക്കണം എന്ന് മൂപ്പര് പണ്ടേ മനസ്സിലാഗ്രഹമുണ്ട്. ഈ ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ വളാഞ്ചേരി സമ്മേളനത്തിലേക്ക് മഹാനവറുകളെ ക്ഷണിക്കുന്നതും മുശാവറ മെമ്പറാകുന്നതും. അങ്ങനെ മഹാനവറുകൾ ഏകകണ്ഠമായ നിലക്ക് സമസ്ത കലിമത്തുലമയുടെ ആലിമീകൾ മുശാവറ മെമ്പറാക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഒരു മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറയുന്നത്. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മരിക്കുന്ന വിടവിലേക്കാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 1957 ഷെയ്ഖുനാ ശംസുൽ ഉലമയെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് മഹാനായ ശംസുൽ ഉലമ മുശാവറയിൽ വെച്ച ആദ്യത്തെ കാര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഒരു സനത് നൽകുന്ന സ്ഥാപനം വേണം. യുപിയിലേക്കും തമിഴ്നാട്ടിലേക്കും രാജ്യത്തുള്ള ആലിമീങ്ങൾക്ക് സനത് വാങ്ങാൻ പോകൽ വളരെ പ്രയാസമാണ്. അങ്ങനെ വടകരയിൽ അതിന് സ്ഥലം നോക്കി, കണ്ണൂരിൽ സ്ഥലം നോക്കി. ആ സമയത്താണ് പെരിന്തൽമണ്ണയിലുള്ള പട്ടിക്കാട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള മഹാനായ വാപ്പുവാജി അയാളുടെ സ്ഥലം മുഴുവനും നൂരിഷ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അങ്ങനെ മഹാനായ PMS പൂക്കോയത്തങ്ങൾ, മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളടക്കമുള്ള മഹാന്മാർ അവരുമായി ഇടവൈക്കൊണ്ട് ജാമിയ നൂരിയ എന്ന് പറയുന്ന കോളേജ് പട്ടിക്കാട് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. സ്ഥാപിച്ചെങ്കിലും ഒരു പേച്ച തെരീക്കത്തുകാരൻ്റെ പേരിലാണല്ലോ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തത്. ഏതായാലും മഹാനായ ശംസുൽ ഉലമ അവിടെ പ്രിൻസിപ്പാളായി, സെക്രട്ടറിയായി. ആ സമയത്ത് നൂരിഷയായിട്ട് വലിയ ലോഗി അടിച്ചു കേട്ടോ. സോപ്പടിച്ച് അങ്ങനെ കൂടി വലിയൊരു മുഖറബായി. നൂരിഷ മഹാനവറുകളെ ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചു. ആളുകൾ പ്രചരിപ്പിച്ചു വന്ന് EK മുസ്ലിയാർ നൂരിഷായിട്ടുണ്ട്. എന്തോ ആവട്ടെ, ഹൈദരാബാദിലേക്ക് പോയി. 3 പ്രാവശ്യം ഹൈദരാബാദിലേക്ക് പോയിട്ടുണ്ട്. എന്തിനു വേണ്ടി? അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ 3 പ്രാവശ്യം മഹാനവറുകൾ പറയും. 3 പ്രാവശ്യം ഹൈദരാബാദിലേക്ക് പോകേണ്ടി വന്നു എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അങ്ങനെ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ആ കോളേജിൻ ജാമിയ നൂരിയ എന്ന പേരാണെങ്കിലും ആ കോമ്പൗണ്ടിന് പേരിട്ടു ഫൈലാബാദ്. കാരണം അത് വലിയ ദീർഘദൃഷ്ടിയോടുകൂടി ഇട്ട പേരാണ്. നൂര് മൗലവി ഫാദിൽ നൂരി എന്നായി പോകും. ഫൈലി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇന്ന് വരെയുള്ള ആലിമി ആയിരക്കണക്കിൽ ആലിമികൾ മുഴുവൻ നൂരി എന്നായി പോകും. അത് പേടിച്ചിട്ട് മുമ്പ് നേരത്തെ തന്നെ സഭയ്ക്ക് ആ ക്യാമ്പസിന് ഫൈലാബാദ് എന്ന് പേരിട്ടു. അതുകൊണ്ടാണ് മൗലവി ഫാദിൽ ഫൈലി എന്ന പേര് വന്നത്. ചുരുക്കി പറയട്ടെ, ഇവിടെ 1ാമത്തെ സ്ഥാപനമായി. പിന്നെ സയ്യിദ് മദനി കോളേജിൽ സനത് കൊടുക്കാൻ തുടങ്ങി. സയ്യിദിയ അറബി കോളേജിൽ സനത് കൊടുക്കാൻ തുടങ്ങി. സഖാഫത്ത് സുന്നിയുടെ പ്രസിഡൻ്റായ മഹാനായ ശംസുൽ ഉലമ കാരന്തൂർ സഖാഫത്ത് സുന്നിയിൽ സഖാഫി ബിരുദം നൽകുന്ന സ്ഥാപനം. അതിൻ്റെ മുമ്പ് ദന്തി ദാറുസ്സലാമിന് ശംസുൽ ഉലമ പ്രിൻസിപ്പാളായി. അവിടെ ദാരിമിയെ സനത് നൽകുന്ന സ്ഥാപനമായി. കണ്ടോ, ഇന്ന് നിങ്ങൾ നോക്ക്, ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളാകട്ടെ ഒക്കെ ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. അതിന് ഉത്തരവാദപ്പെട്ട ഉസ്താദുമാർ മുഴുവനും വാഫി കോളേജുകളുടെയും അതുപോലെ തന്നെ ഹുദവി സ്ഥാപനങ്ങളുടെയും ജാമിയ നൂരിയയുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും എന്ന് വേണ്ട തൻ്റെ വഫാത്തിൻ്റെ ശേഷം രൂപീകരിച്ച ശംസുൽ ഉലമ EK മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് സെൻറ്റർ കുറ്റിക്കാട്ടൂരിലെ ജാമിയ യമാനിയയും അതിൻ്റെ ശേഷം ഉണ്ടായി. അതിന് കലണ്ടർ ശംസുൽ ഉലമയുടെ പേരിലുള്ള കലണ്ടർ നമ്മളെ വണ്ടിയിലുണ്ട്. SKSFR കൊടുത്താൽ ചെറിയ സംഭാവന കൊടുത്താൽ അവിടുത്തെ കുട്ടികളെ ഭക്ഷണത്തിലേക്ക് 230 മുത്താലിമീങ്ങൾ പഠിക്കുന്ന മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ മഹാനായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രിൻസിപ്പാളായ ജാമിയ യമാനി അറബി കോളേജ് ഇന്ന് 500-ലേറെ വരുന്ന യമാനി പണ്ഡിതന്മാരും മഹാനായ ശംസുൽ ഉലമയുടെ പേരിലുണ്ടാക്കിയ സ്ഥാപനത്തിൽ വരെ ഉണ്ടായി. അതാണ് നമ്മുടെ ചരിത്രം. അപ്പോൾ കേരളം മുഴുവനും ഷെയ്ഖുനായുടെ ശിഷ്യന്മാരുടെ ഒരു മയമാണ്. കേരളത്തിലെ മുഴുവൻ ആലിമീങ്ങളും മഹാനവറുകൾ ശിഷ്യനോ അല്ലെങ്കിൽ ശിഷ്യന്മാർ ശിഷ്യനോ. അതുകൊണ്ട് എല്ലാവരും ശംസുൽ ഉലമയുടെ മതം ഇങ്ങനെ വരുന്നത് വെറുതെ പറയല്ലത്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. യമനിൽ നിന്ന് ഈ നാട്ടിലേക്ക് പായക്കപ്പലിൽ വരുന്ന സമയത്ത് തൻ്റെ ഉപ്പാൻ്റെയും മഹാനായ മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പൻ്റെയും മനസ്സിലുള്ള ആഗ്രഹം എന്താ? കേരളത്തിൽ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരുടെ നേതൃത്വം ഈ കുടുംബത്തിൻ്റെ കയ്യിലാവണം. അങ്ങനെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നു. ആദ്യത്തെ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. രൂപീകരിക്കുന്ന സമയത്ത് 1.5 മണിക്കൂർ ദുആയാണ് മുദാക്കര പള്ളിയിൽ. 1.5 മണിക്കൂർ
മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആയോടുകൂടി 40ഓളം വരുന്ന ബഹറായ സൂഫിവര്യന്മാരായ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പദം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയിലേക്ക് വരികയാണ്. തുടർന്നുള്ള 40ഓളം വർഷം മഹാനവറുകൾ തന്നെയാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. മഹാനവറുകൾ സെക്രട്ടറിയായ സമയത്ത് തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത്. സുന്നി യുവജന സംഘം യുവാക്കൾക്കുള്ള സംഘടന രൂപീകരിച്ചു. മതവിദ്യാഭ്യാസത്തിന് ഇന്ന് 12 ലക്ഷം വിദ്യാർത്ഥികൾ രാവിലെ 7 മണിക്ക് മദ്രസയിൽ വെല്ലടിച്ചപ്പോൾ മദ്രസയിൽ വന്ന് ഉമ്മുൽ ഖുർആൻ ഫാത്തിഹ. ലോകത്തിങ്ങൊരു സംവിധാനമുണ്ടോ കൂട്ടരെ? 12 ലക്ഷം മുത്തഅല്ലിമികൾ, ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഔലിയാക്കന്മാരാണ് അവർ. ദോഷം എന്താണെന്നറിയാത്ത പൈതമക്കൾ 10,000-ഓളം വരുന്ന മദ്രസകളിൽ 12 ലക്ഷത്തോളം മുത്തഅല്ലിമീകളാണ്. ഉമ്മുൽ ഖുർആൻ ഫാത്തിഹ ഓതുന്നത്, ആമീൻ പറയുന്നത്. 9 മണിക്ക് മദ്രസയിൽ ബെല്ലടിച്ചാൽ 9 മണിക്ക് ബെല്ലടിച്ചാൽ അവിടെ ചൊല്ലുന്നത് ഹബീബായ നമ്മുടെ കരളിൻ്റെ കഷ്ടമായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ശരീഫിലേക്ക് 10 സലാത്ത് 12 ലക്ഷം കുട്ടികൾ ചൊല്ലിയാൽ എത്ര ലക്ഷക്കണക്കിന് സലാത്താണ് ഹബീബിൻ്റെ തിരുഹദ്റത്തിലേക്ക് അയക്കുന്നത്. ഈ ഒരു സംവിധാനം ചെറിയ സംവിധാനമാണോ? ലോകത്തിങ്ങൊരു സംവിധാനമുണ്ടോ? ഇതെന്തൊരു അത്ഭുതമാണ്. ഇതിൻ്റെ പേരാണ് കറാമത്ത് കേട്ടാ. ഓരോ മാസത്തിന് എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ 10-15 മദ്രസക്ക് പുതിയ അംഗീകാരം. മറ്റവർ പിത്തനാക്കിയ മുഴുവൻ മഹലുകളും സമസ്തകളുടെ ജമിയത്തുൽ ഉലമയ്ക്ക് ഒഴുകി വരികയാണ്. ഇതിൻ്റെ പേരാണ് വലിയ കറാമത്ത് കേട്ടോ. ഇതെന്താ 30 സലാത്തിൽ എത്ര സലാത്തുണ്ടാവും? എത്ര സലാത്താ ഓരോ ദിവസം അയക്കുന്ന റസൂലുള്ളാഹിക്ക്? അവിടെ കേരളത്തിൽ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് ഒരു ബർക്കത്തുണ്ടാവും. ഈ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോകില്ല കേട്ടോ. ഒരു ഇതിൻ്റെ പ്രത്യേകത തന്നെ ആദ്യത്തിൽ ശംസുൽ ഉലമ വഫാത്തായപ്പോൾ ആദ്യം ഉണ്ടാക്കിയ സ്ഥാപനം ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ സ്മാരക ശംസ്. അതിന് സനത് കൊടുക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് ശിഹാബ് തങ്ങൾ അറബി കോളേജിൻ്റെ പേര് ജാമിയ യമാനിയ എന്നാണ്. അല്ലെങ്കിൽ ഷംസി എന്നായി. യമനെ സ്മരിക്കുന്ന ജാമിയ യമാനിയ അറബി കോളേജ് കണ്ണൂരിൽ ഇതിൻ്റെ ബ്രാഞ്ചുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇതിൽ കാണാം. വലിയ സ്ഥാപനമാണ്. ഇൻഷാ അല്ലാഹ് മെഡിക്കൽ കോളേജിൽ ശംസുൽ ഉലമ ടവറിൻ്റെ പണി നടക്കുന്നുണ്ട്. വരുമാനമൊക്കെ അടുത്താവും. 2 കൊല്ലം കൊണ്ട് അതിന് വരുമാനം. നല്ലൊരു ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പം വരുമാനമാവും. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഒരു സംഭാവന ഒക്കെ കൊടുത്തിട്ട് കഴിയുന്നവർ നല്ലൊരു സംഖ്യ കൊടുത്ത്. ഇതിന് വിലയില്ല, കലണ്ടറൊന്നും ഇപ്പോൾ ഒരു വിലയില്ല. വീട്ടിൽ ഫ്രീ ആയിട്ട് വെച്ച് പോവല്ലേ സ്ഥാപനക്കാർ. നല്ലൊരു പൈസ കൊടുത്താൽ അവിടെ നിന്ന് നടക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് വരും. ഓരോ കോപ്പി എല്ലാവരും വാങ്ങണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തിന്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനികളെ, ആ നിലക്കുള്ള മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇബാദത്ത് കൊണ്ടാണ്, ദിക്ർ കൊണ്ടാണ് ആ മഹാൻ വലിയ ദർജെത്തിച്ചത്. വെറുതെ ആയതല്ല. മൊയ്തീൻ ശൈഖിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ രാപ്പകലില്ലാതെ ദിക്റാണ്. ദർസിലേക്ക് വരികയാണെങ്കിൽ സുബഹിക്കരിച്ച് ദർസ് ഹാളിലേക്ക് വന്ന് ദർസ് കിതാബും കഴിച്ച് ഇങ്ങനെ ചുമന്ന് വന്ന് ദർസിലിരിക്കുന്നവരെ തസ്ബീമാരെ കയ്യിലുണ്ടാവും. അഴുതും ബിസ്മിയും തുടങ്ങുന്നവരെ ദിക്റായിരിക്കും. ദർസ് ഇങ്ങോട്ട് അവസാനിച്ച് കിതാബ് പൂട്ടിയാൽ വീണ്ടും തസ്ബീമാരെ ചലിക്കാൻ തുടങ്ങും. തനിക്ക് ലോകിക്കാരില്ല, പരിചയക്കാരില്ല, ആരുമായും കൂട്ടുകെട്ടില്ല, സഹവർത്തിത്വമില്ല, ആരോടും സംസാരിക്കുന്ന ശൈലിയില്ല, ആരെയും വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല. 10 ഏക്കറോളം വരുന്ന തൻ്റെ ഭാര്യ വീട്ടിൻ്റെ സ്വത്തിലാണ് താമസം. രാജാവിനെ പോലെയാണ് വീട്ടിലിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ആരും കയറില്ല. വീട്ടിൻ്റെ വാതിൽ ഗിൽസ് പൂട്ടിയിട്ടാണ് വീട്ടിൻ്റെ ഈ സിമൻ്റ് ഇട്ടതായ തിണ്ണയിൽ ഇരിക്കുന്നത്. തിണ്ണയിൽ മഹാനവറുകളിൽ നിന്ന് അങ്ങനെ ദിക്റ് ചൊല്ലും. ഒരാൾക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പേടിയായി. അതിന് പുറമെ വീട്ടിൻ്റെ താഴെ ഭാഗത്തൊരു നായക്കൂടുണ്ട്. ഒരു നായനെ പോറ്റിയിരുന്നു പണ്ട് കാലത്തൊക്കെ. ആളുകൾ ചോദിച്ചു, എന്തിനാ മുല്ലാരെ ഞങ്ങൾ നായനെ പോറ്റത്? നായ നായോ ഫോട്ടോ ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്ക് കടക്കൂലാന്ന് ഹദീസില്ലേ? നിങ്ങൾ എന്തിനാണ് നായനെ പൂട്ടുന്നത്? ഞാൻ പറഞ്ഞു, നായൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിലുമാണ്. ഞാൻ നായൻ്റെ വീട്ടിൽ കിടക്കാറില്ല മനുഷ്യ. എൻ്റെ വീട്ടിൽ നായും കിടക്കാറില്ല. നായനെ പിടിച്ച ആരോട് കയറില്ലായിരുന്നു കണ്ടോ? ഒരു മനുഷ്യനും കയറില്ല. എൻ്റെ ഉസ്താദ് കുഞ്ഞിമുല്ലാരൊക്കെ പറയും, ആദ്യം ചെല്ലുള്ളൂ. ആരെങ്കിലും അപ്പുറത്തൂരൊക്കെ വിട്ടിട്ട് കുഞ്ഞീൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പരെന്ത് ചെയ്യും? വാതിൽ തുറന്നു കൊടുക്കും. അങ്ങനെ കാണാം. ഒരു ജില്ലയിൽ നിന്ന് ഒരാളൊക്കെ ആ ചെല്ലും. ആരെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? AP അബൂബക്കർ മുസ്ലിയാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവസാനമായിട്ട്. മൂപ്പര് വന്നിട്ട് ഇങ്ങനെ വാതിലും പിടിച്ചിങ്ങനെ നിന്ന്, പുറത്തു പോവാ, നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? നീ ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഒരു എതിർപ്പില്ലാത്തൊരു കാലമാണ്. ഇങ്ങോട്ട് വരരുത്.
മർക്കസിൻ്റെ പ്രസിഡന്റ് ശംസുൽ ഉലമ, സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാർ. മൂപ്പർ ഭയ ലോകത്തിന് അങ്ങനെ വന്നതാ. ഇവിടേക്ക് ഇനി കയറാൻ പാടില്ല, എൻ്റെ പറമ്പിൽ കയറാൻ പാടില്ല. ഇരിക്കുന്ന പണി ആർക്കുമില്ല. ഒരാൾ ആഭ്യന്തര സഹമന്ത്രി സയ്യിദ് സാഹിബ് അവിടെ വന്നപ്പോഴും കസേരം വരെ ഇരുന്നില്ല. സയ്യിദ് സാഹിബ് വലിയ ബന്ധമുള്ള ആളാണ് ശംസുൽ ഉലമയായിട്ട്. കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രി. സുബ്ഹാനല്ലാഹ്, മൂപ്പര് മന്ത്രിയായപ്പോൾ ആദ്യം അവിടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളി, മൂപ്പർക്ക് കേന്ദ്രമന്ത്രി വരുന്നുണ്ട് സുബീൻ്റെ സമയത്ത്, ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ടാന്ന് പറഞ്ഞു. ആരെങ്കിലും പറയുമോ കേന്ദ്രമന്ത്രി വരുന്നതിനൊക്കെ വേഗം ചായയൊക്കെ തയ്യാറാക്കി. സുബ്ഹാനല്ലാഹ്, മന്ത്രിനെ കാണാൻ അവിടെ ഡൽഹിയിലും തിരുവനന്തപുരത്തും പോയിട്ട് പെറ്റെടുക്കലാണ്. അറബി ഈ മന്ത്രിമാരെ പെണ്ണുങ്ങളുടെ ഇടയിൽ ആളുകൾ മുലമാരൊക്കെ മന്ത്രി ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടി കേട്ടോ. ഇത് കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് വിളിക്കാൻ, ആഭ്യന്തര സഹമന്ത്രി ഒന്ന് കാണാൻ വരുന്നുണ്ട്, വന്നോട്ടെ, ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ട, കാരണം മുപ്പര് ഔറാദ് മുടങ്ങും. അപ്പോഴേക്ക് പോലീസും അവിടുത്തെ പോലീസ് കമ്മീഷണറൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, വീട്ടുമുറ്റത്തെത്തിയാണ്. അപ്പോൾ ഏതായാലും വാതിലൊക്കെ തുറന്നു കൊടുത്ത് സയ്യിദ് സാഹിബിന് ശംസുലുമായിട്ട് വലിയ ബന്ധം താരങ്ങൾ. മൂപ്പർ ആദ്യമായി ലക്ഷദ്വീപിൽ മത്സരിക്കാൻ പോയപ്പോൾ ബഹുമാനപ്പെട്ടവരടുത്ത് വന്ന് മന്ത്രിച്ച് ഓതിയിട്ടാണ്, എന്താ നിങ്ങളെ പേര് വെച്ച്? സയ്യിദ്. നിങ്ങൾ സയ്യിദ് എന്നാ പേര്, വിജയ് നടത്തും, നിങ്ങൾ എല്ലാ കാലത്തും വിജയാന്ന് പറഞ്ഞു, ദുനിയാവിൽ ആഖിറത്തും. പിന്നെ അയാൾ തോറ്റില്ല. പക്ഷെ അയാൾ തോൽപ്പിക്കാൻ വേണ്ടി AP അബൂബക്കർ മുസ്ലിയാർ ആളുകൾ ലക്ഷദ്വീപിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് സയ്യിദ് സാഹിബ് തോറ്റു മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ പിന്നെ അയാൾ MP അല്ലാതായി. പക്ഷേ കേന്ദ്രത്തിലെ മന്ത്രിസഭ, കോൺഗ്രസ് മന്ത്രിസഭ അയാളെ ഊർജ്ജ മന്ത്രിയായിട്ട്, ക്യാബിനറ്റ് മന്ത്രിയായി തിരഞ്ഞെടുത്തു. സയ്യിദ് സാഹിബ് അപ്പോഴും തോറ്റിട്ടില്ല, മന്ത്രിയായിട്ടാണ് മരിച്ചത്. കണ്ടോ ശംസുൽ ഉലമയുടെ വാക്കാ, നിങ്ങൾ സയ്യിദാണെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾ സയ്യിദാ. മൂപ്പര് വന്നപ്പോൾ മൂപ്പരാളെ നിന്നിട്ട് 2 മിനിറ്റ് സംസാരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പോലീസിൽ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഇത് ആരാണ് ഈ മുസ്ലിയാർ? കേന്ദ്രമന്ത്രി വന്നിട്ട് ഇരിക്കാൻ അവിടെ കാല് മുറിഞ്ഞ കസേര ഉള്ളത്, ചൂര കസേരയാണ് അവിടെ. അതിന് കാലൊക്കെ പഴയ കാലത്തുള്ള ആയതുകൊണ്ട് ആരും അവിടെ ഇരിക്കാറില്ല. പിന്നെ കസേര ഇടേണ്ട ആവശ്യമില്ല. ഒരാൾക്കും ചായ സൽക്കാരാളില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സുന്നത്താണ് വരുന്നേരം സൽക്കരിക്കുക. മൂപ്പർക്ക് അതിന് നേരല്ല. അതിനേക്കാൾ ഫർളായ ഇബാദത്ത് ഔറാദുകൾ ലിയാദുകൾ ചൊല്ലി തീർക്കാനുള്ളത് കൊണ്ട് മഹാനായ ശംസുൽ ഉലമ ചായ സൽക്കരിക്കാറില്ല. ഫസൽ പൂക്കോയത്തങ്ങൾ തന്നെ ഒരാണ്ട് കോഴിക്കോട്, മൂപ്പര് ഒരിക്കൽ വന്നു, കണ്ടു, സംസാരിച്ചു, പോവാ, ചായ ഒന്ന് എന്നാ പോയിക്കോളി ഞങ്ങളെന്ന് പറഞ്ഞു. ഭക്ഷണമൊക്കെ റെഡിയാണ്. മൗലൂദ് അതല്ലേ, മൗലൂദിൻ്റെ കിതാബുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്റൊക്കെ ശംസുൽ ഉലമയുടെ പേരിൽ ചൊല്ലി ദ്വാരന്ന് പോകാൻ. നേരത്തെ വന്ന പെണ്ണുങ്ങളും കുട്ടികളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് ദ്വാരത്തിട്ട് പിരിയാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഒരു സാഹിദിൻ്റെ അർത്ഥം എന്തെന്നാ അതിക്കോതി എല്ലാ കുട്ടികൾക്കും അറിയാം. ആളുകളുമായി, അള്ളാഹിൻ്റെ മഖ്ലൂഖീങ്ങളുമായി ബന്ധം വിച്ഛേദിക്കാറില്ല. ഒരാളെയും തൻ്റെ വീട്ടിൽ താമസിപ്പിക്കൂല, ഒരാളെയും തൻ്റെ വണ്ടി കയറ്റൂല. ഒറ്റയ്ക്ക് അള്ളാഹുവായിട്ടുള്ള ബന്ധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത്, അമ്പിയാക്കന്മാരുടെ ഹുളൂർ. തിരുപ്പഞ്ചി മഹമ്മൂസ അവർക്ക് പറയേണ്ടായി, ഈ കെമുലൊരു വല്ലാത്ത മുലറാണ്. മഞ്ചേരി സമാഹാളിലും ക്രിസ്ത്യാനികളുമായി വാദപ്രതിവാദത്തിന് വന്ന സമയത്ത് സ്റ്റേജ് നിറച്ചും അള്ളാഹുവിൻ്റെ അള്ളാഹു റസൂൽ അടക്കമുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും ഹുളൂർ ആ സ്റ്റേജിലുണ്ടായിരുന്നു. അതാ മൂപ്പരെ പറ്റി. മൂപ്പര് സാമീപ്യം ആരുമായിട്ടാണ്? മഹാന്മാരുമായുള്ള ബന്ധം. ആ ബന്ധത്തോണ്ട് ഇലാഹായ അള്ളാഹുമായുള്ള ഔറാദും രാവും പകലും ദിക്റിലാണ്. രാത്രി ഉറക്കം വളരെ കുറവാണ്. ഖുർആൻ ഹാഫിളായതുകൊണ്ട് ഖുർആൻ അങ്ങനെ ഓതും. രാത്രി സമയങ്ങളിലൊക്കെ ഖുർആൻ ഓതുന്ന അങ്ങനെ കേൾക്കാം. അവിടെ കിടന്നുറങ്ങിയ ഒരുപാട് രാത്രികളിൽ എനിക്കറിയാം. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നോക്കിയാലും മഹാനവറുകൾ ഖുർആൻ ഓതുന്നുണ്ടാവും. ഉറക്കമാണ് നന്നേ കുറവായിരുന്നു. ആളുകളുമായി സംസാരം വളരെ കുറവ്. മഹാനവറുകൾ പറഞ്ഞൊരു വാക്കും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 65 കൊല്ലമായി ഞാൻ ഈ ഈസ്റ്റ് വെള്ളിമാട് ഒന്നിൽ താമസിക്കുന്നു. ഇടവയിലൂടെ റോട്ടിലേക്ക് നടന്നു പോകുമ്പോൾ മഹാനവറുകൾ തൻ്റെ പിന്നിൽ നടക്കുന്ന എന്നോട് പറയുകയുണ്ടായി, എടോ 65 കൊല്ലമായി ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്നു. ഈ ഇടവഴികളിലുള്ള ചരക്കല്ലുകളല്ലാതെ എനിക്ക് ഈ നാട്ടിൽ ഒരു പരിചയക്കാരുമില്ല. കല്യാണം
7 മക്കൾ 8 കല്യാണം ആ വീട്ടിൽ വെച്ച് നടത്തിയെങ്കിലും അയൽവാസികൾ പോലും ആ കല്യാണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടില്ല. ധൂർത്തില്ലാത്ത മാതൃകാ കല്യാണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സഹാബത്തടക്കമുള്ള ആളുകൾ നടത്തിയതുപോലെ നിക്കാഹും ചടങ്ങും. പണത്തിന് വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ മഹാനവറുകൾ 10 കൊടുത്ത് പൈസ വാങ്ങാറുണ്ട് എന്ന് ശംസുലമൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് പ്രസംഗിച്ച മുസ്ലിയാരടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം. അവർ അനുയായികൾ മനസ്സിലാക്കണം. ഒരു കല്യാണം കഴിച്ചാൽ 100 പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള പൊന്നവിടെ വരും. 12,000-ഓളം വരുന്ന ശിഷ്യന്മാർ മഹാനവറുകൾക്കുണ്ടായിരുന്നു. ലണ്ടനിലൊക്കെ വൈരക്കച്ചവടം ചെയ്യുന്ന ശിഷ്യന്മാർ മഹാനവറുകൾക്കുണ്ടായിരുന്നു. ഒരു മോളെ കെട്ടിക്കാൻ ശിഷ്യന്മാർക്ക് ഒരു ചെറിയ സന്ദേശം കൈമാറിയാൽ പണത്തിൻ്റെ കെട്ടുമായി വരാനുള്ള സമ്പന്നന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു മുതലാളിയെയും കല്യാണത്തിന് ക്ഷണിച്ച ചരിത്രമില്ല. മുസാഫർ മെമ്പർമാർ പറയട്ടെ, എന്നെ ഈ ഉസ്താദിൻ്റെ മോളെ കല്യാണത്തിന് ക്ഷണിച്ചു എന്ന് ഏതെങ്കിലും ഒരാൾ നെഞ്ഞൂക്കോടുകൂടി പറയട്ടെ. ഒരാരെയും കല്യാണത്തിന് ക്ഷണിച്ചില്ല. എന്താ? ജനങ്ങളുമായി ദുന്യാവുമായി തനിക്ക് ബന്ധമില്ല. ബഹുമാനികളെ, എന്നാൽ പണത്തിന് വേണ്ടി ഒരാണ് മുമ്പിലും താൻ തലകുനിച്ചിട്ടില്ല. ജാമിഅ നൂരിയയിൽ വലിയൊരു മുതലാളി അവിടേക്കൊരു പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ നിയമം നിങ്ങൾ തോട്ടത്തൊഴിലാളികൾക്ക് കൊടുക്ക്. നിങ്ങൾക്ക് തോട്ടമുണ്ടെങ്കിൽ എനിക്കും തോട്ടമുണ്ട്. നിങ്ങൾക്ക് മോട്ടോർ വാഹനമുണ്ടെങ്കിൽ എനിക്കും മോട്ടോർ വാഹനമുണ്ട്. നിങ്ങൾക്കുള്ളതിൻ്റെ പുറമെ എന്നിലൊന്ന് സാധനമുണ്ട്. അതുകൊണ്ട് നിൻ്റെ നിയമം നിൻ്റെ തോട്ടത്തൊഴിലാളികൾക്ക് കൊണ്ടുകൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആചാര്യ ബേജാറായി ഞെട്ടി വിറച്ചു പോയില്ലേ. ഒരു മനുഷ്യൻ്റെ മുമ്പിലും തലകുനിച്ച ചരിത്രം മഹാനായ ശംസുൽ ഉലമക്കില്ല. ആ നിലക്കുള്ള മഹാനെ സംബന്ധിച്ച് തൻ്റെ അവസാന ഘട്ടത്തിൽ സഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനികളെ മഹാനവറുകളെ സംബന്ധിച്ച് ഈ രാജ്യത്തുള്ള മുതഅല്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരും ചില പണ്ഡിതവേഷധാരികളും മഹാനവറുകൾ ചെറുതാക്കാൻ വേണ്ടി നടുറോട്ടിൽ വെച്ച് കാക്കക്കും കൈകനും കൊത്തിവരിക്കാനുള്ള അവസരമുണ്ടാക്കിയെങ്കിൽ അതൊരു വലിയ വിപത്തായി നമ്മൾ മനസ്സിലാക്കുന്നു. എന്താ കാരണം? ബുഖാരിൻ്റെ ശറഹ് ഇറങ്ങിയില്ല. ഈ സമുദായത്തിന് ഏറ്റവും ആവശ്യമായ ഒരു അമൂല്യമായ ബുഖാരിയുടെ ശറഹ് ഇവിടെ വെളിച്ചം കണ്ടില്ല. കേസ് കൊടുത്തപ്പോൾ കേസിന് വേണ്ടി മഹാനായ ശംസുൽ ഉലമ രാവും പകലും ഇറങ്ങേണ്ടി വന്നു. കാരണം വലിയൊരു കേസാണല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1934 മുതൽ സമസ്ത നിലവിലില്ല എന്നാണ് ഈ വിഘടനവാദികൾ കൊണ്ടുവന്ന വാദം. അങ്ങനെ ഒരു സംഘടനയെ നിലവിലില്ല. അപ്പോൾ ആ സംഘടന നിലവിലുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി മഹാനവറുകൾക്ക് കോടതിയിൽ കയറി വക്കീലായി വാദിക്കാൻ പറ്റുന്ന കാലമല്ലല്ലോ. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ LLB ബിരുദം നേടിയ ആൾക്ക് മാത്രമേ കേസ് നടത്താൻ പറ്റൂ. വക്കീലിന് വെച്ചിട്ട് കേസ് നടത്തുമ്പോൾ രാത്രി സമയത്ത് വക്കീലിന് പോയിട്ട് നാളെ ഹാജരാൻ വേണ്ടുന്ന വിചാരണയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വക്കീലിനെ പഠിപ്പിക്കണം. രാവിലെ മഹാനവറുകൾക്ക് ദർശനം നടത്തണം. രാത്രി ശരീഅത്ത് സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോകണം. ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാത്തത് കൊണ്ട് ഈ രാജ്യത്ത് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഒരു അമൂല്യമായ ഗന്ധം സഹീഹുൽ ബുഖാരിയുടെ ഒരു ശറഹ് വെളിച്ചം കണ്ടില്ല. അതിൻ്റെ കുരുത്തക്കേടും മുഴുവനും ആ പിത്തനുണ്ടാക്കിയവർക്കും കേസ് കൊടുത്തവർക്കുമാണ്. അള്ളാഹു അവരെയും നമ്മളെയും രക്ഷപ്പെടുത്തട്ടെ. ആരോടും വെറുപ്പ് കൊണ്ട് പറഞ്ഞതല്ല. ചില അവരുടെ ആ കാലഘട്ടത്തിലുള്ള വാദഗതികൾ ഇന്നല്ല കുട്ടികൾക്ക് അറിയില്ല. 23 കൊല്ലമായി ശംസുൽ ഉലമ വഫാത്തായിട്ട്. ഏതെങ്കിലും SKSSFകാർക്ക് ഈ കഥ അറിയുമോ? ഈ കഥ ഒന്ന് പഠിപ്പിക്കൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി. രണ്ടിലെന്താ കുഴപ്പം? രണ്ടും ശൂന്യല്ലേ? അല്ല, ഒന്ന് സണ്ണിയാണ് എന്ന് ഈ സമുദായത്തിന് പഠിപ്പിക്കേണ്ട ബാധ്യത എന്നെപ്പോലെയുള്ള ആളുകൾക്കുള്ളത് കൊണ്ട് പറഞ്ഞതാ. ലോകം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കേട്ടവർ ഇത് പഠിപ്പിക്കട്ടെ. ഇവരുമായി സന്ധിയാവാം. ശംസുൽ ഉലമൻ്റെ മഖാമ് സിയാറത്ത് ചെയ്യണം. ആദ്യത്തെ വ്യവസ്ഥ അതാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സമസ്ത 22 വ്യവസ്ഥകൾ എഴുതി കൊടുത്തിട്ട് മസലത്ത് ചർച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞാൽ നമുക്കൊന്നാവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നിക്കുന്നതിനുള്ള വിരോധമല്ല, ഞാൻ മസലത്തിന് ശ്രമിക്കുന്ന ആളാ. പക്ഷേ ഇവരുമായുള്ള സന്ധി എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യവസ്ഥ കൊല്ലക്കൊത്തായ തങ്ങപ്പാപ്പാൻ്റെയും ശംസുൽ ഉലമയുടെയും കാൽക്കൽ പോയിട്ട് ഖത്തമോദട്ടെ. അല്ല, യാസീനെങ്കിലും ഓതിയിട്ട് ദ്വന്നിട്ട് പശ്ചാത്തപിക്കട്ടെ. മരിച്ചുപോയ ഔലിയാക്കന്മാർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ പദവിയിലും ദർജയിലുമാണ്, ഹയാത്തിലാണെന്നാണല്ലോ സുന്നികൾ വിശ്വാസം. മഹാനായ ശംസുൽ ഉലമ നിങ്ങൾക്ക് മാപ്പ് തന്നാൽ നമുക്കൊന്നിച്ച് നോക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നമുക്ക് ഫാത്തി ഓതി കുറച്ച് ഔറാദ് മൗലൂദുണ്ട്. ഈ മൗലൂദ് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്നൊരു വലിയ മൗലൂദാണ്.
മൗലൂദ് ചെറിയ കോലാണെങ്കിലും ഇതുണ്ടാക്കിയ തിരുപ്പച്ചി ഉസ്താദിൻ്റെ ഉസ്താദ് അരിമ്പ്ര ബൂക്ക മുസിയാർ സൂഫി വര്യനാണ് വലിയായിരുന്നു. ആ പിന്നെ നിങ്ങൾ ഒരു ഉസ്താദിൻ്റെ കാര്യം പറയാണ്ട് അതിന് ശേഷം മൗലൂദാണ് ഒരു കാര്യം. നിങ്ങൾ ഈ കുട്ടികളെ പരിപാടി ഇന്ന് രാവിലെ മുതൽ വലിയ പരിപാടിയൊക്കെ ഇവിടെ നിന്ന് നല്ല പരിപാടി ഞാൻ കേട്ടു കുറച്ച്. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മൾ കുട്ടികളൊക്കെ ഉയർത്തട്ടെ. ഇവിടുത്തെ ഈ യൂണിറ്റ് തന്നെയാണ് അല്ലേ ഏറ്റവും കൂടുതൽ നല്ല മാർക്കോട് ജയിച്ച് ഇവിടുത്തെ കുട്ടികൾ. അൽഹംദുലില്ലാ, ശംസുലുലമൻ്റെ ബർക്കത്താണ്. നിങ്ങൾ നാട്ടിൽ മുമ്പ് ദർശത്ത് ഉസ്താദിൻ്റെ ഒക്കെ ബർക്കത്തായിരിക്കും. അല്ലാഹു ബർക്കത്ത് നിലനിർത്തി വലിയ ആലിമീങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ. സമസ്ത കലിമത്തുലമൻ്റെ മുസാഫറമാവാനും ദീൻ്റെ ഖാദിമീങ്ങളാവാനും വലിയ വാദമാരാവാനൊക്കെ ഉള്ള നല്ല ആലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലാഹു ഉയർത്തിത്തരട്ടെ. നല്ലൊരു സംഖ്യ നിങ്ങൾ ഈ സംഘാടകർക്ക് വേണ്ടി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ നിങ്ങൾ എന്താവുള്ളൂ. ഞാൻ പറഞ്ഞേക്കൂ, നമ്മളൊരു കടമ എല്ലാ സ്റ്റേജിൽ വരാറില്ല. ഇവിടുത്തെ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് നല്ലൊരു സംഖ്യ എന്നെ ഏൽപ്പിക്കണം. എന്നിട്ട് ഈ സംഘാടകരെ ഏൽപ്പിക്കണം. അടുത്ത പ്രാവശ്യം ശംസുലുലമ ആണ്ട് നടത്താനുള്ള ഒരു പ്രോത്സാഹനമായി കുറച്ച് പൈസ ചെലവഴിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ ബാക്കിയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാ പറഞ്ഞു.